മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം. ഇതിനകത്ത് ഏറ്റവും വിശേഷപ്പെട്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലിമെൻറ്റ്, അതായത് നമ്മളുടെ ബയറ്റ് സാവർട്ട്സ് ലോ. അപ്പോൾ അത് നോക്കാം. അതിൽ നമുക്ക് ഇത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഓക്കെ, ആ കണ്ടക്ടറിൽ ഒരു ചെറിയ എലിമെൻ്റ് എടുക്കുക. ചെറിയ എലിമെൻറ്റ്, ഈ ചെറിയ എലിമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലിമെൻറ്റ് സ്ട്രെയിറ്റ് ആവണം. ചെറുതെടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആവുമല്ലോ. ഓക്കെ, അതിന് നമ്മൾ കറണ്ട് എലിമെൻ്റ് എന്നാണ് പറയുക. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ വെക്റ്റർ. ഓക്കെ, ഇറ്റ്സ് ഡിറക്ഷൻ ഈസ് എലോങ് ദി കൺവെൻഷണൽ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്സ് ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ കറണ്ട് ആൻഡ് ദ ലെങ്ത് ഓഫ് ദി എലിമെൻറ്റ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ കറണ്ട് ഐ ആണ് വിചാരിച്ചോളൂ, എലിമെൻ്റ് ലെങ്ത് ഡി എൽ ആ വിചാരിച്ചോ. അപ്പോൾ കറണ്ട് എലിമെൻ്റ് എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഐ ഇൻറ്റു ഡി എൽ, ഡിറക്ഷൻ കറണ്ട് എങ്ങോട്ടാണോ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് എലിമെൻറ്റ് ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. വാക്വത്തിലാണ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് പി വിചാരിച്ചോളൂ. വേർ ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് കറണ്ട് എലിമെൻറ്റ് ഈസ് ടു ബി ഡിറ്റർമിൻഡ്. ഓക്കെ, അപ്പോൾ ആ കറണ്ട് എലിമെൻറ്റ് അവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഗിവൺ ബൈ ദി ബയറ്റ് സാവർട്ട്സ് ലോ. ഓക്കെ, ആ ബയറ്റ് സാവർട്ട്സ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയോ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് directly proportional to the currents, the length of the elements and the sign of the angle between the current element, adoru vector, and the position vector of the point of observation with respect to the center of the element. പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലിമെൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് പോയിന്റ് ഓഫ് ഒബ്സർവേഷനിലേക്ക് നമ്മൾ വരയ്ക്കുക. എന്ത് വരയ്ക്കുക? പൊസിഷൻ വെക്ടർ. അതായത് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ്റെ പൊസിഷൻ വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ ഓഫ് ദി എലിമെൻറ്റ്. സെൻറ്റർ ഓഫ് എലിമെൻറ്റ് ഒറിജിനായിട്ട് എടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ ആ പൊസിഷൻ വെക്ടർ വരച്ചു. പിന്നെന്താ, കറണ്ട് എലിമെൻറ്റിൻ്റെ ഡിറക്ഷൻ ഇങ്ങനെ വരും, കറണ്ട് എലിമെൻറ്റിൻ്റെ ഡിറക്ഷൻ. പിന്നെ പൊസിഷൻ വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഇവിടെയാണ്, ഇതാണ്, ദിസ് ഈസ് ദ പൊസിഷൻ വെക്ടർ. ഓക്കെ, അപ്പോൾ അതിന് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തീറ്റ. ഓക്കെ, അപ്പോൾ കറണ്ടിന് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെന്താ, പിന്നെ നമുക്ക് പറയാവുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി എലിമെൻറ്റ്സ്. പിന്നെന്താ, സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ കറണ്ട് എലിമെൻറ്റ്സ് ആൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ ഓഫ് ദി എലിമെൻറ്റ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു the square of the distance between the point of observation and the center of the element. ഈ point of observation in the center of the element വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ആ ഇൻവേഴ്സ് സ്ക്വയറിലോ നമ്മൾ ഇതിനു മുമ്പ് ഗ്രാവിറ്റേഷനിലും അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത് ഇവിടെയും വാലിഡ് ആണ് എന്നർത്ഥം. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ വി വിൽ ഹാവ് ടു പുട്ട് എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. കെ ആണ് ഇവിടെ. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് and also on the medium in which the current element is kept. ഓക്കെ, ആ കറണ്ട് എലിമെൻ്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ഏത് സിസ്റ്റമാണ്, CGS ആണോ SI ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ SI സിസ്റ്റത്തിൽ ഈ K പറഞ്ഞാൽ μ/4π ആണ്. അതിൽ മ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഇൻ വിച്ച് ദ കറണ്ട് എലിമെൻറ്റ് ഈസ് കെപ്റ്റ്. ഇനി നമ്മൾ വെച്ചത് വാക്വത്തിലാണ് വിചാരിച്ചോളൂ. അപ്പോഴെന്താ, അപ്പോൾ ഈ മ്യൂ എന്നുള്ളത് μ0 ആവും, പെർമിയബിലിറ്റി ഓഫ് വാക്യൂം. ഓക്കെ, അപ്പോൾ μ0/4π IDL sin θ ഡിവൈഡഡ് ബൈ r² വരും. ഇനി നമുക്ക് ഈ μ0 ഉണ്ടല്ലോ, μ0യുടെ വാല്യൂ എത്രയാണ് വരിക? μ0യുടെ വാല്യൂ ദാറ്റ് ഈസ് 4π ആണ് ഇൻറ്റു 10⁻⁷. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം μ0 this is equal to 4π ഉണ്ട് ഇൻറ്റു 10⁻⁷ SI യൂണിറ്റ്സാണ്. ഈ SI യൂണിറ്റ് എന്താ വരിക? ഈ B ഉണ്ടല്ലോ, ഫ്ലക്സ് ഡെൻസിറ്റി, അത് ടെസ്ലയിലാണ് മെഷർ ചെയ്യുക. ഓക്കെ, പിന്നെ DL മീറ്ററിലാണ്, r² മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ മീറ്ററും മീറ്റർ സ്ക്വയറും ആകുമ്പോൾ താഴെ ഒരു മീറ്റർ വരും, ആ മീറ്റർ ഇങ്ങോട്ട് വരും, അതായത് ടെസ്ല മീറ്റർ വരും. ഓക്കെ, പിന്നെ ഈ കറണ്ടിൻ്റെ അത് ഇങ്ങോട്ട് വരുമ്പോൾ A⁻⁻⁻1 വരും. അപ്പോൾ അതാണ് SI യൂണിറ്റ് വരിക. ഓക്കെ, അപ്പം μ0/4π IDL sin θ ഡിവൈഡ് ബൈ r² വരും. ഓക്കെ, ഈ IDL പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കറണ്ട് എലിമെൻറ്റ് വെക്ടർ. കറണ്ട് എലിമെൻറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് IDL. അപ്പോൾ ഈ IDL sin θയെ ഞാൻ ഇങ്ങനെ എഴുതി, IDL ക്രോസ് r cap.
R cap is a unit vector along the direction of the position vector. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഈ പൊസിഷൻ വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് നോക്കൂ, ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഐഡിയൽ പറയുന്നത് ഇങ്ങനെയാണ്, രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐഡിയൽ ക്രോസ് ആർ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഐഡിയൽ ക്രോസ് ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഐഡിയലിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഐഡിയൽ തന്നെ, ആർ ക്യാപ്പ് യൂണിറ്റ് വെക്ടറാണ്, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിളിൻ്റെ സൈൻ ഫംഗ്ഷൻ വരും. അതായത് ഐഡിയൽ ഇൻറ്റു 1 ഇൻറ്റു സൈൻ തീറ്റ, അതായത് ഐഡിയൽ സൈൻ തീറ്റ വരും, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ കൊടുത്തു. ഓക്കെ, ഈ ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡിറക്ഷൻ ഓഫ് ദി പൊസിഷൻ വെക്ടറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്ടർ ഫോമിൽ. ഓക്കെ, ഈ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ ദാറ്റ് ഗിവ്സ് നോട്ട് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓൾസോ ദ ഡിറക്ഷൻ ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആ ഡിറക്ഷൻ ഇവിടെ എങ്ങനെയാണെന്നറിയോ? സി, ഇവിടെ നമ്മൾ ഈ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഐ ഡി എൽ എന്ന് പറയുന്ന വെക്ടർ ഇത് ഇങ്ങനെ ഇങ്ങോട്ടാണ്, റൈറ്റ്? ഐ ഡി എൽ. അപ്പോൾ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന ഐഡിയൽ ക്രോസ് ആർ ക്യാപ്പ് എന്നാണ്. ഓക്കെ, ഈ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഡിറക്ഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സി, വലത് കൈയുടെ, അതായത് റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സും തമ്പും പെർപെൻഡിക്കുലറായിട്ട് സ്ട്രെച്ച് ചെയ്യുക. എ ക്രോസ് ബി പറയുകയാണെങ്കിൽ എന്ന് ബിയിലേക്ക് ഫിംഗേഴ്സ് കേൾ ചെയ്യുക, തമ്പ് എങ്ങോട്ടാണോ അങ്ങോട്ടോ എ ക്രോസ് ബി. ഇവിടെ ഐഡിയൽ ക്രോസ് ആർ ക്യാപ്പാണ്. അപ്പോൾ ഐഡിയലാണ് ഫസ്റ്റ് വെക്ടർ, ആർ ക്യാപ്പാണ് സെക്കൻഡ് വെക്ടർ. അപ്പോൾ ഐഡിയലിൽ നിന്ന് ആർ ക്യാപ്പിലേക്ക് യു ഹാവ് ടു കേൾ ദ ഫിംഗേഴ്സ് ഓഫ് യുവർ റൈറ്റ് ഹാൻഡ്സ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സി, ഐഡിയൽ ഐഡിയൽ ഇങ്ങോട്ട്, ആർ ക്യാപ്പ് ഇങ്ങോട്ട്. അപ്പോൾ ഇത് ഐഡിയലിൽ നിന്ന് ആർ ക്യാപ്പിലേക്ക് ഇങ്ങോട്ട്. അപ്പോൾ നോക്കൂ, തമ്പ് പോയിന്റ് ചെയ്യുന്നത് സി ഇങ്ങനെ കേൾ ചെയ്താൽ തമ്പ് പോയിന്റ് ചെയ്യുന്ന അലോങ് ദ ഇൻവേർഡ് നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അലോങ് ദ ഇൻവേർഡ് നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്സ്. ആ ഇൻവേർഡ് നോർമലിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എന്താ? ക്രോസ് വെച്ചിട്ടാണ്. ഓക്കെ, അതിപ്പോൾ ഞാനിത് ഇവിടെ വരയ്ക്കാം. ഈ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഡ്സ്, ക്രോസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അലോങ് ദ ഇൻവേർഡ് നോർമൽ. ഓക്കെ, ഇനി ഡോട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ? ഇറ്റ്സ് അലോങ് ദി ഔട്ട്വേർഡ് നോർമൽ, ഔട്ട്വേർഡ്സ് ആൻഡ് ഇൻവേർഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐഡിയൽ ക്രോസ് ആർ ആണ്. അപ്പോൾ നോക്കൂ, ഐഡിയൽ റെപ്രസെൻറ്റഡ് ബൈ ദിസ് യെല്ലോ ലൈൻ. ഓക്കെ, പിന്നെന്താ? ആർ ക്യാപ്പ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫ്ലോറസൻ ലൈൻ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കേൾ ചെയ്യുമ്പോൾ അലോങ് ദി ഇൻവേർഡ് നോർമൽ, അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, സി, വി ഹാവ് ഗോട്ട് ദി എക്സ്പ്രഷൻ ഫോർ ദ magnitude of the intensity of magnetic field due to a current element, and also the direction is given by the right hand rule. ഓക്കെ, അപ്പോൾ ഡി ബി ഈക്വൽ ടു നമുക്കിനി എന്താണ്? ആ മേലുള്ള ആർ ക്യാപ്പിന് പകരം നമ്മൾ വെക്ടർ ആറ് കൊടുക്കുകയാണ് വിചാരിക്കുക. ഈ വെക്ടർ ആറ് കൊടുക്കുമ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡ് ആറ് കൂടെ വരും. അതായത് ഐഡിയൽ ക്രോസ് ആറ് കൊടുക്കുമ്പോഴെന്താ? ഐഡിയൽ ആർ സൈൻ തീറ്റ. അപ്പോൾ മേലെ ഒരു ആർ എക്സ്ട്രാ വന്നു, അത് കളയാൻ വേണ്ടിയിട്ട് താഴെയുള്ള ആർ സ്ക്വയർ നമ്മൾ ആർ ക്യൂബ് ആക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലിമെൻറ്റ്സ്. ഓക്കെ, ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സി യൂണിറ്റ് വെക്ടർ വെച്ചിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഏറ്റവും വിശേഷപ്പെട്ട കാര്യം, നമ്മൾ ഈ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ടല്ലോ, പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഇവിടെയാവുമ്പോൾ നമുക്കിത് ഇത്രയും ഫീൽഡ് നമുക്ക് കിട്ടും. ഇനി ഞാൻ ആ പോയിന്റ് ഓഫ് ഒബ്സർവേഷനെ ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ നോക്കി, പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഇപ്പോൾ ഇവിടെയാണ് വിചാരിച്ചോളൂ. അപ്പോൾ നോക്കൂ, ഈ ആംഗിൾ തീറ്റ എന്ത് ചെയ്തു? തീറ്റ കുറഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ നമ്മൾ സി തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ നമ്മൾ കുറച്ചുകൂടെ മാറ്റിയിട്ട് ഇവിടെ ആക്കി വിചാരിക്കുക. ഇവിടെ ആക്കി കഴിഞ്ഞാൽ നോക്കൂ, തീറ്റ വീണ്ടും കുറഞ്ഞു. ഓക്കെ, ഇനി ഈ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ നോക്കൂ, ഇവിടെയാണ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ വിചാരിക്കുക. അതായത് ഐഡിയൽ എന്നുള്ള വെക്ടർ ഉണ്ടല്ലോ, ആ ഐഡിയൽ എന്നുള്ള വെക്ടറിൽ നിന്ന് ഒരു ലൈൻ വരച്ച ആ ലൈനിൽ എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കുക. അതായത് ഇഫ് ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഈസ് എലോങ് ദ ഡിറക്ഷൻ ഓഫ് ദി കറണ്ട് എലിമെന്റ്സ്, കറണ്ട് എലിമെന്റിന്റെ അതേ ഡിറക്ഷനിൽ അതേ ലൈനിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ആണെങ്കിൽ തീറ്റ വിൽ ബി 0, സൈൻ തീറ്റ വിൽ ബി 0, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിൽ ബി 0. അതായത് എ കറണ്ട് എലിമെന്റ് will not produce any magnetic field at any point along its length. അതിൻ്റെ ലെങ്ത് വൈസ് ഉള്ള ഒരു പോയിന്റിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഒരു കറണ്ട് എലിമെന്റ് ഉണ്ടാക്കില്ല.
ഓക്കെ, അതായത് ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, സി നമ്മൾ ഇതാ ഈ ദിസ് ഈസ് ദി കറണ്ട് എലിമെന്റ്, ഇവിടെ കാണിച്ചിരിക്കുന്ന കറണ്ട് എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇതാണ് കറണ്ട് എലിമെന്റ്. ഓക്കെ, അപ്പോൾ ആ കറണ്ട് എലിമെന്റിന്റെ ലെങ്ത് വൈസ് നമ്മൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഓക്കെ, ലെങ്ത് വൈസ് ഇങ്ങോട്ടാണെങ്കിലും അതേ ലെങ്ത്തിൽ അതേ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. ആ ലൈൻ വരച്ചിട്ട് അവിടെ എവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഒരു ഫീൽഡും ഉണ്ടാവില്ല. ഓക്കെ, ഇതാ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലിമെന്റ് അറ്റ് എനി പോയിന്റ് അലോങ് ഇറ്റ്സ് ലെങ്ത് ഈസ് 0. ഓക്കെ, ഇനി അടുത്തത് സി അപ്ലിക്കേഷൻസ് ഓഫ് ബൈറ്റ് സാവർട്ട്സ് ലോ ആണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്, see we have to find the intensity of magnetic field due to a straight current carrying conductor. Okay, അപ്പോൾ a long straight current carrying conductor. അപ്പോൾ നോക്കൂ, ഞാൻ ആ current carrying conductor ഇവിടെ വെച്ചിട്ടുണ്ട്. It carries a current capital I. ഓക്കെ, ഇതാ ഇവിടെ I മാർക്ക് ചെയ്തിട്ടുണ്ട്. We have to find the intensity of magnetic field due to this straight current carrying conductor at a perpendicular distance A from the conductor. കണ്ടക്ടറിൽ നിന്ന് നോക്കൂ, A പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ ഇത് ഇവിടുത്തെ ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനിപ്പോൾ നമ്മളുടെ കയ്യിൽ എന്താണ്, ഒരു കറണ്ട് എലിമെന്റ് ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. അപ്പോൾ ഈ ഫുൾ കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടുപിടിക്കാൻ that full conductor is to be divided into a large number of small elements each of length dl. കാരണം dl ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്നിട്ട് see we have to find the field at the point of observation due to each such current elements, and the resultant intensity of magnetic field at this point will be the vector sum of all the fields due to all such current elements. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സി ഇവിടെ പോയിന്റ് ഓഫ് ഒബ്സർവേഷനിലേക്ക് ഞാൻ കണ്ടക്ടറിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു. ഇതിൻ്റെ ലെങ്ത് A ആണ്. സോ നമ്മളൊരു ആർബിട്രറി എലിമെന്റ് ആ കണ്ടക്ടറിൽ ഏതെങ്കിലും ഒരു എലിമെന്റ് എടുക്കുക. അതെ, ഇപ്പം ഞാൻ ഇവിടെ ഒരു എലിമെന്റ് എടുത്തു. അപ്പോൾ ആ എലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ കറണ്ട് എലിമെന്റിന്റെ നോക്കൂ ഡിറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, ആ കറണ്ട് എലിമെന്റിന്റെ സെന്ററിൽ നിന്ന് പോയിന്റ് ഓഫ് ഒബ്സർവേഷനിലേക്ക് വരച്ചു. അപ്പം നമ്മളുടെ ഫോർമുലയിലുള്ള തീറ്റ ദേ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, സി ഇവിടെ നമ്മളിപ്പോൾ എന്താണ്, ഇത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് അത് y എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സി ദിസ് ഈസ് എ സ്മോൾ ഇൻക്രിമെന്റ് ഇൻ y അല്ലേ. ഇപ്പോൾ നമ്മൾ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഇവിടെ നിന്ന് ഇവിടം വരെ y എന്നാണ് ഞാൻ മാർക്ക് ചെയ്ത്. അപ്പോൾ ഇതെന്താവും, ദിസ് ഈസ് എ സ്മോൾ ഇൻക്രിമെന്റ് ഇൻ y, ഇറ്റ് ഷുഡ് ബി റെപ്രസെൻറ്റഡ് ബൈ dy ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ സി ഈ ട്രയാങ്കിൾ നോക്കൂ, ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, നമ്മളുടെ ഫോർമുലയിലുള്ള തീറ്റ ഉണ്ടല്ലോ, അത് കൂടാണ്ട് ഞാനൊരു ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫൈ ആണ്. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണ്, 90 ഡിഗ്രി. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ബാക്കിയുള്ള രണ്ട് ആംഗിൾ തീറ്റയും ഫൈയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ, ഇത് തീറ്റയാണെങ്കിൽ അപ്പോൾ ഇത് ഈ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, 90 മൈനസ് തീറ്റ പറയാം, അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മൈനസ് 5 പറയാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഈ റൈറ്റ് ട്രയാങ്കിളിൽ നോക്കൂ, ഈ ഫൈയുടെ ഓപ്പോസിറ്റ് സൈഡാണ് y, അഡ്ജസൻറ്റ് സൈഡാണ് a. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം, y ബൈ a ഈക്വൽ ടു tan 5 പറയാം, ശരിയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് y ഈക്വൽ ടു a tan 5 വരും. രണ്ട് സൈഡും നിങ്ങൾ 5 വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം ലെഫ്റ്റ് സൈഡിൽ എന്താ വരിക, dy ബൈ d5 ആ വരിക. 5 വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy ബൈ d5. റൈറ്റ് സൈഡിൽ a ഉണ്ട്, tan 5യുടെ ഡിഫറൻഷ്യൽ എന്താ, sec സ്ക്വയർ 5. അപ്പോൾ എങ്ങനെ വരും എന്നറിയോ, dy ബൈ d5 ഈക്വൽ ടു a sec സ്ക്വയർ 5. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലെ d5 ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി, എന്നിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വരിക dy ബൈ d5 ഈക്വൽ ടു a sec സ്ക്വയർ 5. അപ്പോൾ ഡിനോമിനേറ്ററിൽ d5 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, അതായി എഴുതിയിരിക്കുന്നത്. ഓക്കെ, തീറ്റ 90 മൈനസ് 5 ആവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളുടെ എക്സ്പ്രഷനിൽ ഒരു സൈൻ തീറ്റ ഉണ്ട്. സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റയ്ക്ക് പകരം 90 മൈനസ് 5 കൊടുത്താൽ സൈൻ 90 മൈനസ് 5. അതെന്താ, അത് cos 5 ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഫോർമുല. എന്താ, നമ്മളുടെ ആ കറണ്ട് എലിമെന്റിന്റെ ലെങ്ത് ഇവിടെ dl അല്ല dy എന്നാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, db ഇത് മാഗ്നിറ്റ്യൂഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സി ഇറ്റ്സ് ബെറ്റർ ടു db, ഓക്കെ, മോഡ്യൂലസ് db ഈക്വൽ ടു μ0 ബൈ 4 പൈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. പിന്നെ എന്താ കറണ്ട് എഴുതി, ലെങ്ത് ഓഫ് ദി എലിമെന്റ് dy എഴുതി, പിന്നെന്താ സൈൻ തീറ്റ എഴുതി, പിന്നെ ഈ ഡിസ്റ്റൻസ് r ആണ്, r സ്ക്വയർ എഴുതി, കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് സി
ഈ ഡി വൈ ഉണ്ടല്ലോ, ഡി വൈ നമ്മളിത് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ദാ ഡി വൈ ഇത് നമുക്കിപ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. അതുപോലെ ഈ സൈൻ തീറ്റ എന്താ, സൈൻ തീറ്റായും നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് ഫൈ ആണ്. ഓക്കെ, വേറെ അവിടെ ഒന്നും ചേർക്കാനില്ല. അപ്പം μ0/4π അതേപോലെ തന്നെ ഞാൻ എഴുതി, ഐ ഞാൻ എഴുതി. ദേ μ0/4π നോക്കൂ, ഇതാ ഇത്രയും സാധനം μ0 എഴുതി, ഐ എഴുതി, 4π എഴുതി. ഓക്കെ, ഈ r² എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, ഇതാ r² എഴുതാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ μ0 ഐ ദേ ഇത്രയും സാധനങ്ങൾ റെഡിയാ, അതെഴുതി. ഓക്കെ, ഇനി നമ്മൾ എഴുതേണ്ടത് ഡി വൈയും സൈൻ തീറ്റയുമാണ്. സൈൻ തീറ്റയ്ക്ക് പകരം നമുക്ക് കോസ് ഫൈ എന്ന് എഴുതാം. ഓക്കെ, സൈൻ തീറ്റയ്ക്ക് പകരം കോസ് ഫൈ എഴുതാം, റൈറ്റ്? അപ്പോൾ ഇവിടെ സൈൻ തീറ്റയ്ക്ക് പകരം കോസ് ഫൈ ഇവിടെ ഉണ്ട്. ഇനി എഴുതേണ്ടത് ഡി വൈ ആണ്. ആ ഡി വൈ എന്താ, a sec² d∅, a sec² d∅ എഴുതി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാം, ഇവിടെ ഞാൻ മേലെ ഒരു എ ഉണ്ട്, താഴെ ഞാൻ ഒരു എ ചേർത്ത് കഴിഞ്ഞാൽ മേലെ എന്താവും, a² ആവും. ഓക്കെ, അപ്പോൾ താഴെ എ ചേർക്കുമ്പോൾ μ0 I/4π അതാണ് ദേ ഈ സാധനം, μ0 I/4π. മേലെ a², താഴെ r², അപ്പോൾ അതിന് a/r² എന്ന് എഴുതാം. ഈ ട്രയാങ്കിളിൽ ഇവിടെ വന്ന് നോക്കൂ നിങ്ങൾ, a/r എന്താ വരിക, a/r പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, എ പറഞ്ഞാൽ ഫൈയുടെ ഈ ആംഗിൾ ഫൈയുടെ അഡ്ജസൻറ്റ് സൈഡ് എ, ഹൈപ്പോട്ടിന്യൂസ് r. അപ്പോൾ a/r എന്ത് വരും, a/r പറഞ്ഞാൽ കോസ് ഫൈ വരും. ഓക്കെ, അപ്പോൾ a/r² പറഞ്ഞാൽ cos² ഫൈ. cos² ഫൈയും sec² ഫൈയും എന്താവും, cos² ഫൈയും sec² ഫൈയും 1 ആവില്ലേ? അതായത് ഇത് രണ്ടും കൂടെ ക്യാൻസലായി പോകുന്ന അർത്ഥം. പിന്നെ കോസ് ഫൈ മാത്രമേ വരുള്ളൂ, കോസ് ഫൈ d∅. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, μ0 I/4π കോസ് ഫൈ d∅. ഓക്കെ, ഇതിപ്പോൾ നമ്മളെ ഇവിടെ ഞാനൊരു എലിമെൻ്റ് എടുത്തിട്ടുണ്ട്. ആ എലിമെൻ്റ് മാത്രം ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ആ ഫീൽഡിൻ്റെ എന്താ, μ0 I/4π a cos phi d∅. അപ്പോൾ ഇത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കുറേ ചെറിയ ചെറിയ എലിമെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. ഓരോ എലിമെൻറ്റിൻ്റെയും ഫീൽഡ് കണ്ടിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഈ അറ്റത്ത് നമ്മൾ ഇവിടുത്തെ എലിമെൻ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, അതേപോലെ ഈ അറ്റത്ത് നമ്മൾ എലിമെൻ്റ് എടുക്കുമ്പോഴെന്താ ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, അതിൽ ഈ എലിമെൻ്റ് ഉണ്ടല്ലോ, ഇത് φ1 ആണ്, φ1. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുന്ന എന്താ ആംഗിൾ φ2 ആണ്. കാരണം ഇവിടെ d∅ വരുന്നത് കാരണം φ ആണ് വേരിയബിൾ. ഓക്കെ, ഈ ഏറ്റവും ഇവിടെ ഉള്ള എലിമെൻ്റ് എടുക്കുന്ന സമയത്ത് φ ഇങ്ങനെ വരും, φ1. ഏറ്റവും ഇവിടെയുള്ള ഈ അറ്റത്തുള്ള എലിമെൻ്റ് എടുക്കുമ്പോൾ ആംഗിൾ അങ്ങോട്ട് വരും, φ2. ഈ ആംഗിൾ നമ്മൾ രണ്ട് ഡിറക്ഷനിലാണ്, ഒന്ന് താഴോട്ടും ഒന്ന് മേലോട്ടും മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മറ്റേത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ -φ1 തൊട്ട് +φ2 വരെ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ദിസ് ഇൻ്റഗ്രേഷൻ ഈസ് ടു ബി പെർഫോംഡ് എന്താ, ഫ്രം -φ1 ടു +φ2. കോസ് ഫൈയുടെ ഇൻ്റഗ്രൽ എന്താ, കോസ് ഫൈയുടെ ഇൻ്റഗ്രൽ ഒന്നും നോക്കാനില്ല, സൈൻ ഫൈ ആണ്. ഓക്കെ, സൈൻ ഫൈ ടു ബി ഇവാലുവേറ്റഡ് ഫ്രം -φ1 ടു +φ2. ഓക്കെ, +φ2. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, അതെന്താ സൈൻ φ2. പിന്നെ ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ -φ1 ആ, സൈൻ -φ1. സൈൻ -φ1 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ φ1 ആ. അപ്പം -sin φ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, +sin φ1 വരും. അതായത് sin φ2 +sin φ1. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചെഴുതുന്നതിന് കുഴപ്പമില്ല, sin φ1 +sin φ2. അപ്പോൾ ഇതാണ് റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദി ഹോൾ കണ്ടക്ടർ. ആ കണ്ടക്ടർ മുഴുവനായിട്ട് പോയിന്റ് ഓഫ് ഒബ്സർവേഷനിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷനാണിത്. ഇനി സപ്പോസ് ദ കണ്ടക്ടർ ഈസ് ഇൻഫിനിറ്റ്ലി ലോങ് ആൻഡ് ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഈസ് സംവെയർ നിയർ ഇറ്റ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് ആകുമ്പോഴെന്താണെന്നറിയോ, ഇതിപ്പോൾ കുറച്ചുകൂടെ നീളമുണ്ടെങ്കിൽ ഇത് എങ്ങനെ പോവുക, അതായത് ഈ φ2 എന്നുള്ളത് കൂടും, മനസ്സിലല്ലേ? ഇനിയും നീളം ഉണ്ടെങ്കിൽ എന്താ, φ2 വീണ്ടും കൂടും. അങ്ങനെ ഇഫ് ദ കണ്ടക്ടർ ഈസ് ഇൻഫിനിറ്റ്ലി ലോങ്, അപ്പോൾ ഈ വരയ്ക്കുന്ന ലൈൻ ഉണ്ടല്ലോ, അത് പോയിട്ട് എവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്, ഇൻഫിനിറ്റിയിൽ മാത്രമേ ഇതിനെ മീറ്റ് ചെയ്യാവൂ. അങ്ങനെയാണെങ്കിൽ എന്താ, ഇൻഫിനിറ്റിയിൽ മാത്രമേ മീറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പോവും. ഓക്കെ, അതായത് ഈ ആംഗിൾ φ2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരും. അതുപോലെ ഇങ്ങോട്ടും ഇൻഫിനിറ്റിയിലേ മീറ്റ് ചെയ്യുള്ളൂ, ഇങ്ങനെ പോവും. അപ്പോൾ ഈ φ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ 90 ഡിഗ്രി വരും.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇഫ് ദ കണ്ടക്ടർ ഈസ് ഇൻഫിനിറ്റ്ലി ലോങ് നമുക്ക് എന്ത് പറയാം, φ1 = φ2 = π/2 പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ π/2, അതായത് സൈൻ 91 ഇവിടെയും സൈൻ 91 1 + 1 എത്ര വരും, 2 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ μ0I/4πa × 2 ദാറ്റ് വിൽ ബി μ0I/2πa വരും. That is the intensity of magnetic field due to an infinitely long straight conductor. Okay, at a perpendicular distance a from it. Okay, direction of this field is given by the right hand grip rule. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറാ, യു ഹാവ് ടു ഹോൾഡ് ദ കണ്ടക്ടർ ഇൻ യുവർ റൈറ്റ് ഹാൻഡ് വിത്ത് ദ തമ്പ് പോയിന്റിങ് അലോങ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പോൾ കറണ്ട് മേലോട്ടാ വിചാരിച്ചോ, അപ്പോൾ അത് ഇങ്ങനെ പിടിക്കുക വലത് കയ്യിൽ. അപ്പോൾ ഈ ഫിംഗേഴ്സ് എങ്ങോട്ടാണോ കേൾ ചെയ്യണത് ദാറ്റ് വിൽ ഗിവ് യു ദ ഡിറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കറണ്ട് ഇങ്ങോട്ടാ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. ഓക്കെ, ദിസ് വിൽ ബി ദ ഡിറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്സ്. ഓക്കെ, ഇനിയിപ്പോൾ കറണ്ട് താഴോട്ടാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇപ്പോൾ കറണ്ട് താഴേക്കാണ്. അപ്പോൾ യു ഹാവ് ടു ഹോൾഡ് ദ കണ്ടക്ടർ ഇൻ യുവർ റൈറ്റ് ഹാൻഡ് വിത്ത് ദ തം പോയിന്റിങ് അലോങ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പോൾ ഫിംഗേഴ്സ് കേളി എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, ഇങ്ങനെ ഇതിങ്ങനെ ആവുമ്പോൾ നമുക്കത് ഇങ്ങനെ വരും. നോക്കൂ, ഇവിടെ നോക്കൂ, ആരോസ് അങ്ങോട്ടായിട്ടിരിക്കണം. ഇവിടെ നേരെ തിരിച്ച കറണ്ട് റിവേഴ്സ്ഡ് ആയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും റിവേഴ്സ്ഡ് ആയി. എനിവേ, magnetic field around a straight current carrying conductor will be in magnetic line, so force will be concentric circles പറയാം. ഓക്കെ, ഇത് നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയോ, സെമി ഇൻഫിനിറ്റ് എന്നാ. അതായത് ഇവിടെ നോക്കൂ, ഇതാണ് എൻഡ്, പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻഫിനിറ്റ്ലി ലോങ് ആ. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ മീറ്റ് ദ കണ്ടക്ടർ ഓൺലി അറ്റ് ഇൻഫിനിറ്റി. സോ ദിസ് ആംഗിൾ വിൽ ബി π/2. ഓക്കെ, φ1 = π/2 ആ. പക്ഷേ φ2 എന്താ, φ2 0 ആണ്. ഓക്കെ, φ1 = π/2, φ2 = 0. അപ്പോഴെന്താ വരിക, അപ്പോൾ നമുക്ക് b = μ0I/4πa വരും. ഓക്കെ, ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സെമി ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. നെക്സ്റ്റ്, ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ current loop. Okay, അപ്പോൾ അതിൽ consider a circular loop of radius small a carrying a current capital I. We have to find the intensity of magnetic field due to this current loop at the center of the at its center. Okay, അപ്പോൾ അതിൽ നമ്മളുടെ കയ്യിലുള്ള ഒരു കറണ്ട് എലിമെൻ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഫോർമുല അതാണ് ഇപ്പോൾ നമുക്കറിയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ കറണ്ട് ലൂപ്പിനെ നിങ്ങൾ കുറേ ചെറിയ ചെറിയ എലിമെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്യുക. ഓരോ എലിമെൻറ്റും സെൻട്രൽ ഉണ്ടാക്കുന്ന ഫീൽഡ് കാണുക, അത് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ഒരു കറണ്ട് എലിമെൻറ്റ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ കറണ്ട് എലിമെൻറ്റിൽ കറണ്ട് ഇങ്ങനെ അങ്ങോട്ടാണ്, അതായത് ക്ലോക്ക് വൈസ് കറണ്ടാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടാവും നോക്കാം. IDL ക്രോസ് R എന്നാണ്. IDL ക്രോസ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്ത് പറയാം, you have to curl the fingers of your right hands from the first vector to the second vector. IDL നിന്ന് ആറിലേക്ക്. ഓക്കെ, അപ്പോൾ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ R ഉണ്ട്, IDL ഇതുണ്ട്, ഇങ്ങനെയുണ്ട്. ഓക്കെ, IDL ക്രോസ് R. അപ്പോൾ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഈസ് അലോങ് ദി ഇൻവേർട്ട് നോർമൽ. ഓക്കെ, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ക്രോസ്. അതിൽ നമ്മൾ സാധാരണ ആരോ ഉണ്ടല്ലോ, ഇപ്പോൾ ആരോ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആരോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് വിചാരിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുക ഈ ടിപ്പ് മാത്രമാണ് കാണുക. ഓക്കെ, അതായത് ഇങ്ങനെ വരുമ്പോഴെന്താ, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇതിനെങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ടിപ്പ് മാത്രമാണല്ലോ കാണുക, ഒരു പോയിന്റാണ് കാണുക ഔട്ട്വേർഡ് ആണെങ്കിൽ. നേരെ മറിച്ച് ഇത് അകത്തോട്ട് പോകുമ്പോഴെന്താ, അകത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ഈ ഭാഗമാണ് കാണുക, അതിങ്ങനെ ക്രോസ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എലോങ് ദി ഇൻവേർട്ട് നോർമൽ അങ്ങോട്ടാണെങ്കിൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ക്രോസ്. അവിടുന്ന് ഇങ്ങോട്ട് ആരോ വരികയാണെങ്കിൽ നമ്മൾ ഈ ടിപ്പ് മാത്രമേ കാണുള്ളൂ. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡോട്ട്. അപ്പോൾ അതാണ് ആ ഡോട്ടും ക്രോസും റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൺവെൻഷൻ. അതാണ് ഒരു ആരോയുടെ മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഈസ് എലോങ് ദ ഇൻവേർട്ട് നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് എന്ന് പറയാം. ഇനി
നോക്കൂ, ഈ ഡി എൽ ഉണ്ടല്ലോ, ദ ഐ ഡി എൽ, ഈ ഐ ഡി എല്ലും ഈ പൊസിഷൻ വെക്ടർ ആറും തമ്മിലുള്ള ആംഗിള് ഇവിടെ 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആ എലിമെന്റ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടുപിടിക്കാൻ ഡി ബി ഈക്വൽ ടു μ0/4π ബിക്കോസ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ വാക്യൂം. പിന്നെന്താ, ഐ ഡി എൽ സൈൻ 90 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. എത്രയാണ് ഡിസ്റ്റൻസ്? ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ ലൂപ്പ്. അത് എ ആണ് ഇവിടെ, എ സ്ക്വയർ. ഓക്കെ, അപ്പം ഡി ബി ഈക്വൽ ടു μ0 ഐ ഡി എൽ ഡിവൈഡ് ബൈ 4π എ സ്ക്വയർ. ഇനി നമ്മൾ ഒരു എലിമെന്റ് എടുത്തു, അടുത്ത എലിമെന്റ് എടുത്തു, അടുത്ത എലിമെന്റ് എടുത്തു, അടുത്ത എലിമെന്റ് എടുത്തു. അങ്ങനെ വെൻ വി കൺസിഡർ ഈച്ച് ഓഫ് ദി എലിമെന്റ്സ് ഇൻ ടു വിച്ച് ദിസ് ലൂപ്പ് ഈസ് ഡിവൈഡഡ്, ഓക്കെ, ഇൻ ഓൾ സച്ച് എലിമെന്റ്സ് μ0 ഉണ്ട്, ഐ ഉണ്ട്, 4π എ സ്ക്വയർ, ഇതൊക്കെ സെയിമാ. വ്യത്യാസം വരുന്ന ഡി എൽ മാത്രം. DL1, DL2, DL3, DL4 അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ സി ദിസ് കോമൺ ഫാക്ടർ യു ക്യാൻ ടേക്ക് ഔട്ട്. ഓക്കെ, ബാക്കിയുള്ളതിനെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡി എൽ വരും. സി ഈ ഇതെന്താ, ദിസ് ഈസ് ആൻ ഇലോങ്ങേറ്റഡ് എസ് and it stands for summation. See that a loop is divided into a large number of small elements, each of length dl. ഇവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? You have to find the sum of all such dls. ആ dlകളെല്ലാം കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? You will get the circumference of the loop and it is equal to 2πa, right? അപ്പോൾ ഞാനിത് ഇവിടെ ആ ഇൻ്റഗ്രൽ ഡി എൽ 2πa കിട്ടും. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് ബി ഈക്വൽ ടു μ0 ഐ ഡിവൈഡഡ് ബൈ 2a ആൻഡ് ഇറ്റ് ഈസ് ദ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ദാറ്റ് ഈസ് ഡിറക്റ്റഡ് അലോങ് ദ ഇൻവേർട്ട് നോർമൽ. ഓക്കെ, ഓക്കെ, അടുത്തത് നമുക്ക് എന്താ? സി വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അലോങ് ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. ഓക്കെ, അതിന് നമ്മളുടെ കയ്യിലുള്ളത് ഒരു കറണ്ട് എലിമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പ് ഉണ്ടാക്കുന്ന ഫീൽഡ് കാണണമെങ്കിൽ വി വിൽ ഹാവ് ടു ഡിവൈഡ് ദാറ്റ് ലൂപ്പ് ഇൻ ടു സ്മോൾ എലിമെൻറ്റ്സ്. കാരണം ഓരോ എലിമെൻറ്റും ഉണ്ടാക്കുന്ന ഫീൽഡ് കാണുക, അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, അത് ശ്രദ്ധിക്കൂ. നമ്മൾ ആ ഫോർമുലയിലുള്ളത് ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഓക്കെ, അതിൽ ആ തീറ്റ എന്താ? തീറ്റ എന്ന് പറഞ്ഞാൽ കറണ്ട് എലിമെൻറ്റും എലിമെൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് പോയിന്റ് ഓഫ് ഒബ്സർവേഷനിലേക്ക് വരച്ച പൊസിഷൻ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ എന്താ? സി ഇപ്പോൾ സപ്പോസ് ദ ലൂപ്പ് ലൈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ബോർഡിൻ്റെ പ്ലെയിനിലാണ് വെച്ചേ വിചാരിച്ചു. അപ്പോൾ അതിൽ ആ കറണ്ട് എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മേലെയുള്ള കറണ്ട് എലിമെന്റ് ഞാൻ എടുത്തു. ഓക്കെ, ഏറ്റവും മേലെയുള്ള കറണ്ട് എലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോക്കൂ ഐ ഡി എൽ എങ്ങനെ അങ്ങോട്ടാ. ഓക്കെ, അപ്പോൾ ഞാനിത് ഈ ബുക്ക് ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഐ ഡി എൽ പറഞ്ഞാൽ എങ്ങനെ വരും? ഓക്കെ, പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഇതിൻ്റെ ആക്സിസിൽ ഇത് എവിടെയാണ് വിചാരിച്ചു. അപ്പോൾ ആ ഐ ഡി എല്ലിൻ്റെ സെൻറ്ററിൽ നിന്ന് പോയിന്റ് ഓഫ് ഒബ്സർവേഷനിലേക്ക് വരയ്ക്കുന്ന പൊസിഷൻ വെക്ടർ പറഞ്ഞാൽ ഈ ഇതേ ബുക്കിൻ്റെ മേലെ ഇങ്ങനെ വരച്ചൊരു ലൈൻ ഉണ്ടാവും. ഓക്കെ, അതായത് നോക്കൂ ഇതാ അപ്പം ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഈ എഡ്ജാണ് കറണ്ട് എലിമെൻറ്റ്. ഓക്കെ, എൻ്റെ ഫിംഗറാണ് എന്ത്? പൊസിഷൻ വെക്ടർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദി എലിമെൻറ്റ് ടു ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ അതിൽ എൻ്റെ ഫിംഗറും ഈ എഡ്ജും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആ ആംഗിൾ 90 ഡിഗ്രി വരും. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് സൈൻ 90. ഓക്കെ, ഇനി എന്താണെന്നറിയോ? ഐ ഡി എൽ അങ്ങോട്ടാ. ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ വരച്ചൊരു ലൈനാണ്. ഫീൽഡിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടാ? എലോങ് ഐ ഡി എൽ ക്രോസ് ആർ. അതായത് ഐ ഡി എൽ ഇത്, ആർ ഇത്. അപ്പോൾ ഐ ഡി എൽ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അതായത് നോർമൽ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഐ ഡി എൽ ആൻഡ് ആർ. അതായത് ഈ ബുക്കിൻ്റെ പ്ലെയിന് നോർമൽ ഇങ്ങനെ കിടക്കും. ഇനി നോക്കുക, ഞാൻ ആദ്യം ഈ പ്ലെയിന് ഹൊറിസോണ്ടലാണ് വിചാരിച്ചു. അപ്പോൾ ഈ നോർമൽ എന്താവും? ആ ഹൊറിസോണ്ടലിൻ്റെ പെർപെൻഡിക്കുലർ നോർമൽ, അതായത് വെർട്ടിക്കലാവും. നൗ സി ദിസ് ഈസ് നോക്കൂ, ദിസ് പ്ലെയിൻ ഈസ് ടേൺ ത്രൂ ആൻ ആംഗിൾ ആൽഫ. അപ്പോൾ ആ നോർമലും ആൽഫ ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യം ഇപ്പോൾ ഈ പ്ലെയിൻ ഇങ്ങനെ വിചാരിച്ചോ. അപ്പോൾ ഫീൽഡ് വിൽ ബി സി, നമുക്ക് എന്ത് പറയാം? ദെൻ ദ ഫീൽഡ് വിൽ ബി ഓക്കെ. ആ പ്ലെയിൻ ഇങ്ങനെയാണെങ്കിൽ ഫീൽഡ് നോക്കൂ ഇങ്ങനെ ആവും. ഓക്കെ, വെർട്ടിക്കലായിട്ട്. ഇനി ദിസ് പ്ലെയിൻ ഈസ് ടിൽറ്റഡ് ത്രൂ ആൻ ആംഗിൾ ആൽഫ. നോക്കൂ, ഇങ്ങനെ ഉണ്ടായിരുന്ന പ്ലെയിൻ ഇങ്ങനെയാക്കി, ഇതാ ഇങ്ങനെ. അപ്പോഴെന്താവും? ഫീൽഡ് ഇത് ഇങ്ങനെ ടിൽറ്റഡ് ആവും, ആൽഫ ആംഗിൾ ടിൽറ്റഡ് ആവും. ഓക്കെ, നൗ സി ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ്. ഇവിടെ ഞാനൊരു എലിമെന്റ് എടുത്തിട്ടുണ്ട്. ആ എലിമെന്റ് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഓക്കെ, ദാറ്റ് ഫീൽഡ് ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു 2 കമ്പോണൻസ്. ഓക്കെ, അതിലൊന്ന് ഡി ബി കോസ് ആൽഫ മേലോട്ട് വരും, മറ്റേതെന്താ ഡി ബി സൈൻ ആൽഫ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് വരും. ഒരു കറസ്പോണ്ടിങ് എലിമെന്റ് താഴെ എടുക്കുക, അതിൻ്റെ ഫീൽഡ് ഇത് ഇങ്ങനെയാണ് വരിക.
അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഡി ബി കോസ് ആൽഫ താഴോട്ട്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഡി ബി സൈൻ ആൽഫ സി റൈറ്റ് സൈഡിലോട്ട് വരും. ഓക്കെ, അപ്പോൾ സി ദിസ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്സ് ഡ്യൂ ടു ഈച്ച് കറണ്ട് എലിമെൻറ്റ്സ് will be cancelled by the diametrically opposite element, or will be cancelled by the field due to the diametrically opposite element. Okay, idum cancel out. But the horizontal component of magnetic field due to each element will get added up. Okay, ella dB sin alpha yum ore direction la. Okay, appo namakku see magnetic field due to a small element of length dl will be എന്താ ഈ ഡി ബി സൈൻ ആൽഫ എല്ലാം ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഡി ബി സൈൻ ആൽഫ, അതിൽ ഡി ബി പറഞ്ഞാൽ മ്യൂ 0 ഐ ഡി എൽ ഡിവൈഡ് ബൈ 4 പൈ ആർ സ്ക്വയർ, മ്യൂ 0 ഐ ഡി എൽ ഡിവൈഡ് ബൈ 4 പൈ ആർ സ്ക്വയർ. പിന്നെ സൈൻ ആൽഫ എന്താ വരിക? സൈൻ ആൽഫ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കൂ, സി ഈ റൈറ്റ് ട്രയാങ്കിൾ നോക്കുക, അതെ ഇത്. ഓക്കെ, ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ് എ ആണ്, ഹൈപ്പോട്ടിന്യൂസ് എ ആർ ആണ്. ഓക്കെ, അപ്പോൾ സൈൻ ആൽഫ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? എ ബൈ ആർ വരും. അത് ഞാനിത് ഇവിടെ എഴുതിയിട്ടുണ്ട്, എ ബൈ ആർ. ഓക്കെ, അപ്പോൾ ഒരു എലിമെൻ്റ് എടുത്ത് അടുത്ത എലിമെൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ മ്യൂ 0 ഐ ബൈ 4 പൈ ആർ സ്ക്വയർ എ ബൈ ആർ ഇതൊന്നും മാറില്ല. മാറുന്ന ആ ഡി എൽ മാത്രമാണ്, ഡി എൽ 1 ഡി എൽ 2 ഡി എൽ 3 ഡി എൽ 4 അങ്ങനെ വരും. അതെല്ലാം കൂടെ സം ചെയ്യണം. ആൻ ഇലോങ്ങേറ്റഡ് എസ് ആൻഡ് സ്റ്റാൻഡ്സ് ഫോർ സമ്മേഷൻ. ആ ഡി എല്ലുകൾ ഇൻ ടു വിച്ച് ദ ഹോൾ ലൂപ്പ് ഈസ് ഡിവൈഡഡ്, അതെല്ലാം കൂടെ സം ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? മൊത്തം ലൂപ്പിൻ്റെ സർക്കംഫറൻസ് കിട്ടും, അതായത് 2 പൈ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് മേലെ 2 പൈ ഉണ്ട്, താഴെ 4 പൈ ഉണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 2 വരും. പിന്നെ ആർ ക്യൂബ് ഉണ്ട്, മേലെ എ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ദേ ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സി ഇത് സ്മോൾ എ ആണ്. ഓക്കെ, ഇത് എക്സ് ആണ്. സോ പൈത്താഗറസ് വെച്ച് ഇതെന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വരും. ഓക്കെ, 6. അപ്പോൾ നോക്കൂ, 6ന് പകരം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എഴുതി. പിന്നെ അത് ആർ ക്യൂബാണ്, റേസ് ടു 3 എഴുതി. കുഴപ്പമില്ലല്ലോ. ആ റൂട്ടിന് നമുക്ക് റേസ് ടു ഹാഫ് എന്ന് പറയാം. റേസ് ടു ഹാഫ് ഓൾ റേസ് ടു 3 പറഞ്ഞാൽ റേസ് ടു 3/2 വരും. അതാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, മ്യൂ 0 ഐ എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ദാറ്റ് ഈസ് ദ ഫീൽഡ് along its axis at a distance x from its center. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സി സെൻറ്ററിലെ ഫീൽഡ് കാണണമെങ്കിൽ ഈ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എക്സ് കുറഞ്ഞ് സെൻറ്ററിൽ എത്തുമ്പോൾ എക്സ് വിൽ ബിക്കം 0. അപ്പോൾ വെൻ യു പുട്ട് എക്സ് ഈക്വൽ ടു 0 യു വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ. ഓക്കെ, ഇതിനകത്ത് എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? അടിയിൽ എ ക്യൂബ് വരും, മേലെ എ സ്ക്വയർ ഉണ്ട്. അപ്പോൾ മ്യൂ 0 ഐ ഡിവൈഡ് ബൈ 2a വരും. ഓക്കെ, അത് നമുക്ക് നേരത്തെ കിട്ടിയ എക്സ്പ്രഷൻ തന്നെയാണ്. നമുക്ക് സി ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് അതിൻ്റെ ആക്സിസിൽ ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണിത്. ബി along the axis മ്യൂ 0 ഐ എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. അതിൽ എ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ റേഡിയസ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ഒബ്സർവേഷനിലേക്ക്, അതായത് എവിടെയാണോ നമ്മൾ ഫീൽഡ് കാണുന്നത് ആ പോയിന്റിലേക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫീൽഡ് കാണുന്നത് ആ പോയിന്റിലേക്ക് ഈ ലൂപ്പിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരമാണ് എക്സ്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, മ്യൂ 0 ഐ എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അതിൽ ആ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റൂട്ട്. ഓക്കെ, ഇതാണ് ആ ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് നമ്മൾ ആർ എന്ന് പറയുകയാണെങ്കിൽ this is equal to root of a square plus x square പറയാം. ഓക്കെ, അതാണ് ആ ഡിസ്റ്റൻസ്, എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇനി ഞാൻ മേലെയും താഴെയും 2 പൈ ചേർത്തു. അതേ ഡിനോമിനേറ്ററിൽ ഓൾറെഡി ഒരു 2 ഉണ്ട്. 2 പൈ ചേർക്കുമ്പോൾ എന്താവും? അത് 4 പൈ ആവും, മേലെ 2 പൈ വരും. ഓക്കെ, പിന്നെ നോക്കൂ, മ്യൂ 0 ബൈ 4 പൈ, പിന്നെന്താ 2i, പിന്നെ പൈ എ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 വരും. ഓക്കെ, അതിൽ ഈ പൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിൻ്റെ ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ പൈ എ സ്ക്വയറിന് പകരം ദേ ഇവിടെ ഏരിയ എഴുതിയിട്ടുണ്ട്, ഏരിയ. പിന്നെ കറണ്ട് ഞാൻ അതേപോലെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സി സപ്പോസ് ദിസ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ്. ആ എക്സ് ഈസ് മച്ച് ലാർജർ കമ്പയർഡ് ടു ദ റേഡിയസ് ഓഫ് ദ ലൂപ്പ്. റേഡിയസ് ഓഫ് ദ ലൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് എക്സ് വിചാരിക്കുക. അപ്പോൾ ഈ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ. അപ്പോൾ ഈ എക്സ് സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എ സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്യാം.
എ സ്ക്വയർ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്താ എക്സ് സ്ക്വയർ എന്ന് മാത്രം എഴുതാം. ഓക്കെ, ഇവിടെ ഈ ഏരിയയെ ഞാൻ ഏരിയ പൈ എ സ്ക്വയറിന് പകരമാണ് ഞാൻ ഏരിയ എടുത്തേ. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, ഏരിയ എ, റൈറ്റ്. എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ മാത്രം കൊടുത്താൽ എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 പറഞ്ഞാൽ എക്സ് ക്യൂബ് വരും. ഓക്കെ, ഇത് ഒരു ബാർ മാഗ്നറ്റാണ്. അതിൻ്റെ സൗത്ത് പോൾ ഉണ്ട്, നോർത്ത് പോൾ ഉണ്ട്. അതിൻ്റെ ആക്സിസിൽ നോക്കൂ, സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ, സി ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദി ബാർ മാഗ്നറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്, ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. അവിടുത്തെ ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണിത്. നമ്മളെ ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താ? 1/4πε0 2p/r³. പി പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ്. അവിടെ 1/4πε0യ്ക്ക് പകരം ഇവിടെ എന്താ? μ0/4π വരും. അവിടെ 2 ഡൈപോൾ മൊമെന്റിന് പകരം ഇവിടെ 2 മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റാണ് വരിക. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ ക്യൂബ്. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ അതേപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാക്കുന്ന ഫീൽഡും. പക്ഷെ ഇവിടെ ഈ സർക്കുലർ ലൂപ്പ് അതിന്റെ ആക്സിസിൽ ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഇതാ കിട്ടിയത്, ബി ആക്സിസ് ഈക്വൽ ടു μ0/4π. അതായത് ഇതേ μ0/4π. പിന്നെ 2 ഉണ്ട്. ഓക്കെ, പിന്നെ I ഇൻറ്റു എ, അതായത് കറണ്ട് ഇൻറ്റു ഏരിയ ഓഫ് ദ ലൂപ്പ്. ആ കറണ്ട് ഇൻറ്റു ഏരിയ ഓഫ് ദ ലൂപ്പ് കിടക്കുന്നത് നോക്കൂ, ഡൈപോൾ മൊമെന്റിന് പകരമാണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന് പകരമാണ് ആ കിടക്കുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ എക്സ് ക്യൂബ്. അതായത് ഫീൽഡ് എലോങ് ദി ആക്സിസ് ഓഫ് എ സർക്കുലർ ലൂപ്പ് ഓർ എ കറണ്ട് ലൂപ്പ് ഈസ് എക്സാക്ട്ലി സിമിലർ ടു ദ ഫീൽഡ് ഡ്യൂ ടു എ മാഗ്നറ്റിക് ഡൈപോൾ. ഒരു മാഗ്നറ്റിക് ഡൈപോൾ അതിൻ്റെ ആക്സിസിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് പോലെയാണ് ഒരു കറണ്ട് ലൂപ്പ് അതിൻ്റെ ആക്സിസിൽ ഉണ്ടാക്കുന്ന ഫീൽഡ്. സോ നമുക്ക് എന്ത് പറയാം? എ കറണ്ട് ലൂപ്പ് ആക്ട്സ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ദ ഏരിയ ഓഫ് ദ ലൂപ്പ്. ഈ കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യുക പറഞ്ഞാൽ, മാഗ്നറ്റിക് ഡൈപോളിനകത്ത് ഒരു നോർത്തും സൗത്തും വേണം. അപ്പോൾ കറണ്ട് ലൂപ്പിനകത്ത് ഒരു നോർത്തും സൗത്തും വേണം. ഈ കറണ്ട് ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു വയറ് നമ്മൾ ഇത് ഇങ്ങനെ ചുറ്റിയെടുത്ത് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നോർത്തും മറ്റേ സൈഡ് സൗത്തും ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഇവിടെ നോക്കൂ, കറണ്ട് കൗണ്ടർ ക്ലോക്ക് വൈസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, യു ഹാവ് ടു കേൾ ദ ഫിംഗേഴ്സ് ലൈക്ക് ദിസ്. അപ്പോൾ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇറങ്ങി വരിക നോർത്ത് നിന്നാണ്. മനസ്സിലായില്ല? അപ്പോൾ ഈ സൈഡിൽ നോർത്ത് ഉണ്ടാവും. കാരണം നോക്കൂ, കറണ്ട് ഇങ്ങനെയാണെങ്കിൽ തമ്പ് ഇങ്ങോട്ടാണ്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇവിടെ നോർത്ത് പോളാണ്. നോർത്തിൽ നിന്നാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തേക്ക് വരിക. ഇലക്ട്രിസിറ്റിയിലെ പോസിറ്റീവ് ചാർജിന് പകരം മാഗ്നറ്റിസത്തിൽ നോർത്ത് പോളാണ്. ഇലക്ട്രിസിറ്റിയിലെ നെഗറ്റീവ് ചാർജിന് പകരം ഇവിടെ സൗത്ത് പോളാണ്. അവിടെ ഡൈപോൾ മൊമെന്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് അലോങ് ദി ആക്സിസ് ഓഫ് ദ ഡൈപോൾ. ഇവിടെ ഡൈപോൾ മൊമെന്റ് സൗത്ത് ടു നോർത്ത് അലോങ് ദി ആക്സിസ് ഓഫ് ദി ബാർ മാഗ്നറ്റ്. ഓക്കെ, ഈ ബാർ മാഗ്നറ്റിനെയാണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡ് നിങ്ങളും ഞാനും കാണുന്ന ഈ സൈഡ് നോർത്തും ഇതിന്റെ പുറകിൽ സൗത്തുമാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നോക്കൂ, ഇങ്ങനെയാണ്. ഇവിടെ കറണ്ട് നോക്കൂ, ക്ലോക്ക് വൈസാ. അപ്പോൾ നോക്കൂ, തമ്പ അകത്തോട്ടാ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാ, ലൈൻസ് ഓഫ് ഫോഴ്സ് അകത്തേക്കാ. നമ്മൾ കാണുന്ന സൈഡിലോട്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് കയറി പോവാണ്. എങ്ങോട്ടാണ് കയറി പോവുക? സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കയറി പോവുക. അപ്പോൾ ഇവിടെ സൗത്താണ്. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നിങ്ങൾ ഇവിടെ അങ്ങ് എഴുതുക. എഴുതിയിട്ട് രണ്ടറ്റത്തും ആരോ ഇട്ട് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡിറക്ഷൻ കറക്റ്റ് ആവും. ഇവിടെ നോക്കൂ, ഞാൻ എഴുതി ഞാൻ വെറുതെ വളച്ചെഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾ സാധാരണ പോലെ എഴുതിയിട്ട് വളച്ചോ. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, ആ ആരോ രണ്ടറ്റത്ത് ഇവിടെ ഇട്ടു, അതാണ് നോക്കൂ, ഇവിടെ ഇട്ടു, റെഡിയാ. ഇനി അല്ലെങ്കിൽ എന്ന് എഴുതിയിട്ട് ഇവിടെ രണ്ടറ്റത്തും ആരോ ഇട്ട് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ അതേ ഡിറക്ഷനിലാണ് ഇത് വരിക. സോ എ കറണ്ട് ലൂപ്പ് ആക്ട്സ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ ബിക്കോസ് the intensity of magnetic field along the axis of a current loop is exactly similar to the field due to a magnetic dipole along its axis. അങ്ങനെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ, this is the magnetic field along the axis of a current loop at a distance x from its center. Suppose you want to find the magnetic field at the center and magnetic field at a point, at another point on its axis. സെൻറ്ററിലും പിന്നെ ആക്സിസിലെ മറ്റൊരു പോയിന്റിലും കാണണമെന്ന് വിചാരിക്കുക.
അപ്പോൾ ഈ സെൻറ്ററും ആക്സിസിലെ മറ്റൊരു പോയിന്റും തമ്മിലുള്ള വ്യത്യാസം എന്താ എക്സിൽ മാത്രമാണ്. സെൻറ്ററിൽ എക്സ് ഈക്വൾ ടു 0 ആണ്, വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ എക്സ് വിൽ ബി നോൺ സീറോ. എക്സ് മാത്രമേ മാറൂ, വേറൊന്നും മാറില്ല. അപ്പോൾ നോക്കൂ കേട്ടോ, സി ഈ എക്സ് വരുന്ന ടേം ഉണ്ടല്ലോ, അതായത് അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം സെയിം ആണ് വെൻ വി ടേക്ക് 2 പോയിന്റ്സ് അറ്റ് ദ സെൻറ്റർ ആൻഡ് ഓൺ ദ ആക്സിസ്. അപ്പോൾ ഓൾ അതർ ഫാക്ടേഴ്സ് ആർ കോൺസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് ടേം. ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ, ഇപ്പോൾ y പ്രൊപ്പോർഷണൽ ടു എക്സ് ആണെങ്കിൽ y1 by y2 equal to x1 by x2 വരും. y ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണെങ്കിൽ y1 by y2 equal to x2 by x1 എന്നാണ് വരിക. ഇവിടെ ഡിനോമിനേറ്ററിലാണ് നമ്മൾ ഈ ടേം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ബൈ സെക്കൻഡ് നമ്മൾ കാണുമ്പോൾ നമ്മളെന്താ ഈ ടേം എന്താ വരിക, സെക്കൻഡ് ബൈ ഫസ്റ്റ് എന്നാ വരിക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് സെൻറ്റർ ഡിവൈഡഡ് ബൈ ആക്സിസ്. സെൻറ്ററിൽ എക്സ് 0 ആണ്. ഓക്കെ, അതായത് 0 by നോൺ സീറോ. ഓക്കെ, സെൻറ്റർ ബൈ ആക്സിസ് ആ കാണുന്നത്. അപ്പോൾ ഇൻവേഴ്സ്ലി ആയത് കാരണം ആക്സിസ് ബൈ സെൻറ്ററാണ് വരിക. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ ആക്സിസ് ബൈ സെൻറ്റർ. ആക്സിസിൽ a² + x², സെൻറ്ററിൽ എന്താ x 0 ആണ്, അപ്പോൾ a² മാത്രം വരും, ഹോൾ റേസ് ടു 3/2. ഓക്കെ, ഇത് പലപ്പോഴും ഇതേപോലെ തന്നെ നമ്മളോട് ചോദിക്കാറുള്ളതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്നോ, ഇങ്ങനെ തന്നിട്ടുണ്ട്, വി ഹാവ് ടു ഫൈൻഡ് ദ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ. ഏറ്റവും വിശേഷപ്പെട്ട കാര്യം എന്താണെന്നറിയോ, എ കറണ്ട് എലിമെന്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് അലോങ് ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ സെൻറ്ററിലെ ഫീൽഡാണ് കാണണ്ടേ. അപ്പോൾ ഇങ്ങനെ വരുന്ന സാധനം ഉണ്ടല്ലോ, അത് ഈ സെൻറ്ററിൽ ഫീൽഡ് ഒന്നും ഉണ്ടാക്കില്ല. ഓക്കെ, ഇനിയിപ്പോൾ അതേപോലെ തന്നെ നോക്കൂ, ഇതിൻ്റെയും എലോങ് ഇറ്റ്സ് ലെങ്ത് ആണ് ഈ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടറും നമ്മളുടെ പോയിന്റ് ഓഫ് ഒബ്സർവേഷനിൽ ഫീൽഡ് ഒന്നും ഉണ്ടാക്കില്ല. ഓക്കെ, ഇനിയിപ്പോഴെന്താണോ, ഇത് മാത്രമാണ് ഫീൽഡ് ഉണ്ടാക്കുക. ഒരു ഫുൾ സർക്കിൾ ഉണ്ടാക്കുന്ന ഫീൽഡ് μ0I/2a. പക്ഷെ ഇവിടെ ഫുൾ സർക്കിൾ ഇല്ല, ഇവിടെ ഉള്ള ആംഗിൾ വെറും തീറ്റയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കാരണം നമ്മളെന്താ, ഓക്കെ, ഇൻറ്റു θ/2π. ഒരു ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, 2π റേഡിയൻ ഉണ്ടാക്കുന്നത് B0 വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഒരു റേഡിയൻ ഉണ്ടാക്കുന്നത് എന്താ, B0 / 2π. ഒരു റേഡിയൻ. അപ്പോൾ 2 റേഡിയൻ ഉണ്ടാക്കുന്നത് × 2, θ റേഡിയൻ ഉണ്ടാക്കുന്നത് × θ. ഓക്കെ, അതാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് B0. ഏതാ ഈ μ0I/2a, ദാറ്റ് ഈസ് B0. ഓക്കെ, അപ്പോൾ × θ/2π വരും. ഓക്കെ, ദിസ് വൺ. ഇനി ഇവിടെ നമ്മൾ വേറൊരു സാധനം ഞാനിപ്പോൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്, പിന്നെ 3/4 ഓഫ് എ ലൂപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്, റൈറ്റ്. അതിൽ ഈ സ്ട്രെയിറ്റ് ഇവിടുത്തെ ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ ലെങ്ത് വൈസ് ആണ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ ദിസ് പാർട്ട് ഓഫ് ദി കണ്ടക്ടർ വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി ഫീൽഡ് ഹിയർ. ഓക്കെ, അപ്പോൾ അവിടെ ആ പാർട്ട് ഫീൽഡ് ഒന്നും ഉണ്ടാക്കില്ല. ഓക്കെ, പിന്നെ ഈ ഇതുണ്ടല്ലോ 3/4 ഓഫ് ദി സർക്കിൾ, അത് ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ ഡിറക്ഷൻ നോക്കാം നമുക്ക്. അത് നോക്കൂ, ഇങ്ങനെയാണ്. അപ്പോൾ എലോങ് ദി ഔട്ട്വേർഡ് നോർമലാണ്. ഓക്കെ, ഔട്ട്വേർഡ് നോർമൽ മസ്റ്റ് ബി റെപ്രസെന്റഡ് ബൈ എ ഡോട്ട്. ഒരു ഫുൾ സർക്കിൾ ഉണ്ടാക്കുന്ന ഫീൽഡ് ഇതാണ് μ0I/2a. പക്ഷെ ഇവിടെ 3/4 ഉള്ളത്, അപ്പോൾ × 3/4 ചെയ്യുക എലോങ് ദി ഔട്ട്വേർഡ് നോർമൽ. പിന്നെ ഉള്ളത് എന്താണെന്നറിയോ, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇതൊരു സെമി ഇൻഫിനിറ്റ് ആണ്. സെമി ഇൻഫിനിറ്റ് ഉണ്ടാക്കുന്നത് എത്രയാണ്, μ0I/4πa ആണ്. ഓക്കെ, അതെങ്ങോട്ടാണ് നോക്കാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഹോൾഡ് ദിസ് കണ്ടക്ടർ. അല്ലേ, നിങ്ങൾ വലത് കയ്യിൽ ആ കണ്ടക്ടർ പിടിക്കുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, മേലുള്ള ഫീൽഡ് അങ്ങോട്ടാവും, താഴെയുള്ള ഫീൽഡ് ഔട്ട്വേർഡ് ആവും. ഓക്കെ, ഈ 3/4 ഓഫ് ദി സർക്കിൾ ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട്വേർഡ് ആണെന്നാ പറഞ്ഞേ. ഓക്കെ, നമ്മളുടെ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ മേലെയുള്ള ആ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ എവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡും ഔട്ട്വേർഡ്, ഈ 3/4 ഓഫ് ദി സർക്കിൾ ഉണ്ടാക്കുന്ന ഫീൽഡും ഔട്ട്വേർഡ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അതിൽ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്നത് എത്രയാണ്, μ0I/4πa, സെമി ഇൻഫിനിറ്റാ. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, ഇത് ഒരു അടിപൊളി പരിപാടിയാണ്. അതായത് ഇപ്പോൾ എന്താണെന്നോ, നമ്മളുടെ കയ്യിൽ ഒരു ലൂപ്പുണ്ട്. ഒരു നമ്മളുടെ ഇപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് വയർ ലൂപ്പ്. ഓക്കെ, ഫുൾ ലൂപ്പ് ഉണ്ട് ഇങ്ങനെ. ഓക്കെ, അതിൽ നമ്മൾ ഒരു സെൽ അങ്ങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സെൽ ക്യാൻ ബി ഓഫ് എനി വോൾട്ടേജ്. ഓക്കെ, അതിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആർബിട്രറി ആംഗിൾ തീറ്റയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ആ സെല്ലിൻ്റെ ടെർമിനൽസ് കണക്ട് ചെയ്ത പോയിന്റ്സ് ഉണ്ടല്ലോ, ഓക്കെ, ആ ആർക്ക് അത് ദേ ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ബാക്കിയുള്ള ഇതെന്തോ വരും, ഇത് 2π - തീറ്റ വരും. ഓക്കെ, അവിടെ ആ സെൻറ്ററിൽ ഉണ്ടാവുന്ന റിസൾട്ടൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ ഇതേ ഇവിടെ ഒരു ചെറിയ ആർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഒരു വലിയ ആർക്കും ഉണ്ട്. ഇവിടെ പോസിറ്റീവ് പോളിൽ നിന്ന് വരുന്ന കറണ്ട് ഉണ്ടല്ലോ, അത് ദേ ഇവിടെ വെച്ചിട്ട് നോക്കൂ, ഇങ്ങോട്ട് പോവും, അതുപോലെ തന്നെ ഇങ്ങോട്ടും പോവും. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ലൂപ്പ് ഉണ്ടാക്കുന്ന നോക്കൂ, ചെറിയ ലൂപ്പിൽ കറണ്ട് എങ്ങനെയാണ്. അപ്പോൾ ഈ ചെറിയ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട്വേർഡ് നോർമലാണ്. ഓക്കെ, ഇനി വലിയ ആർക്കാണെങ്കിലോ, വലിയ ആർക്ക് ദേ ഇങ്ങനെയാണ് നമ്മൾ കേൾ ചെയ്യേണ്ടത്. നോക്കൂ, ഇങ്ങനെ ക്ലോക്ക് വൈസാ, അപ്പോൾ അത് ഇൻവേർഡ് നോർമലാണ്. So field due to this longer arc at the center of the loop is along the invert normal, and field due to this shorter arc at the center is along the outward normal. അപ്പോൾ രണ്ടും ഒപ്പോസ് ചെയ്യും എന്നർത്ഥം. അപ്പോൾ റിസൾട്ടൻ ഫീൽഡ് കാണാൻ നമ്മൾ ഒന്നിൽ മറ്റത് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. നോക്കാം നമുക്കത്. അതിൽ ആ ഷോർട്ടർ ആർക്കിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1 വിചാരിച്ചോളൂ, അത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി B1 വിചാരിക്കുക. ഓക്കെ, ലോങ്ങർ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് B2 ആണ്, ഡ്യൂ ടു ദ കറണ്ട് I2. ഓക്കെ, അതിലെന്താണോ ഈ ഷോർട്ടർ ലൂപ്പും അതേപോലെ തന്നെ ഷോർട്ടർ ആർക്കും ലോങ്ങർ ആർക്കും എന്താ, ദേ ആർ കണക്റ്റഡ് ഇൻ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ദ വോൾട്ടേജ് അക്രോസ് ബോത്ത് ദ ആർക്ക് ഓർ ബോത്ത് ദ പാർട്ട് ഓഫ് ദാറ്റ് ലൂപ്പ് വിൽ ബി ദ സെയിം ആസ് ദി അപ്ലൈഡ് വോൾട്ടേജ്. ആ ചെറിയ ആർക്കിന് അക്രോസുള്ള വോൾട്ടേജ് V ആ, വലിയ ആർക്കിന് അക്രോസുള്ള വോൾട്ടേജും V ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ചെറിയ ആർക്കിലെ കറണ്ട് I1 ആണ്. അപ്പോൾ അതൊരു ഫുൾ സർക്കിൾ ആയിരുന്നെങ്കിൽ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന μ0 I1/2a, പക്ഷേ തീറ്റ ആംഗിളേ ഉള്ളൂ, അപ്പോൾ ഇൻറ്റു θ/2π. ഓക്കെ, ദാറ്റ് ഈസ് ഔട്ട്വേർഡ്സ് റെപ്രസെൻറ്റഡ് ബൈ ഡോട്ട്. ഇനി ആ ലോങ്ങർ ആർക്ക് ഉണ്ടാക്കുന്ന μ0 I2/2a, പിന്നെന്താ 2π - θ/2π, ദാറ്റ് ഈസ് അലോങ് ദ ഇൻവേർട്ട് നോർമൽ റെപ്രസെൻറ്റഡ് ബൈ ക്രോസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. I1 I2 അവിടെ നിൽക്കട്ടെ. ജനറലായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ആർക്കിലൂടെയുള്ള കറണ്ട് I ആണ്, അത് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ വിചാരിച്ചോളൂ, /2π. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, മേലെയും താഴെയും റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു A. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതുപോലെ ഈ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, അതുകൊണ്ടും മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഈ ആംഗിൾ ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ അത് ആർക്ക് ലെങ്താ. ഓക്കെ, ആർക്ക് ലെങ്ത്. ഈ ലാംഡ പറഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ആർക്ക് ലെങ്ത്, യൂണിറ്റ് ലെങ്ത്തിന്റെ റെസിസ്റ്റൻസ് ഇൻറ്റു ലെങ്ത്, അപ്പോൾ എന്താ കിട്ടുക, റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സാധനം റെസിസ്റ്റൻസാ. ഇനി ആ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട്, അതെന്താ, അത് ആ ആർക്കിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരിക, അതെ ഈ I θ A λ. ഓക്കെ, I θ A λ എന്ന് പറഞ്ഞാൽ അത് വോൾട്ടേജ് ആണ്, μ0V എന്ന് എഴുതി. പിന്നെ ഡിനോമിനേറ്ററിൽ എന്തൊക്കെ ഉണ്ടാവും, ഡിനോമിനേറ്ററിൽ 2a 2πa, അപ്പോൾ 4πa² വരും. ഓക്കെ, 4πa², അപ്പോൾ μ0V / 4πa². ഇനി ഇവിടെ രണ്ട് ആർക്കാണ് നമ്മളുടെ കയ്യിലുള്ളത്. അതിൽ ഓരോ ആർക്കും അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത് ഇതാ. ആ രണ്ട് ആർക്കിനും μ0 സെയിമാ, രണ്ട് ആർക്കിലും ഉള്ള വോൾട്ടേജ് V സെയിമാണ്, രണ്ട് ആർക്കിൻ്റെ റേഡിയസ് A സെയിമാണ്, ആൻഡ് ബോത്ത് ദ ആർക്സ് ഓർ ദ എൻറ്റയർ ലൂപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ യൂണിഫോം വയർ. അപ്പോൾ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് സെയിമാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ആർക്കും സെൻറ്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. അപ്പോൾ റിസൾട്ടൻ ഫീൽഡ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ തീറ്റ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ആൻ ആർബിട്രറി വാല്യൂ. എവിടെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാലോ, ഓക്കെ, ഒരു ഫുൾ ലൂപ്പിനെ ക്രോസ് നിങ്ങൾ ഈ തീറ്റയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, നോക്കൂ, അതാ തീറ്റ വരുന്നില്ലല്ലോ, ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ, തീറ്റ കൂടുമ്പോൾ നമ്മളിത് ഈ ന്യൂമറേറ്റർ കൂടും, ഫീൽഡ് കൂടും. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, തീറ്റ കൂടുമ്പോൾ ഈ ലെങ്ത് കൂടും, റെസിസ്റ്റൻസ് കൂടും, അപ്പോൾ കറണ്ട് കുറയും. ഓക്കെ, I1 കുറയും. അപ്പോൾ എനിവേ നമ്മൾ അത് എവിടെ കണക്ട് ചെയ്താലും, ഏത് രണ്ട് പോയിന്റ്സിനെ ക്രോസ് കണക്ട് ചെയ്താലും റിസൾട്ടൻ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ വിൽ ബി 0. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്നറിയോ, ദിസ് ഈസ് ഇവിടെ ഒരു സ്കെൽറ്റൻ ക്യൂബ് ഉണ്ട്, മെയ്ഡ് അപ്പ് ഓഫ് എ യൂണിഫോം റെസിസ്റ്റൻസ് വയർ. അപ്പോൾ ഓൾ ദി എഡ്ജസ് ആർ ഓഫ് ദ സെയിം റെസിസ്റ്റൻസ്
and see two or a cell is connected across its solid diagonal. അപ്പോൾ ഇവിടുന്ന് കറണ്ട് സിമെട്രിക്കൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ക്യൂബ് എന്നാണ്. അതിൽ ഇത് ഉണ്ടാക്കുന്ന സെൻറ്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈക്വൽ ആവും, ഓപ്പോസിറ്റ് ആവും, ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇനി അതേപോലെ ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു ഇത് എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഇത് ഉണ്ടാക്കുന്ന ഫീൽഡ് ഉണ്ടല്ലോ, ദിസ് വിൽ ബി ക്യാൻസൽഡ് ബൈ ദ ഫീൽഡ് ഡ്യൂ ടു ദിസ്. ഓക്കെ, ഇനി നമുക്ക് ദ ഫീൽഡ് ഡ്യൂ ടു ദിസ് വിൽ ബി ക്യാൻസൽഡ് ബൈ ദ ഫീൽഡ് ഡ്യൂ ടു ദിസ്. ഓക്കെ, കാരണം എന്താ, ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. ഇനി നമുക്ക് എന്ത് പറയാം, ഇവിടെ ഫീൽഡ് ഡ്യൂ ടു ദിസ് വിൽ ബി ക്യാൻസൽഡ് ബൈ ദ ഫീൽഡ് ഡ്യൂ ടു ദിസ്. ഓക്കെ, ഇനി നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാന്നറിയോ, ഇവിടെ field due to this will be cancelled by the field due to this. അപ്പോൾ resultant field at the center will be 0. ഓക്കെ, പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ പറയുക, താഴെ കാണിച്ചിരിക്കുന്നത് നോക്കൂ, രണ്ട് സർക്കുലർ ലൂപ്സ് ഉണ്ട്. their planes are mutually perpendicular. and what is the resultant magnetic field intensity at their common center? ഓക്കെ, അപ്പോൾ അതിൽ ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഈ ലൂപ്പ്, ഓക്കെ, അത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഹൊറിസോണ്ടൽ ലൂപ്പ്, അത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫീൽഡ് ഇങ്ങോട്ടും അടുത്ത ഫീൽഡ് ഇങ്ങോട്ടും പോവാം. ദീസ് ടു ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, ഒരെണ്ണം ഉണ്ടാക്കുന്ന μ0 I1/2a, രണ്ടാമത് μ0 I2/2a. ഒന്ന് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലാണ്, സോ ഇറ്റ്സ് റെപ്രസെന്റഡ് ബൈ I cap. ഓക്കെ, ദ അതർ വൺ ഈസ് പോസിറ്റീവ് വൈ ഡിറക്ഷൻ, സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ J cap. അപ്പോൾ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ കോമൺ ഫാക്ടർ ഞാൻ പുറത്തെടുത്തു, μ0 I/2a, I1 I cap പ്ലസ് I2 J cap. മാഗ്നിറ്റ്യൂഡ് കാണണം. ഈ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ റൂട്ട് ഓഫ് എന്താ പറയുക, എക്സ് കമ്പോണൻറ്റ് സ്ക്വയർ പ്ലസ് വൈ കമ്പോണൻറ്റ് സ്ക്വയർ ആണ്. കോമൺ ഫാക്ടർ പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതിനെ പ്രോസസ് ചെയ്യുക. Okay, so this will be the magnitude of the resultant intensity of magnetic field at their common center. നോക്കൂ, ഇവിടെ we are going to find the intensity of magnetic field inside a long solenoid. Okay, ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ സാധാരണ നമ്മളുടെ കോയിലുമുണ്ട്, സോളിനോയിഡും ഉണ്ട്. ഈ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ലൈക്ക് എ മൊസ്കിറ്റോ കോയിൽ. അത് മീൻസ് അതൊരു പ്ലെയിനിൽ കിടക്കുക ചെയ്യുക കുറേ ടേൺസ് ആയിട്ട്. അതിൽ മൊസ്കിറ്റോ കോയിലിന് എന്താണെന്നറിയോ, ഓരോ ടേണിൻ്റെ റേഡിയസ് ഡിഫറെൻറ്റാണ്. പക്ഷേ സാധാരണ നമ്മൾ ഫിസിക്സിൽ ഇപ്പോൾ കോയിൽ എന്ന് പറയുമ്പോൾ എല്ലാ ടേണിൻ്റെയും റേഡിയസ് സെയിമാണ്. അതായത് ഇപ്പോൾ ഇൻസുലേറ്റഡ് കോപ്പർ വയർ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വിചാരിക്കുക, എല്ലാതിൻ്റെയും റേഡിയസ് സെയിം അല്ലേ? ഓക്കെ, അങ്ങനെ എടുക്കാം, അതാണ് കോയിൽ. പക്ഷേ നമ്മൾ കോയിൽ എന്ന് പറഞ്ഞാൽ അതാണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മറ്റേ ബോൾ പോയിന്റ് പെന്നിൻ്റെയൊക്കെ സ്പ്രിങ് ഉണ്ടാവുമല്ലോ, അതായത് ഇങ്ങനെ നീളത്തിൽ. ഓക്കെ, അതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഈ സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്രിങ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എയറാണ്. ഇറ്റ് ഈസ് കോൾഡ് എയർ കോർഡ് സോളിനോയിഡ്. ഇനി അതിൻ്റെ ഉള്ളിൽ അയൺ ആണെങ്കിൽ അയൺ ആണ് കോർ, CORE കോർ. ഇവിടെ എയർ ആണ് കോർ. ഓക്കെ, അപ്പോൾ ഇവിടെ ദിസ് എന്താ പറയുക, N ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സ്മോൾ n, അത് ഞാനിവിടെ എഴുതാം. സ്മോൾ n ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് per unit length. Number of turns per unit length. Okay, small n. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു കോയിൽ അതിൻ്റെ ആക്സിസിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, μ0 I² ഡിവൈഡ് ബൈ 2a² പ്ലസ് x² ഹോൾ റേസ് ടു 3/2 ഒരു ടേൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് x ആണ്. അപ്പോൾ അവിടുന്ന് ഒരല്പം കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ സ്മോൾ ഇൻക്രിമെന്റ് ഇൻ എക്സ്. ഈ സ്മോൾ ഇൻക്രിമെന്റ് ഇൻ എക്സ് ഷുഡ് ബി റെപ്രസെന്റഡ് ബൈ dx. യൂണിറ്റ് ലെങ്ത്തിൽ n ടേൺസ് ആണ്. അപ്പോൾ നമ്മളിത് ഈ dx ലെങ്ത്തിൽ എത്ര ടേൺസ് ഉണ്ടാവും, n dx ടേൺസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് ടേൺസ് n dx ഇവിടെ. ഓക്കെ, അതിൽ ഒരു ടേണ് നോക്കൂ, എക്സ് ഡിസ്റ്റൻസ് അകലെ ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ എക്സ്പ്രഷൻ ആണ് μ0 I a² ഡിവൈഡ് ബൈ 2a² പ്ലസ് x² ഹോൾ റേസ് ടു 3/2.
ഇവിടെ ഒരു ടേൺ ആണെങ്കിൽ അത് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ്. ഇത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തതാ. ഓക്കെ, ഇനി അങ്ങനെ ഇത്രയും ടേൺസ് ആണുള്ളത്. അപ്പോൾ ഈ ഇത്രയും ടേൺസ് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണിത്. ഓക്കെ, അതിൽ ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഈ സോളിനോയിഡിന്റെ റേഡിയസ് ആണ് എ. ഈ ആംഗിൾ ഫൈ വിചാരിച്ചു. അപ്പോൾ എ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ദാറ്റ് വിൽ ബി ടാൻ ഫൈ. ഇത് ഇവിടെ നോക്കൂ, എ ബൈ എക്സ് ഈക്വൽ ടു ടാൻ ഫൈ. അപ്പോൾ എക്സ് ഈക്വൽ ടു എ ബൈ ടാൻ ഫൈ എന്ന് വരും. അതായത് എക്സ് ഈക്വൽ ടു എ കോട്ട് ഫൈ വരും. ഓക്കെ, രണ്ട് സൈഡിലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഫൈ. അപ്പോൾ ഡി എക്സ് ബൈ ഡി ഫൈ ഈക്വൽ ടു എ കോട്ട് ഫൈയുടെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് കൊസീക്കൻ സ്ക്വയർ ഫൈ. അപ്പോൾ എന്താ വരിക? ഡി എക്സ് ബൈ ഡി ഫൈ ഈക്വൽ ടു മൈനസ് എ കൊസീക്കൻ സ്ക്വയർ ഫൈ. ഓക്കെ, അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു എന്താ വരിക? മൈനസ് എ കൊസീക്കൻ സ്ക്വയർ ഫൈ ഡി ഫൈ. ഓക്കെ, ആ ഡി എക്സിന് പകരം ഞാൻ അത് കൊടുക്കാൻ പോവാണ്. ഈ ഡി എക്സിന് പകരം ഇത് കൊടുക്കും. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഡി ബി ഈക്വൽ ടു നോക്കൂ μ0 I a സ്ക്വയർ ഡിവൈഡ് ബൈ 2. നോക്കൂ, എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ടല്ലോ. ഈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആർ അല്ലേ? ആർ ഈക്വൽ ടു ഇവിടെ പൈത്താഗറസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അതായത് ആർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അപ്പോൾ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ആർ ക്യൂബ് വരും. ഓക്കെ, ഹോൾ റേസ് ടു 3/2 പറഞ്ഞാൽ ആർ ക്യൂബ് വരും. അപ്പോൾ അതിന് പകരം ഞാൻ ആർ ക്യൂബ് എഴുതി, പിന്നെ ഈ എൻ എഴുതി, പിന്നെ ഈ ഡി എക്സിന് പകരമുള്ളത് മൈനസ് എ കൊസീക്കൻ സ്ക്വയർ ഫൈ ഡി ഫൈ എഴുതി. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ മേലെ ഒരു എ സ്ക്വയർ ഉണ്ട് അല്ലേ? പിന്നെ ഒരു എയും ഉണ്ട്. അപ്പോൾ ആ എ സ്ക്വയറും എയും കൂടെ ചേരുമ്പോൾ എന്താവും? ഇവിടെ ഒരു എ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്. അതെന്താ? എ ക്യൂബായി. എ ക്യൂബും ഉണ്ട്, ഇവിടെ അടിയിലൊരു ആർ ക്യൂബും ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം? എ ബൈ ആർ ഹോൾ ക്യൂബ് എന്ന് പറയാം. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, എ ബൈ ആർ ഹോൾ ക്യൂബ്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനി മൈനസ് കൊസീക്കൻ സ്ക്വയർ ഫൈ ഉണ്ട്. ഓക്കെ, മൈനസ് കൊസീക്കൻ സ്ക്വയർ ഫൈ ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ നോക്കൂ, വാട്ട് ഈസ് എ ബൈ ആർ? അത് ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കുക. ഓക്കെ, അതിൽ ഈ ഫൈ ഉണ്ടല്ലോ, ഫൈ. ആ ഫൈയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എ, ഹൈപ്പർട്ടിനിയസ് ആണ് ആർ. അപ്പോൾ എ ബൈ ആർ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സൈൻ ഫൈ. എ ബൈ ആർ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സൈൻ ക്യൂബ് ഫൈ. ഈ കൊസീക്കൻ സ്ക്വയർ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 സൈൻ സ്ക്വയർ ഫൈ ആ. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, ഇത് സൈൻ ക്യൂബ് ഫൈ, ഇതെന്താ? കൊസീക്കൻ സ്ക്വയർ ഫൈ. അപ്പോൾ ആ കൊസീക്കൻ സ്ക്വയർ ഫൈയും സൈൻ ക്യൂബ് ഫൈയിലെ രണ്ട് സൈനും പോവും. ബാക്കി ഇവിടെ എന്താ വരിക? ഒരു മൈനസ് സൈൻ ഫൈ ആ വരിക. ഇവിടെ സൈൻ ക്യൂബ് ഫൈ, കൊസീക് സ്ക്വയർ ഫൈ. അപ്പോൾ ഒരു മൈനസ് സൈൻ ഫൈ മാത്രം ബാക്കി ഉണ്ടാവും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, മൈനസ് സൈൻ ഫൈ ഡി ഫൈ. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണെന്നറിയോ? ഈ ഒരു എലിമെന്റ് ഡി എക്സ് ലെങ്ത്തുള്ള ഒരു എലിമെന്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഡി ബി. ഓക്കെ, ഡി ബിയുടെ എക്സ്പ്രഷൻ ഇതാ. പക്ഷെ ഞാനിത് ഇവിടെ ഒരു എലിമെന്റ് എടുക്കുക, നോക്കൂ, ഇവിടെ എലിമെന്റ്, അങ്ങനെ എലിമെന്റ് എടുത്ത് ഈ അറ്റം വരെ വരണ്ടേ? ഓരോ എലിമെന്റും എടുത്ത് അതൊക്കെ ഉണ്ടാക്കുന്ന ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന എലിമെന്റ് എവിടെയാവും? ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കണം. അത് ഇതാവും ആംഗിള്. ഓക്കെ, ദാറ്റ് വിൽ ബി ആംഗിൾ φ1. ഇനി ലാസ്റ്റ് എടുക്കുന്ന എലിമെന്റ് എന്താവും? അത് ഈ അറ്റത്താവും. ഓക്കെ, അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ബി ആംഗിൾ φ2. ഓക്കെ, നോക്കൂ, ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് എടുക്കുന്നത്, ഇതും അങ്ങോട്ടാണ് എടുക്കുന്നത്. അതായത് φ1ഉം φ2 ഒരേ ഡിറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ മൈനസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഒരേ ഡിറക്ഷനിലാണ്. നോക്കൂ, φ1 അങ്ങോട്ട്, φ2ഉം അങ്ങോട്ട്, കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ദിസ് ഈസ് ടു ബി ഇവാലുവേറ്റഡ് ഫ്രം φ1 ടു φ2. ഓക്കെ, ഇനി ഈ മൈനസ് സൈൻ ഫൈയുടെ ഇന്റഗ്രൽ എന്താ? മൈനസ് സൈൻ ഫൈയുടെ ഇന്റഗ്രൽ പറഞ്ഞാൽ കോസ് ഫൈ ആ. ഓക്കെ, അപ്പോൾ നോക്കൂ, ആ മൈനസ് സൈൻ ഫൈയുടെ ഇന്റഗ്രൽ കോസ് ഫൈ ടു ബി ഇവാലുവേറ്റഡ് ഫ്രം φ1 ടു φ2. ഈ φ1ന് ലോവർ ലിമിറ്റ് എന്നും φ2ന് അപ്പർ ലിമിറ്റ് എന്നും പറയുക. ഈ വേരിയബിൾ ഇവിടെ കോസ് ഫൈ ആ. ഓക്കെ, അതിന് ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? കോസ് φ2 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുക, അപ്പോൾ കോസ് φ1 വരും. അപ്പർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂവിൽ നിന്ന് ലോവർ ലിമിറ്റ് കൊടുത്ത് കിട്ടുന്ന വാല്യൂ സബ്ട്രാക്ട് ചെയ്യണം. അതാണ് കോസ് φ2 മൈനസ് കോസ് φ1. ഓക്കെ, അപ്പോൾ നമുക്ക് ബി ഈക്വൽ ടു μ0 ni ഡിവൈഡ് ബൈ 2 കോസ് φ2 മൈനസ് കോസ് φ1 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു സോളിനോയിഡ് അതിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണോ, ഇതിപ്പോൾ സോളിനോയിഡാ. ആ ടേൺസ് ഞാനിത് ഇങ്ങനെ നേരത്തെ അവിടെ വരച്ചില്ലേ, അത് ഞാനിപ്പോൾ ഇവിടെ വീണ്ടും വരയ്ക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതേപോലെ ഇങ്ങനെ ടേൺസ്. ഓക്കെ, അതിവിടെ ഉണ്ട്. ഞാൻ ഇവിടെ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ
ഇവിടെ ഈ സോളിനോയിഡ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് യൂണിഫോം ആണ്. ഈ യൂണിഫോം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നറിയോ? ദാ ഇവിടുന്ന് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇത് ഇങ്ങനെ പാരലൽ ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അതായത് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് ഈസ് യൂണിഫോം എന്താ ഇൻസൈഡ് ദ സോളിനോയിഡ്. സോളിനോയിഡിൻ്റെ ഉള്ളിൽ യൂണിഫോമാണ്. ആൻഡ് ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ ഔട്ട്സൈഡ് എന്നാ. അതായത് ഈ റീജിയനിലെ പുറത്ത് നെഗ്ലിജിബിളാ, കാര്യമായിട്ടുള്ള ഫീൽഡ് ഇല്ല. ഇവിടെയും നെഗ്ലിജിബിളാ, കാര്യമായിട്ടുള്ള ഫീൽഡ് ഇല്ല. ഓക്കെ, ഉള്ളത് എവിടെയാ ഉള്ളത്? അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ആ ഉള്ളിലുള്ള ഫീൽഡ് ഓൾമോസ്റ്റ് യൂണിഫോം ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സപ്പോസ് ദ സോളിനോയിഡ് ഈസ് ഇൻഫിനിറ്റ്ലി ലോങ്. ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താണെന്നറിയോ? ഈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നീളുണ്ടെങ്കിൽ ഇങ്ങനെ പോവുക. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ഇതേ ഇത്രയും വരും. മനസ്സിലായില്ലേ? ഇനിയും കുറച്ചുകൂടെ അങ്ങോട്ടുണ്ട് വിചാരിക്കുക. ഓക്കെ, അപ്പോഴെന്താ ആ ആംഗിൾ കുറച്ചുകൂടെ കൂടും. ഇഫ് ഇറ്റ് മീറ്റ്സ് ദ സോളിനോയിഡ് ഓൺലി അറ്റ് ഇൻഫിനിറ്റി, അപ്പോൾ ഈ 5 എന്നുള്ളത് 180 ഡിഗ്രി വരും ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ. അതുപോലെ ഇങ്ങോട്ട് ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ 5 = 0 വരും. അപ്പോൾ ഇഫ് ദ സോളിനോയിഡ് ഈസ് ഇൻഫിനിറ്റ്ലി ലോങ് ആൻഡ് ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ, അതായത് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് നടുക്കാണെങ്കിൽ 1 = 180, 2 = 0. ഓക്കെ, അപ്പോൾ ദാ ഫോർ ഇൻഫിനിറ്റ്ലി ലോങ് 1 = 180, 2 = 0. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് B = μ0 NI/2 എന്ത് വരും? 1 - -1. അത് എത്ര വരും? 1 - -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരും. ഓക്കെ, 1 - -1. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് വൃത്തിക്ക് വേണമെങ്കിൽ എഴുതാം. 1 - -1. ഓക്കെ, അപ്പോൾ 2. ആ 2ഉം 2ഉം കട്ടായി കഴിഞ്ഞാൽ μ0 NI വരും. ഇനി ഈ നമ്മളുടെ സോളിനോയിഡ് സെമി ഇൻഫിനിറ്റ് ആണെന്ന് വിചാരിച്ചു. അതായത് ഇവിടെ ഒരറ്റത്താണ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ, ഇവിടുന്ന് അങ്ങോട്ട് ഇൻഫിനിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് 1 = 90 ആണ്, 2 = 0 ആണ്. ഓക്കെ, അപ്പോൾ cos 0 - cos 90 എന്താ? 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത്? μ0 NI/2. അതായത് ഒരു സോളിനോയിഡിൻ്റെ സെൻറ്ററിലുള്ള ഫീൽഡിൻ്റെ പകുതിയെ ഒരറ്റത്തുണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ അതെ ഫീൽഡ് ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ഈസ് നെഗ്ലിജിബിൾ ആൻഡ് ഫീൽഡ് ഇൻസൈഡ് ഈസ് യൂണിഫോം. നെക്സ്റ്റ് മാഗ്നറ്റിക് ഫോഴ്സ്, അതായത് ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ്. ഇപ്പോൾ ഇവിടെ എന്താണെന്നറിയോ? നോക്കൂ, ഇത് നമ്മളൊരു ബുക്ക് ഇങ്ങനെ തുറന്നു വെച്ച പോലെയുണ്ട്. അപ്പോൾ അതിൽ ഇതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതൊരു വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ അങ്ങോട്ടുണ്ട്, ഹൊറിസോണ്ടലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടുണ്ട്. പാർട്ടിക്കിളിനെ നമ്മളിത് ഇങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. വിത്ത് എ വെലോസിറ്റി v അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡിറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്സ്. ഓക്കെ, അപ്പോൾ എ ചാർജഡ് പാർട്ടിക്കിൾ മൂവിങ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ഇറ്റ്സ് കോൾഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ആ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ F or the magnitude of that force is directly proportional to the charge, the speed of the particle, field intensity and the sign of the angle between the velocity and field vectors. Proportionality മാറ്റി equal to ആക്കുമ്പോൾ we have to put a constant of proportionality. Okay, ഇവിടെയും എന്താ? It depends on the system of units as well as on the medium in which the charge is moving. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ K = 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? F = QV×B പറയാം. ഓക്കെ, QV×B. അതിൽ അപ്പോൾ ദിസ് ഗീവ്സ് ദ ഡിറക്ഷൻ ഓൾസോ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ V×B എങ്ങോട്ടാണോ അങ്ങോട്ടാ ഫോഴ്സ്. V×B will be perpendicular to the plane containing V and B. അതായത് ഫോഴ്സ് will be perpendicular to velocity as well as magnetic field. വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. അതിന് പെർപെൻഡിക്കുലറാ ഫോഴ്സ്. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓരോ ഇൻസ്റ്റൻറ്റിലും പെർപെൻഡിക്കുലറാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റിൽ ഒരു വർക്കും ഉണ്ടാവില്ല. ഇതുവരെ ഒരു വർക്കും ചെയ്യാത്ത രണ്ട് ഫോഴ്സേ ഉള്ളൂ. ഒന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സും പിന്നെ ഈ സാധനമാണ്. ഓക്കെ, ഇവിടെ ഫോഴ്സ് ആൻഡ് വെലോസിറ്റി ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ പവർ എന്താവും? F.V. അത് തീർച്ചയായിട്ടും 0 ആയിരിക്കും എപ്പോഴും. പിന്നെ വെലോസിറ്റി ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ്. വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ടാ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഈസ് ഓൾവേസ് 0. ഓക്കെ, നെക്സ്റ്റ് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ത്രൂ എ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്. നേരത്തെ എന്താ പറയുന്നറിയോ? വെലോസിറ്റിയും ഫോഴ്സും എപ്പോഴും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഈ വെലോസിറ്റിയും ഫോഴ്സും എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. ഇതുവരെ ഒരു വർക്കും ചെയ്യാത്ത ഫോഴ്സ്, ഇതും സെൻട്രിപെറ്റൽ ഫോഴ്സേ ഉള്ളൂ. അപ്പോൾ ഈ ഫോഴ്സിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, see there is a uniform transverse magnetic field and that field is represented by crosses. Cross which represent ചെയ്തിട്ടുണ്ട്, means along the invert normal. ഓക്കെ, ഇവിടുന്ന് ഒരു പാർട്ടിക്കിൾ, ഒരു ക്യൂ ചാർജ് ഉള്ള എം മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ഞാനിതേ ഇവിടുന്ന് ഫയർ ചെയ്യുകയാണ്. ഇവിടെ ചാർജ് ക്യൂ ആണ്, മാസ് എം ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മൂവ് ഇൻ എ സർക്കിൾ. ഓക്കെ, കാര്യം എന്താ, ഈ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഇവിടുന്ന് ഫോഴ്സ് എന്താ, ഇവിടുത്തെ ഫോഴ്സ് ഇതേ ഇങ്ങനെ അങ്ങോട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഓരോ പോയിന്റിലെയും ഫോഴ്സ് എന്താ, വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇറ്റ് വിൽ ടേൺ ദ പാർട്ടിക്കിൾ ഇൻ എ സർക്കിൾ. ഓക്കെ, ഇൻ ദിസ് കേസ് ദ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, ഇനി ആ ഫോഴ്സ് ഞാനിപ്പോൾ എന്തേ അങ്ങോട്ട് സെൻറ്ററിലേക്ക് മാർക്ക് ചെയ്തു. അത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് അറിയണോ? നോക്കൂ, വി ക്രോസ് ബി എന്നാണ് പറഞ്ഞത്, വി ക്രോസ് ബി. അതിൽ വി എങ്ങോട്ടാ, വി എന്ന് പറഞ്ഞാൽ ദേ വി ഇങ്ങോട്ടാ, വി അങ്ങോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടാ. പ്ലീസ് ലിസൺ, ദാ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്, വെലോസിറ്റി അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നോക്കൂ, വിയിൽ നിന്ന് ബിയിലേക്ക് ടേൺ ചെയ്യണം. അപ്പോൾ വി അങ്ങോട്ടാ, ബി ഇങ്ങോട്ടാ. അപ്പോൾ വിന്ന് ബിയിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നോക്കൂ, ഫോഴ്സ് മേലോട്ടാ. അതാണ് ഇപ്പോൾ ഞാനിത് ഇവിടെ ഫോഴ്സ് ഇങ്ങോട്ട് ഇതാക്കി. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ടേൺ ദറ്റ് പാർട്ടിക്കിൾ ഇൻ എ സർക്കിൾ. അപ്പോൾ നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r = qvb. ഓക്കെ, വി രണ്ട് സൈഡിലും ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കളയാം. ഓക്കെ, v² ഒരെണ്ണം, വിയും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് r = mv/qb. അതിൽ ആ mv എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ദ ലീനിയർ മൊമെന്റം p / qb. ഓക്കെ, ഈ ലീനിയർ മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതെന്താ, ലീനിയർ മൊമെന്റം =√2 ഇൻറ്റു മാസ് ഇൻറ്റു കൈനറ്റിക് എനർജി ക്യാപിറ്റൽ E. ഓക്കെ, അപ്പോൾ /q ഉണ്ട്, പിന്നെന്താ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ഒമേഗ ആംഗുലർ വെലോസിറ്റി പറഞ്ഞാൽ എന്താ, v/r. ഓക്കെ, അപ്പോൾ v/r എന്താ വരിക, qb/m വരും. ഓക്കെ, ഇവിടുന്ന് നോക്കൂ, qb അങ്ങോട്ട് കൊണ്ടുപോവുക, m അങ്ങോട്ട് കൊണ്ടുവരിക, v/r qb/m വരും. ഓക്കെ, പീരീഡ് t = 2π/ω. 2π/ω അതിനെ നമുക്ക് എന്താ എഴുതാം, 2π ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2πm/qb വരും. ദാറ്റ് ഈസ് ദ പീരിയഡ്സ്. Reciprocal of the period is called a frequency. Nu = 1/t ആണ്. അപ്പോൾ nu = നമുക്ക് എന്താ, qb / 2πm എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് see if velocity and magnetic field are collinear, അപ്പോൾ v cross b എന്താവും, v cross b 0 ആവും. അതായത് whenever a particle is moving along the direction of the magnetic fields, it will not experience any magnetic force. ഈ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷനിലുള്ള അതേ ഡിറക്ഷനിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും ഒരേ ലൈനിലാണെങ്കിൽ, കൊളീനിയർ ആണെങ്കിൽ ഒരു ഫോഴ്സും ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ്, മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ത്രൂ ആൻ ഓബ്ലിക് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഓബ്ലിക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുണ്ടേ വിചാരിച്ചോളൂ. അപ്പോൾ പാർട്ടിക്കിളിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, അതായത് ഫീൽഡ് ഇങ്ങനെ ഹൊറിസോണ്ടൽ, പാർട്ടിക്കിൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m and charge q ഈസ് പ്രൊജക്റ്റഡ് with a velocity v at an angle theta with the direction of uniform magnetic field of intensity capital B. Okay, now this velocity vector can be resolved into two components. Adil v cos theta along the direction of the magnetic field and v sin theta perpendicular to the direction of the magnetic field. See, if the velocity and magnetic field are collinear, force will be 0. അതായത് there will not be any magnetic force on the particle due to the component of velocity v cos theta അല്ലേ. ആ v cos theta is directed along the magnetic field. അപ്പോൾ there is no force due to the component v cos theta. ഈ v sin theta എന്താ, it is perpendicular to the magnetic field. So it will take the particle in a circular path. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങോട്ടാണെന്നുള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാ, ഇപ്പോൾ വരച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, വെലോസിറ്റി ഇങ്ങോട്ടാ. നമുക്ക് വേണ്ട എന്താ, വി ക്രോസ് ബി ആ. വിയിൽ നിന്ന് ബിയിലേക്ക് വലത് കൈ കേൾ ചെയ്യണം. ഇത് വി, ഇത് ബി. അപ്പോൾ വി ക്രോസ് ബി പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടാ. വി സൈൻ തീറ്റ എങ്ങനെ, അതിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേൺ ലൈക്ക് ദിസ്, ഇങ്ങനെ. അപ്പോൾ വി സൈൻ തീറ്റ മാത്രമായിരുന്നെങ്കിൽ ഇതിങ്ങനെ കറങ്ങും.
Okay, so v sin theta will turn the particle in a circle like this. At the same time, there is a velocity v cos theta which is constant and directed along the magnetic field. So v sin theta will turn the particle in a circle. At the same time, the particle will be moving with a velocity v cos theta along the direction of the magnetic fields. So it follows a path like this. Adana nammal paraya helix na paraya. Okay, the v sin theta ingane force angotte, appo it will turn like this. Okay, v cos theta will take the particle along the direction of the field. Adile ee circular motion undallo, നേരത്തെ നമ്മൾ ചെയ്തത് v ആയിരുന്നു സ്പീഡ്, ഇവിടെ അതിന് പകരം എന്താ v sin theta ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ദ സർക്കിൾ കാണാൻ ഒന്നുമില്ല. സി വി വിൽ ഹാവ് ടു റീപ്ലേസ് v വിത്ത് v sin theta. കാരണം ഇവിടെ സർക്കിളിൽ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താ, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അത് v sin theta. റേഡിയസ് r ഈക്വൽ ടു m, വിക്ക് പകരം ഞാൻ v sin theta കൊടുത്തു ബൈ ക്യൂബ്, കുഴപ്പമില്ല. Now it moves in the circle with a speed v sin theta. So the angular velocity will be speed divided by radius. Speed v alla, circle move in the speed v sin theta. So angular velocity will be omega equal to v sin theta over r. So it is qb by m. Okay, ഇനി എന്താണെന്നറിയോ, നമ്മൾ സ്ക്രൂ ഗേജിനകത്ത് നമ്മൾ പിച്ച് കണ്ടിട്ടുണ്ട്. അവിടെ പിച്ച് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ അറിയോ, ഈ സ്ക്രൂ നമ്മൾ ഒരു ഫുൾ റൊട്ടേഷനിൽ അതിൻ്റെ ടിപ്പ് എത്ര അഡ്വാൻസ് ചെയ്തു എന്ന്, അതാണ് പിച്ച്. സാധാരണ ഒരു ഫുൾ റൊട്ടേഷനിൽ ഇത് അഡ്വാൻസ് ചെയ്യുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ മാത്രം ഉണ്ടാവില്ല, വളരെ ചെറുതാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിത് 5 തവണ റൊട്ടേറ്റ് ചെയ്യും. 5 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൊട്ടേഷനിൽ ഇത് എത്ര അഡ്വാൻസ് ചെയ്യുന്നു കിട്ടും, അതാണ് പിച്ച്. എല്ലാ സ്ഥലത്തും പിച്ച് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഒരു ഫുൾ റൊട്ടേഷനിൽ എത്ര അഡ്വാൻസ് ചെയ്തു. ഇവിടെ എന്താണെന്നോ, സി പാർട്ടിക്കിൾ ഈസ് റിവോൾവിംഗ് ലൈക്ക് ദിസ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് അഡ്വാൻസസ് ഓർ മൂവ്സ് ഫോർവേഡ്സ്. അപ്പോൾ സി ഹൗ ലോങ് ഇറ്റ് വിൽ മൂവ് ഫോർവേഡ് ഡ്യൂറിങ് 1 റെവല്യൂഷൻ, അതാണ് പിച്ച്. അതായത് ഒരു ഫുൾ റെവല്യൂഷൻ്റെ സമയം കൊണ്ട് ഇത് എത്ര മുന്നോട്ട് പോകും. ഒരു ഫുൾ റെവല്യൂഷൻ എടുക്കുന്ന സമയം എന്താ, ദാറ്റ് ഈസ് ദ പീരിയഡ്. പീരിയഡ് എന്താ, t ഈക്വൽ ടു 2π ഓവർ ഒമേഗ, ഇറ്റ് ഈസ് 2πm by qb. സി ദ വെലോസിറ്റി സി ഇൻ ദ ഫോർവേഡ് ഡിറക്ഷൻ, ദാറ്റ് ഈസ് v cos theta ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ നിങ്ങൾക്ക് ഒരു വിഷമമില്ല, യു വിൽ ഹാവ് ടു സിംപ്ലി മൾട്ടിപ്ലൈ ദ വെലോസിറ്റി v cos theta വിത്ത് ദ ടൈം. Okay, അപ്പോൾ v cos theta into t, so 2πmv cos theta divided by qb, that is the pitch of the helix. And next, force on a current element. അതിൽ ഇവിടെ നോക്കൂ, സി ഒരു കണ്ടക്ടർ ഉണ്ട്, ഇറ്റ് ക്യാരീസ് എ കറണ്ട് ക്യാപിറ്റൽ I. അപ്പോൾ ആ കറണ്ടിൻ്റെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ച ഫോർമുലയാണിത്, I ഈക്വൽ ടു മൈനസ് NAEV. ദാറ്റ് നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ഇവിടെ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതിൽ റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ്, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ക്യാപിറ്റൽ എ പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കണ്ടക്ടർ, പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രോണിക് ചാർജ്, ഈ പറഞ്ഞൊക്കെ സ്കേലാറാ, ഇതിനൊന്നും ഡിറക്ഷൻ ഇല്ല. പിന്നെ എന്താണെന്ന് പറയുക, ഡിറക്ഷൻ ഉള്ള ഒരേ ഒരു സാധനം v ആണ്, അത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസാണ്. സോ ദിസ് നെഗറ്റീവ് സൈൻ ഈസ് ടു ഷോ ദാറ്റ് കൺവെൻഷണൽ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലാണ് കറണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് സൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഇലക്ട്രോണും മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണ്. അപ്പോൾ ദ ഫോഴ്സ് ഓൺ ഈച്ച് ഇലക്ട്രോൺ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ f, q v ക്രോസ് b ആ പറഞ്ഞത്. അതിൽ q പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോണിൻ്റെ ചാർജാണ്, സോ ഇറ്റ് ഈസ് മൈനസ് e v ക്രോസ് b, ഫോഴ്സ് ഓൺ ഈച്ച് ഇലക്ട്രോൺ. Okay, we have to find the force on a current elements of length say dl. അപ്പോൾ അതിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് അറിയണം, ആൻഡ് ദിസ് വിൽ ബി ദ ഫോഴ്സ് ഓൺ ഈച്ച് ഇലക്ട്രോൺ. ഓക്കെ, അതിൽ ആ എലിമെൻറ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്, ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് dl, so its volume will be a times dl or a into dl. See, number of electrons in unit volume is n, then how many electrons will be there in a volume a dl, that is a dl into n. So this is the number of electrons a dl n. This is the force on each electron, and this is the total number of electrons in the elements. So the resultant force on the element will be, see, df equal to number of electrons and the force on each electron. Okay, see here I have separated minus NAEV. Okay, what remains? Remaining only dl and b.
ഓക്കെ, ദാറ്റ് ക്രോസ് പ്രോഡക്റ്റ് ഐ ഹാവ് ടു മെയിൻറ്റെയിൻ. ആ ക്രോസ് പ്രോഡക്റ്റ് അവിടെ വെക്കണം, അത് ഒഴിവാക്കരുത്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തതെന്നറിയോ, പിന്നെ ഓക്കെ ഈ ഡി എൽ എടുത്തിട്ട് ഡി എൽ ക്രോസ് ബി ചെയ്തു. ഇവിടെ എന്താ -NAV. ഓക്കെ, അതിൽ ഈ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ് മൈനസ് ഇട്ട് കഴിഞ്ഞാൽ വരിക, അതായത് കറണ്ടിൻ്റെ ഡിറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് കറണ്ട് കൊടുത്തു IDL ക്രോസ് ബി, ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ എ കറണ്ട് എലിമെൻറ്റ്. DF ഈക്വൽ ടു IDL ക്രോസ് ബി. ഓക്കെ, ആ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ കാണാൻ അഗെയിൻ യു ഹാവ് ടു യൂസ് ദ റൈറ്റ് ഹാൻഡ് റൂൾ. സാധാരണ ക്രോസ് പ്രോഡക്റ്റിൻ്റെ കാണുന്നത് പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണോ DL ക്രോസ് ബി ആണ്. DL പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങോട്ടാണ് വരുന്നത്? DL വരുന്നത് നോക്കി, ഇവിടെ DL വരുന്നത് ഇങ്ങനെയാണ് DL വരുന്നത്. ഓക്കെ, IDL. ബി വരുന്നത് എങ്ങോട്ടാ? ബി ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അപ്പോൾ IDL ക്രോസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ എലിമെന്റിൽ ഉണ്ടാവുന്ന ഫോഴ്സ് വിൽ ബി അലോങ് ദ ഇൻവേർട്ട് നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. അതായത് ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, കറണ്ട് അങ്ങോട്ടാണെങ്കിൽ ഈ എലിമെന്റ് ഉണ്ടല്ലോ, എലിമെന്റിന്റെ ഉള്ളിലോട്ട് പുഷ് ചെയ്യും. ഓക്കെ, ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്. അതാണ് നമ്മൾ എന്താ ഇവിടുന്ന് ഡിറക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോഴ്സ് ഓൺ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഇവിടെ നോക്കൂ, എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഈസ് കെപ്റ്റ് ഇൻ എ യൂണിഫോം ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ട്രാൻസ്വേഴ്സ് പറഞ്ഞാൽ എന്താണെന്നറിയോ? നോർമൽ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. മീൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നോർമൽ ടു ദ പ്ലെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി അലോങ് ദ ഇൻവേർട്ട് നോർമൽ ഓർ ഇറ്റ് മേ ബി അലോങ് ദി ഔട്ട്വേർഡ് നോർമൽ. ഈ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ ആരോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആരോയുടെ ഫ്രണ്ടിലുള്ള പോയിന്റ് മാത്രമാണ് കാണുക. അപ്പോൾ ഇഫ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡോട്ട്, ഇറ്റ് മീൻസ് ദ ഫീൽഡ് ലൈൻസ് ആർ അലോങ് ദി ഔട്ട്വേർഡ് നോർമൽ. ഇഫ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ക്രോസ്, അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ ആരോ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകിലുള്ള ക്രോസാണ് കാണുക. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ ഈ ക്രോസ് റെപ്രസെൻറ്റ്സ് ഫീൽഡ് അലോങ് ദ ഇൻവേർട്ട് നോർമൽ. അപ്പോൾ ഇവിടെ എനിവേ ഫീൽഡ് യൂണിഫോം ആണ്. അതെങ്ങനെ മനസ്സിലായി? ഇവിടെ ഈ നോക്കൂ, ഈ ലൈൻസ് ഉണ്ടല്ലോ, ഇത് അങ്ങോട്ട് ലൈന് ഇങ്ങോട്ട് ലൈന്, ദീസ് ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ്. അതാണ് ഫീൽഡ് യൂണിഫോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, പാരലൽ, ഇക്വിഡിസ്റ്റന്റ് ആൻഡ് സ്ട്രെയിറ്റ് എന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇവിടെ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ലോങ് കണ്ടക്ടറിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ വെച്ച് അവസാനിക്കില്ലല്ലോ, കറണ്ട് പോകണ്ടേ. ആയിക്കോട്ടെ, അപ്പോൾ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ്. നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക്, കറണ്ട് മേലോട്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക്, കറണ്ട് മേലോട്ട്. അപ്പോൾ L ക്രോസ് ബി ആ വേണ്ടേ? ഓക്കെ 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 ഓക്കെ, L ക്രോസ് ബി. നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്, കറണ്ട് മേലോട്ട്. ഓക്കെ, അപ്പോൾ IL ക്രോസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, ദേ ഇങ്ങനെ IL, ബി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്, ദേ അപ്പോൾ ഇങ്ങനെ കേൾ ചെയ്യണം. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇതേ ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ടാവും. ദിസ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഓക്കെ, അതിൽ ഒരു സ്മോൾ എലിമെന്റ് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഫോർമുല മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. ഓക്കെ, അതെന്താ? DF ഈക്വൽ ടു IDL ക്രോസ് ബി. ഓക്കെ, ഇവിടെ IDL പറയുന്നത് ഇങ്ങോട്ടാണ്, ബി എന്ന് പറഞ്ഞാൽ അകത്തോട്ടാണ്. നോക്കൂ, IDL പറഞ്ഞാൽ ഇങ്ങനെ, ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ നോക്കൂ, ഇത് രണ്ടും തമ്മിൽ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ IDL ക്രോസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ IDL sin 90 വരും. അതാണ് BIDL. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ an element of length DL. ആ കണ്ടക്ടർ ഉണ്ടല്ലോ, L ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് ഡിവൈഡഡ് ഇൻ ടു എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ എലിമെന്റ്സ് ഈച്ച് ഓഫ് ലെങ്ത് DL. ഓരോ എലിമെന്റിലും ഉണ്ടാവുന്ന ഫോഴ്സ് ഇതാ. ഒരു എലിമെന്റിൽ നിന്ന് അടുത്ത എലിമെന്റിലേക്ക് നമ്മൾ വരുമ്പോൾ ബി മാറില്ല, ഐ മാറില്ല. മാറുന്നത് എന്താ? ആ DL മാത്രം മാറും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ ടേക്ക് ദിസ് ബി ആൻഡ് ഐ ഔട്ട്സൈഡ്സ്. പിന്നെ DL ആണ്. ദിസ് ഈസ് ആൻ ഇലോങ്ങേറ്റഡ് എസ് ആൻഡ് സ്റ്റാൻഡ്സ് ഫോർ സമ്മേഷൻ. അപ്പോൾ DL1, DL2, DL3, DL4 ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ദാറ്റ് ഈസ് L. അപ്പോൾ ഫോഴ്സ് ഓൺ എ സ്ട്രെയിറ്റ് പാർട്ട് ഓഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, ഇഫ് ദ ലെങ്ത് ഓഫ് ദാറ്റ് സ്ട്രെയിറ്റ് പാർട്ട് ഈസ് L and if it is kept in a uniform magnetic field B, okay, then the force on it is BIL. ഇതിൻ്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മളുടെ ഈ ക്രോസ് പ്രോഡക്റ്റ് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. അതല്ലാണ്ട് മറ്റൊരു റൂളുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അതിൽ നമ്മൾ ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട്.
അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് എന്താണെന്നറിയോ, നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ, നിങ്ങൾ ഇത് ആരോടും പറയരുത്, ഞാൻ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ 2 പരിപാടിയാണ് ഉള്ളത്. അതായത് ഈ ലോകത്ത് 3 മെഷീനേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? ഏത് മെഷീനാണെങ്കിലും അത് 3 ഇതാ. അതിൽ ഒന്ന് ജനറേറ്ററാണ്, ഒന്ന് മോട്ടറാണ്, ഒന്ന് ട്രാൻസ്ഫോമറാണ്. അങ്ങനെ 3 ഇലക്ട്രിക് മെഷീൻസേ ഉള്ളൂ. അതായത് ഏത് മെഷീൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ 3 ഏതെങ്കിലും ഒന്നാവും അത്. അതിൽ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഇലക്ട്രിക് മെഷീൻ ഈസ് ദ ട്രാൻസ്ഫോമർ, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി മൂവിങ് പാർട്ട് എന്നാ. മനസ്സിലായില്ലേ? അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ പിന്നെയുള്ളത് ജനറേറ്ററും അതുപോലെ തന്നെ മോട്ടോർ ആണ്. ഈ മോട്ടറും ജനറേറ്ററും ഇതിൻ്റെ 2ൻ്റെയും ജോമെട്രിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ബേസിക്കലി ഒന്നാണ്. മനസ്സിലാവുണ്ടോ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതിനകത്തൊരു കണ്ടക്ടർ വെക്കും. ഇതാണ് മോട്ടറാണെങ്കിലും അതാണ്, ജനറേറ്റർ ആണെങ്കിലും അതാ. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അപ്പോൾ ഫീൽഡ് ഓൾറെഡി ഉണ്ട്. മനസ്സിലായില്ലേ? അതിനകത്തൊരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. അതിലൂടെ കറണ്ട് പാസ് ചെയ്താൽ ഫോഴ്സ് ഉണ്ടാവും, അതിൽ ഫോഴ്സ് കൊടുത്താൽ കറണ്ട് ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കണ്ടക്ടർ ഉണ്ട്, അതിൽ കറണ്ട് പാസ് ചെയ്താൽ ഫോഴ്സ് ഉണ്ടാവും. അതാണ് മോട്ടോർ. ഈ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ കറങ്ങും, അതാണ് മോട്ടോർ. അവിടെ എന്തൊക്കെ ഉണ്ട്? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കറണ്ടും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ കൊടുത്തതാ. അവിടെ ഉണ്ടാവുന്ന സാധനം ഫോഴ്സ് ആണ്, അതിൻ്റെ ഡിറക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. ഇനി ജനറേറ്റർ പറഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിനകത്തൊരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്, ആ കണ്ടക്ടറിന് നമ്മൾ ഫോഴ്സ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിനെ മൂവ് ചെയ്യും, എന്ന് പറഞ്ഞാൽ അതിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവും, അതാണ് ജനറേറ്റർ. അപ്പോൾ ബേസിക്കലി മോട്ടർ ആണെങ്കിലും ജനറേറ്റർ ആണെങ്കിലും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിനെയാണ് ഈ ആർമേച്ചർ എന്ന് പറയുന്നത്. ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്താൽ ഫോഴ്സ് ഉണ്ടാവും, ഫോഴ്സ് കൊടുത്താൽ കറണ്ട് ഉണ്ടാവും. എനിവേ ഈ കൊടുക്കുന്നതിൻ്റെ ഒക്കെ ഡിറക്ഷൻ നമുക്കറിയാം, ഈ ഉണ്ടാവുന്നതിൻ്റെ ഡിറക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ ഈ മോട്ടോറിൽ, അതായത് നമ്മൾ കറണ്ട് കൊടുത്തിട്ട് ഫോഴ്സ് ഉണ്ടാവുന്നത്, അവിടെ ഫോഴ്സിൻ്റെ ഡിറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ദേ പറയാം. എന്താ പറഞ്ഞാൽ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട്. അതിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂളുണ്ട്, അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് റൂളുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് റൂളുണ്ട്, അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് റൂളുണ്ട്. അതിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂള് നോക്കൂ, ഇതേ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ആ എഫ് വെച്ച് ഓർത്തിരിക്കുക. ലെഫ്റ്റ് ഹാൻഡ് റൂള് ഫോഴ്സിൻ്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഈ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ട്, ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ കറണ്ട്. റൈറ്റ് ഹാൻഡ് റൂൾ കറണ്ടിൻ്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനുമാണ്. ഈ ഉണ്ടാവുന്നതിൻ്റെ ഡിറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ ഈ ഫോഴ്സ് എവിടെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം എന്നാണ്. അതാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കൺക്ലൂഷൻ. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്, ബിക്കോസ് വി ഹാവ് ടു ഫൈൻഡ് ദ ഡിറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഡിറക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ആ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോവുക. നോക്കൂ, നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെച്ച് ചെയ്യുക. ദിസ് ഈസ് ദ ഫോർ ഫിംഗർ, ദിസ് ഇസ് ദ മിഡിൽ ഫിംഗർ ആൻഡ് ദിസ് ഇസ് ദ തമ്പ്. ഞാൻ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്, റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട്. നമ്മളോട് എന്താ ഇതിന് പറയൽ തന്നെ സ്ട്രെച്ചിങ് ഫിംഗർ എന്നാണ്. മനസ്സിലായോ? ഒരു ഫിംഗർ മാത്രം സ്ട്രെച്ച് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഇതാ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത്, 2 ഇടത്തും ഉള്ളത് മാഗ്നറ്റിക് ഫീൽഡാണ്. മീൻസ് അതാണ് പ്രൈമറി സാധനം. അപ്പോൾ ദിസ് ഈസ് എലോങ് ദ ഡിറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്സ് ഇൻ ബോത്ത് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. പിന്നെ മിഡിൽ ഫിംഗർ കറണ്ടാണ്, തമ്പ് ഫോഴ്സ് ആണ്. ലെഫ്റ്റിലും റൈറ്റിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, കറണ്ടും ഉണ്ടാവും, ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടി വരിക. റൈറ്റ് ഹാൻഡ് റൂളിൽ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും, ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഫോഴ്സ് കൊടുക്കുന്നിടത്തേക്കല്ലേ കണ്ടക്ടർ മൂവ് ചെയ്യുക. ഫോഴ്സിൻ്റെ ഡിറക്ഷൻ പറഞ്ഞാൽ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡിറക്ഷൻ. പിന്നെ എന്താ, കറണ്ട് മിഡിൽ ഫിംഗർ തന്നെ. ഓക്കെ, സോ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാം ഏതിൻ്റെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൻ്റെ. അതായത് സി, ഇഫ് യു സ്ട്രെച്ച് ദ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് ദ തമ്പ് ഓഫ് the left hand in 3 mutually perpendicular directions such that forefinger is along the direction of the magnetic fields and middle finger along the direction of electric current, then the thumb will give you the direction of the magnetic force. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്നറിയോ, സി ഫോഴ്സ് ഓൺ 2 പാരലൽ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. ഇവിടെ നോക്കൂ, ഒരു ബ്ലൂ കണ്ടക്ടർ ഉണ്ട്, ലോങ് കണ്ടക്ടറാണ്, സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ക്യാരീസ് എ കറണ്ട്, നമുക്ക് എന്താ പറയാം, ഇറ്റ് ക്യാരീസ് എ കറണ്ട് I1 എന്ന് പറയാം, I1. ഓക്കെ, I1 ആ ബ്ലൂ കണ്ടക്ടർ.
Okay, അതിന് parallel ആയിട്ട് there is another yellow conductor which is carrying a current I2. അപ്പോൾ see, second conductor lies in the magnetic field produced by the first conductor, and first conductor lies in the magnetic field produced by the second conductor. Okay, let us find the magnetic field produced by the first conductor in the position where the second conductor is kept. രണ്ടാമത്തെ കണ്ടക്ടർ വെച്ച സ്ഥലത്ത് ഈ ഒന്നാമത്തെ കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് കണ്ടക്ടറിനെ നിങ്ങൾ വലത് കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ ഇത് എങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കറണ്ട് മേലോട്ടാ. അപ്പോൾ നോക്കൂ, അതിൻ്റെ ഈ ഫസ്റ്റ് കണ്ടക്ടറിന്റെ റൈറ്റ് സൈഡിലെ ഫീൽഡ് അകത്തോട്ടാ. ഓക്കെ, along the invert normal, so that should be represented by a cross. അതാണ് ഇതാ ആ ബ്ലൂ കണ്ടക്ടർ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് ഈസ് ബീങ് റെപ്രസെന്റഡ് ബൈ ബ്ലൂ ക്രോസ്. പറഞ്ഞാൽ along the invert normal ആണ്. അവിടെയാണ് ഈ യെല്ലോ കണ്ടക്ടർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് എന്താ പറയാം, ഇവിടെ ആ സെക്കൻഡ് കണ്ടക്ടറിന്റെ പൊസിഷനിൽ ഫസ്റ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് കണ്ടക്ടർ B1 μ0 എന്താ നമ്മൾ എന്തോ കൊടുക്കണം, I1 μ0 I1 ഡിവൈഡ് ബൈ 2πa along the invert normal. അവിടെയാണ് സെക്കൻഡ് കണ്ടക്ടർ ഇരിക്കുന്നത്. വാട്ട് വുഡ് ബി ദ ഫോഴ്സ് ഓൺ L ലെങ്ത് ഓഫ് ദി സെക്കൻഡ് കണ്ടക്ടർ? ഫോർമുല നമ്മളുടെ കയ്യിലുണ്ട്. ഓക്കെ, I2L ക്രോസ് B1. ഫോഴ്സ് ഓൺ സെക്കൻഡ് കണ്ടക്ടർ ആണ്, അതിലെ കറണ്ട് I2 ആണ്. L ക്രോസ് ഇറ്റ് ലൈസ് ഇൻ ദ ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് കണ്ടക്ടർ B1. അപ്പോൾ I2L ക്രോസ് B1. ഓക്കെ, അപ്പോൾ F2 ഈക്വൽ I2L ക്രോസ് B1. അതിന് നമുക്ക് I2L B1 എഴുതാം. I2L B1. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ഈ I2L ആൻഡ് B1 ആർ പെർപെൻഡിക്കുലർ. B1 എന്ന് പറഞ്ഞാൽ along the invert normal. നോക്കൂ, ഇതേ കണ്ടക്ടർ ഇരിക്കണം എങ്ങനെയാണ്, രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദം വിൽ ബി 90 ഡിഗ്രി. അപ്പോൾ I2L B1 പറഞ്ഞു കഴിഞ്ഞാൽ I2L B1 sin 90 1 ആ. അപ്പോൾ I2L B1 വരും. B1 എന്താ μ0 I1 ഡിവൈഡ് ബൈ 2πa. അപ്പോൾ നമുക്ക് കിട്ടാം μ0 I1 I2L ഡിവൈഡ് ബൈ 2πa. ഓക്കെ, നൗ വാട്ട് ഈസ് ദ magnetic field produced by the second conductor, അതായത് യെല്ലോ കണ്ടക്ടർ at the position where the first conductor is kept. ആ ഫസ്റ്റ് കണ്ടക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് ഈ സെക്കൻഡ് കണ്ടക്ടർ ഉള്ള ഫീൽഡ് എന്താ, അത് നോക്കൂ, ആർ ഡിസ്റ്റൻസ് അകലെയാണ് B2 because it is the field due to the second conductor. അത് ഡിറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി again hold the second conductor in the right hand with the thumb pointing along the direction of electric current. അപ്പോൾ ഈ സെക്കൻഡ് കണ്ടക്ടറിന്റെ റൈറ്റ് സൈഡിൽ അകത്തോട്ടാവും, ലെഫ്റ്റ് സൈഡിലാണ് ഫസ്റ്റ് കണ്ടക്ടർ ഇരിക്കുന്നത്, അവിടെ പുറത്തോട്ടാവും. along the outward normal, right? It is represented by a dot. അത് എത്രയാ, μ0 I2 divided by 2πa. μ0 I2 by 2πa. What is the force on L length of the first conductor? Here also the magnetic field B2 and this current element are perpendicular. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഓൺ L ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് കണ്ടക്ടർ വിൽ ബി I1L B2. ഓക്കെ, I1L ആൻഡ് B2 ആർ പെർപെൻഡിക്കുലർ, സോ I1L B2 sin 90, ദാറ്റ് ഈസ് 1. അപ്പോൾ അതേ ഇങ്ങനെ വരും. ദിസ് ഈസ് ദ ഫോഴ്സ് ഓൺ L ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് കണ്ടക്ടർ. F1. ഓക്കെ, F2 ഫോഴ്സ് ഓൺ ദി സെക്കൻഡ് കണ്ടക്ടർ ആൻഡ് F1 ഫോഴ്സ് ഓൺ ദി ഫസ്റ്റ് കണ്ടക്ടർ. അത് രണ്ടും നോക്കൂ, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് സെയിം ആ μ0 I1 I2L ഡിവൈഡ് ബൈ 2πa, μ0 I1 I2L ഡിവൈഡ് ബൈ 2πa. ഓക്കെ, അതിൽ നമ്മൾ ഈ ഫസ്റ്റ് കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, അത് എങ്ങോട്ടാണ്, നമുക്കിപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മളുടെ കയ്യിലിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കണ്ടക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ്. അപ്പോൾ 4 ഫിംഗർ ഇങ്ങോട്ടാവണം. മിഡിൽ കറണ്ട് മേലോട്ടാണ്, അപ്പോൾ കറണ്ടിൻ്റെ ഡിറക്ഷൻ ഇങ്ങനെ ഇങ്ങോട്ട്, അപ്പോൾ തമ്പ് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫോഴ്സ് F1 ഇങ്ങോട്ട്. ഇനി ഇതിലെ ഫോഴ്സ് നമുക്ക് നോക്കാം. അതായത് യെല്ലോ കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാ, കറണ്ട് മേലോട്ടാ, ഇങ്ങനെ, അപ്പോൾ ഫോഴ്സ് അങ്ങോട്ടാ. ഓക്കെ, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ദീസ് ടു വിൽ അട്രാക്ട്. ശ്രദ്ധിക്കണം, അതിനകത്ത് രണ്ടിൻ്റെയും കറണ്ട് ഒരേ ഡിറക്ഷനിലാണ്. അപ്പോൾ ഇഫ് ദ കറണ്ട് ഇൻ ടു പാരലൽ കണ്ടക്ടേഴ്സ് ആർ അലോങ് ദ സെയിം ഡിറക്ഷൻ, നോക്കൂ, അട്രാക്ട്സ്. ഈ I1 ആൻഡ് I2 ആർ ഇൻ സെയിം ഡിറക്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവുമ്പോൾ റിപ്പൽ ചെയ്യും. നോക്കൂ, റിപ്പൽസ് വെൻ I1 ആൻഡ് I2 ആർ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓക്കെ, സെയിം ഡിറക്ഷനിലാവുമ്പോൾ അട്രാക്ട് ചെയ്യും, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവുമ്പോൾ റിപ്പൽ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നോക്കുക. ഇനിയിപ്പോൾ എന്താണെന്നോ, സാധാരണ നമ്മൾ ഓപ്പോസിറ്റ് അട്രാക്ട് ചെയ്യും, സെയിം റിപ്പൽ ചെയ്യുന്നല്ലേ പഠിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ എന്താണെന്നോ, കറണ്ട് ഓപ്പോസിറ്റ് ആവുമ്പോൾ റിപ്പൽ ചെയ്യും, കറണ്ട് സെയിം ഡിറക്ഷനിലാവുമ്പോൾ അട്രാക്ട് ചെയ്യുന്നത്.
കാരണം കറണ്ട് അല്ല ഇവിടെ അട്രാക്ഷൻ ഉണ്ടാക്കുന്നത്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഇവിടെ നോക്കൂ, ഇപ്പം എന്താണെന്നറിയോ, ഈ രണ്ട് കണ്ടക്ടേഴ്സിൽ ഒരേ ഡിറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീനുള്ള ഫീൽഡ് നോക്കൂ. ഈ യെല്ലോ കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫീൽഡ് ഇതിനിടയ്ക്ക് നോക്കൂ ക്രോസാ, അതായത് അകത്തോട്ടാ. സോറി, ഈ ബ്ലൂ കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫീൽഡ് അകത്തോട്ടാ, ഈ യെല്ലോ കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫീൽഡ് പുറത്തോട്ടാ. അപ്പോൾ ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ദ ഫീൽഡ് ഡിറക്ഷൻ വിൽ ബി ഓപ്പോസിറ്റ് ഇഫ് ദേ ക്യാരി കറണ്ട് അലോങ് ദ സെയിം ഡിറക്ഷൻ. ദീസ് ഓപ്പോസിറ്റ് ഫീൽഡ്സ് പ്രൊഡ്യൂസസ് ആൻ അട്രാക്ഷൻ. ഓക്കെ, ആയിക്കോട്ടെ. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, അപ്പോൾ ദിസ് ഈസ് ദ ഫോഴ്സ് ഓൺ ഈച്ച് കണ്ടക്ടർ ഓവർ എൽ ലെങ്ത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. അപ്പോൾ F1 ആൻഡ് F2 ആർ ആക്ഷൻ റിയാക്ഷൻ പെയർ. ഓക്കെ, ഈ രണ്ട് കണ്ടക്ടറിലും വി ഹാവ് ഗോട്ട് ദി എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ഓൺ എൽ ലെങ്ത് ഓഫ് ഈച്ച് കണ്ടക്ടർ. വാട്ട് വുഡ് ബി ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ഈച്ച് കണ്ടക്ടർ? 1 മീറ്റർ ലെങ്ത്തിൽ എത്ര ഫോഴ്സ് ഉണ്ടാവുന്നു? ഒന്നുമില്ല. യു വിൽ ഹാവ് ടു സിംപ്ലി പുട്ട് L ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫോഴ്സ് മ്യൂച്വൽ ഇൻറ്ററാക്ഷൻ per unit length of each conductor, F equal to mu 0 I1 I2 divided by 2 pi A. Okay, that is the force per unit length of each conductor. Okay, ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് ഇവിടെ നിന്നാണ് ഈ ആംബിയറിൻ്റെ ഡെഫിനിഷൻ ഇവിടെ നിന്നാണ്. Okay, this is the force of interaction between two parallel straight conductors of infinite length kept in vacuum. Okay, അപ്പോൾ നോക്കൂ, mu 0 I1 I2 divided by 2 pi A. We have to define the ampere. Okay, അതിൽ ഇവിടെ സപ്പോസ് ഒന്നാമത്തെ കണ്ടക്ടറിലെ കറണ്ട് I1 ഈക്വൽ ടു രണ്ടാമത്തെ കണ്ടക്ടറിലെ കറണ്ട് I2 ഈക്വൽ ടു 1 ആംബിയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ സപ്പോസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് A ഈക്വൽ ടു 1 മീറ്റർ. അപ്പോൾ A 1 മീറ്റർ കൊടുക്കുക, I1 I2 എന്താ പിന്നെ 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ F എന്താ വരിക എന്നറിയോ? സി, ഇവിടെ നമുക്ക് എഫ് ഇവിടുന്ന് കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. എഫ് ഈക്വൽ ടു മ്യൂ സീറോയുടെ വാല്യൂ എത്രയാണെന്നറിയോ? 4 പൈ ഇൻറ്റു 10⁻⁻⁷ ഡിവൈഡഡ് ബൈ താഴെ 2 പൈ ഉണ്ട്. ഓക്കെ, പിന്നെ A 1 ആണ്, I1 1 ആണ്, I2 1 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഇതെന്താ കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടും. എന്താ? 2 × 10⁻⁷. അപ്പോൾ ദർ ആർ 2 കണ്ടക്ടേഴ്സ് ഓഫ് infinite length and negligible area of cross section kept parallel to each other at 1 meter apart in vacuum. ഈ രണ്ട് കണ്ടക്ടറിലും ഒരേ കറണ്ട് ഒരേ ഡിറക്ഷനിൽ മെയിൻറ്റെയിൻ ചെയ്തു. ഏത് കറണ്ടാണെന്ന് നമുക്കറിയില്ല, ഒരേ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ സി, ഏത് കറണ്ട് രണ്ട് കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പോഴാണോ അതിനിടയ്ക്ക് ഇത്രയും ഫോഴ്സ് ഉണ്ടാവുന്നത്, ഓരോ ലെങ്ത്തിലും യൂണിറ്റ് ലെങ്ത്തിൽ ഇത്രയും ഫോഴ്സ് ഉണ്ടാവുന്നത്, ആ കറണ്ട്, the current which when maintained in these two conductors produces an attraction of this much per unit length, then that current is called 1 ampere. Okay, അപ്പോൾ ഡെഫിനിഷൻ ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. See, 1 ampere is the current which when maintained in two parallel conductors of infinite length and negligible area of cross section kept 1 meter apart in vacuum attracts each other with a force of 2 × 10⁻⁷ Newton per meter length. That is the definition of ampere. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാൻ ഈ പറയുന്നത് അതേപോലെ എഴുതിയെടുക്കണം. ബ്യൂട്ടിഫുൾ ഡെഫിനേഷൻ. ഓക്കെ, ഇനി സി, എ കറണ്ട് ലൂപ്പ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എന്ത് വിശേഷമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ സി, ദിസ് ഈസ് എ റെക്ടാങ്കുലർ ലൂപ്പ്. അതിൻ്റെ ലെങ്ത് എൽ ആണെന്ന് വിചാരിച്ചോളൂ. സി, ദിസ് ഈസ് എൽ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ബി. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി ലൂപ്പ് എന്താ വരിക? ഏരിയ ഓഫ് ദി ലൂപ്പ് ക്യാപിറ്റൽ എ വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, അതിൽ സി, ഇവിടെ മേലെ ഉള്ളത് എന്താണെന്നറിയോ? മേലെ നോക്കൂ, ഈ മേലെ ഈ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IL × B ആണ്. IL എന്ന് പറഞ്ഞാൽ അതേ ഇങ്ങനെ അങ്ങോട്ടാ, B എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാ. അപ്പോൾ ഏതുപോലെ നോക്കൂ, ഇത് IL അങ്ങോട്ടാ, B ഇങ്ങോട്ടാ. നോക്കൂ, IL അങ്ങോട്ട്, B ഇങ്ങോട്ട്. ഇതാ IL അങ്ങോട്ട്, B ഇങ്ങോട്ട്. അപ്പോൾ IL × B പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, അതായത് ഈ കണ്ടക്ടർ ഉണ്ടല്ലോ, ഈ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ മേലോട്ട് ഉണ്ടാവും. ഓക്കെ, ഫോഴ്സ്. ഇനി താഴത്ത് നോക്കുക, താഴെ എന്താണെന്നറിയോ? സി, IL × B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, IL ഇത് അങ്ങനെ അങ്ങോട്ട്.
ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്. അപ്പൊ IL ക്രോസ് ബി എന്ന് പറഞ്ഞാൽ IL നിന്ന് ബിയിലേക്ക് കേൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് താഴേക്ക് ആ ഫോഴ്സ് വരിക. ഓക്കെ, അപ്പോ ഇതിനകത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വരും. ഓക്കെ, ഏതാ? അപ്പൊ ഇവിടെ മേലോട്ടാണ് ഫോഴ്സ്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? താഴോട്ടാണ്. അപ്പോ സി ഇവിടെ നമ്മൾ ഇപ്പൊ ഈ ലൂപ്പിന് നമ്മൾ ഇപ്പോ ഒരു പേര് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. സേ ദിസ് ഈസ് എ, വേണ്ട, സേ ദിസ് പി, ദിസ് ഈസ് ക്യൂ, ദിസ് ഈസ് ആർ, ദിസ് ഈസ് എസ്. ഓക്കെ, അപ്പോൾ ഓൺ ദി കണ്ടക്ടർ QR and SP the force are of equal magnitude and opposite direction. ഓക്കെ, ഇതിൽ മേലോട്ടും ഇതിൽ താഴോട്ടുമാണ്. മാത്രമല്ല these two forces are acting along the same line. ഇവിടെ നമ്മളിപ്പോൾ ഒരു എലിമെന്റിൽ അങ്ങോട്ടുണ്ട്, അതേ തൊട്ട് താഴെയുള്ള എലിമെന്റിൽ താഴേക്കാ ഒരേ ലൈനിൽ ആക്ട് ചെയ്യുന്നത്. സോ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണ്, ടോർക്കും 0 ആണ്. കാരണം എന്താണെന്നറിയോ? സി, ഇങ്ങനെ ഒരു ഫോഴ്സും ഇങ്ങനെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് F ആണ്. ഓക്കെ, ഇതും F ആണ് വിചാരിച്ചോ. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതാണ് ടേണിംഗ് ഇഫക്റ്റ്, അതാണ് ടോർക്ക്. മനസ്സിലല്ലേ? പക്ഷേ അതിന് പകരം ഇപ്പം ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ദേ ഇവിടെയാണ് എന്ന് വിചാരിച്ചോളൂ. ഇവിടെ ആകുമ്പോഴെന്താ? ഇതിങ്ങനെ വലിക്കുമ്പോൾ നോ ഫോഴ്സ്, നോട്ട് ടേണിംഗ് ഇഫക്റ്റ്. അതാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ. ഈ QR-ലുള്ള ഫോഴ്സും SP-യിലുള്ള ഫോഴ്സും ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്, ആൻഡ് ദേ ആർ ആക്ടിങ് അലോങ് ദ സെയിം ലൈൻ. സേ റിസൾട്ടന്റ് ഫോഴ്സ് is 0 ആൻഡ് നോ റിസൾട്ടന്റ് ടോർക്ക്. ഓക്കെ, നൗ കൺസിഡർ ദിസ് കണ്ടക്ടർ PQ. ആ PQ-ൽ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, കറണ്ട് മേലോട്ടാണ്, അപ്പോൾ ഫോഴ്സ് അകത്തേക്കാണ്. അത്രയാ BIL. അതാണ് ഞാൻ ഈ യെല്ലോ BIL കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇവിടെ RS എന്നുള്ള കണ്ടക്ടർ നോക്കുക. ഈ RS എന്നുള്ള കണ്ടക്ടറിൽ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, കറണ്ട് താഴേക്കാണ്, അപ്പോൾ ഫോഴ്സ് ഇതേ ഇങ്ങോട്ടാണ്. അതാണ് ഇതേ ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ BIL ഇങ്ങോട്ട് ഔട്ട്വേർഡ് ഉണ്ടാവും, ഇവിടുത്തെ BIL അങ്ങോട്ട് ഇൻവേർഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ദേ നോക്കൂ, ഇവിടുത്തെ ദിസ് ഈസ് BIL. ഓക്കെ, BIL എങ്ങോട്ടാ? അകത്തോട്ട്. ഇവിടെ എന്താ? ഇവിടെ BIL എങ്ങോട്ടാ? പുറത്തേക്ക്. These two forces are of equal magnitude but acting in opposite direction and along different lines. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിലും ടോർക്ക് ഉണ്ടാവും. ഈ ടോർക്ക് എങ്ങനെ കാണാം? either force into perpendicular distance between them. ഓക്കെ, അതിൽ ഇത് BIL ആണ്, ഇത് BIL ആണ്. ദിസ് ഈസ് ദ വിഡ്ത്ത്. ഓക്കെ, ഈ ആംഗിൾ തീറ്റയാ, ഇത് തീറ്റയാ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്താ വരിക? നോക്കൂ, B sin theta വരും, റൈറ്റ്? B sin theta. അപ്പോൾ BL ഈസ് ആക്ടിങ് അലോങ് ദിസ് ലൈൻ, ഇവിടെ എന്താ? അലോങ് ദിസ് ലൈൻ. അത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് B sin theta. അപ്പോൾ ഇതർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി BIL. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി B sin theta. ഓക്കെ, അതിൽ ഞാൻ I എഴുതി, പിന്നെ L-ഉം B-യും ചേർത്ത് എഴുതി, പിന്നെ ക്യാപിറ്റൽ B മാഗ്നറ്റിക് ഫീൽഡ് എഴുതി, സൈൻ തീറ്റ എഴുതി. അതിൽ L ഇൻറ്റു B എന്താ? ഏരിയയാണ്. ഓക്കെ, ഈ I ഇൻറ്റു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ഡൈപോൾ മൊമെന്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡൈപോൾ മൊമെന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡൈപോൾ മൊമെന്റ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം. അതിൽ ഇവിടെ നോക്കൂ, സി, ഇവിടെ എങ്ങനെയാ കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ? അപ്പൊ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടാ, ഔട്ട്വേർഡ്സ്. അതാണ് ഇതേ ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇതാ ഡൈപോൾ മൊമെന്റ് ഔട്ട്വേർഡ്, M. ഓക്കെ, ഔട്ട്വേർഡ്സ്. അപ്പോ നമുക്ക് ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇവിടെ M ഉണ്ട്, ഇവിടെ B ഉണ്ട്, സൈൻ തീറ്റ. അപ്പോ ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്, സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. സോ ടോ ഈക്വൽ ടു M ക്രോസ് B പറയാം. ഓക്കെ, അപ്പോ വെൻ എ കറന്റ് ലൂപ്പ് is kept in a magnetic field, it experiences a resultant torque but no resultant force. ഒരു കറന്റ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിനകത്ത് റിസൾട്ടന്റ് ഫോഴ്സ് ഉണ്ടാവില്ല, ബട്ട് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ റിസൾട്ടന്റ് ടോർക്ക് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. കാരണം എന്താണെന്നറിയോ? സി, ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും സെയിം ആവണം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇവിടെയൊക്കെ സെയിം ആണെങ്കിൽ ഈ വിശേഷം ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. See, moving coil galvanometer consists of two concave magnetic poles. Okay, a
rectangular coil of insulated copper wire, okay, of capital N turns. Rectangular coil N turns ഉണ്ട്, each of area capital A, okay, and it is suspended between the poles of this magnet by a phosphor bronze strip, okay, and it is supported from its bottom by a copper spring, okay. Now see, a soft iron cylinder is kept symmetrically inside the rectangular coil. ആ rectangular coilന്റെ ഉള്ളിൽ നമ്മൾ ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടർ വെച്ചു. ഇപ്പം ഈ രണ്ട് പോൾസ് ഉണ്ടല്ലോ, പോൾസ് ഇതിങ്ങനെ കോൺകേവ് ആണ്, അതുപോലെ ഇതും ഇങ്ങനെ കോൺകേവ് ആണ്. അത് രണ്ടും ചേർത്ത് വെച്ചാൽ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു കുഴി പോലെ ഉണ്ടാവും. അതിനകത്തോട്ട് നമുക്ക് ഇതങ്ങ് ഇറക്കി വെക്കാം. ഏത്? ഈ സോഫ്റ്റ് അയൺ സിലിണ്ടർ ഇറക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ആ സോഫ്റ്റ് അയൺ സിലിണ്ടർ മേളിൽ നോക്കുമ്പോൾ ആ സോഫ്റ്റ് അയൺ സിലിണ്ടറിന് ഇങ്ങനെ ഒരു ഡയമട്രിക്കൽ ആയിട്ടാണ് നമ്മൾ ഈ കോയിൽ കാണുക. ഓക്കെ, അപ്പോൾ സി നമ്മൾ എന്താ, ദ കറണ്ട് ടു ബി മെഷേർഡ് ബൈ ദി ഗാൽവനോമീറ്റർ enters the galvanometer through the phosphor bronze strip. ഫോസ്ഫർ ബ്രോൺ സ്ട്രിപ്പിലൂടെ എൻ്റർ ചെയ്ത് ഈ കോയിലെത്തും. കോയിൽ എത്ര ടേൺസ് ഉണ്ടോ ആ ടേൺസിലൂടെ ഒക്കെ സർക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഇറ്റ് ലീവ്സ് ദ ഗാൽവനോമീറ്റർ ത്രൂ ദ കോപ്പർ സ്പ്രിംഗ്. Okay, when a current passes through this coil, as it is placed in a magnetic field, it will experience a torque. ആ ടോർക്കാണ് ഡ്രൈവിംഗ് ടോർക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു NIAB. ഓക്കെ, അപ്പോൾ ഇത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു സ്ട്രിപ്പിലാണ്, ഫോസ്ഫർ ബ്രോൺ സ്ട്രിപ്പിൽ. അപ്പോൾ ഇത് കോയിലിനകത്ത് ടോർക്ക് ഉണ്ടായി അത് തിരിയുമ്പോൾ ഈ സ്ട്രിപ്പ് വിൽ ഗെറ്റ് ട്വിസ്റ്റഡ്. ഒരു മെറ്റലിൻ്റെ ഒരു സ്ട്രിപ്പ് ഉണ്ട്, നമ്മൾ താഴേത് പിടിച്ച് ട്വിസ്റ്റ് ചെയ്ത് വിചാരിക്കുക, വിട്ട് കഴിഞ്ഞാൽ എന്താ പടപടപടാന്ന് പറഞ്ഞാൽ പുറകോട്ട് വരും. കാര്യം എന്താ, അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോയതാ, തിരിച്ച് ഇങ്ങോട്ട് വരുന്ന അതിനകത്ത് ഉണ്ടാവുന്ന റീസ്റ്റോറിങ് ടോർക്കാ. അപ്പം അതേപോലെ ഈ കോയിലിൽ ടോർക്ക് ഉണ്ടാവുമ്പോൾ coil will rotate, so this strip will get twisted. Okay, അപ്പോൾ അതിനകത്തൊരു റീസ്റ്റോറിങ് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആ റീസ്റ്റോറിങ് ടോർക്കാണ് C theta, where C is torsional constant or it is called couple per unit twist. അപ്പോൾ when this driving torque is balanced by the restoring torque, it will come to an equilibrium. Okay, NIAB equal to C theta. അവിടുന്ന് കറണ്ട് ത്രൂ ദ കോയിൽ I equal to C divided by NAB theta വരും. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം കോൺസ്റ്റന്റ് ആണ്, ഇറ്റ്സ് കോൾഡ് ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് G. ഓക്കെ, അതിന് നമ്മൾ ഈ ഗാൽവനോമീറ്ററിൽ പിന്നെ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ, കറണ്ട് സെൻസിറ്റിവിറ്റി, അതായത് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്, അതായത് തീറ്റ ഡിവൈഡ് ബൈ I, ദാറ്റ് ഈസ് ഈക്വൽ ടു NAB ബൈ C കിട്ടും. ഇവിടുന്ന് തീറ്റ ബൈ A എന്ന് പറഞ്ഞാൽ NAB ബൈ C. പിന്നെ വേണ്ടത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയാണ്. ഈ കോയിലിൻ്റെ റെസിസ്റ്റൻസ് R വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ, തീറ്റ ഡിവൈഡ് ബൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ തീറ്റ ബൈ കറണ്ടിൻ്റെ റെസിസ്റ്റൻസ്. ഈ തീറ്റ ബൈ ഐയുടെ വാല്യൂ NAB ബൈ C ആ. അടിയിൽ റെസിസ്റ്റൻസ് കൂടെ വരുമ്പോഴേ ഇങ്ങനെ വരും. ഓക്കെ, ദിസ് ഈസ് ദി വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, അതായത് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ്. ഓക്കെ, നൗ അനദർ important thing is figure of merit. That is the current required for unit deflection. തീറ്റ ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ വേണ്ട കറണ്ട് I ആണ്. ഓക്കെ, അപ്പോൾ 1 ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ വേണ്ട കറണ്ട് എത്രയാ? ദാറ്റ് വിൽ ബി I ബൈ തീറ്റ. ഇറ്റ് ഈസ് കോൾഡ് ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് എ ഗാൽവനോമീറ്റർ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ. അപ്പോൾ സപ്പോസ് ദിസ് ഗാൽവനോമീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ G and it has a full scale deflection current of say 10 microampere. 10 microampere പാസ് ചെയ്ത ഫുൾ സ്കെയിൽ കാണിക്കും. ഓക്കെ, ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് G ആണ്. നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഗാൽവനോമീറ്ററിന് പാരലായിട്ട് ഞാൻ വേറെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇങ്ങനെ. ഓക്കെ, ഇതിന് നമ്മൾ പറയുക ഷണ്ട് എന്നാണ് പറയുക. ആ ഷണ്ട് ഇപ്പം ഞാൻ കണക്ട് ചെയ്യുന്നത് നോക്കൂ, ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിൻ്റെ 1/9 ആണെന്ന് വിചാരിച്ചു. ഇത് G ആണെങ്കിൽ ഇത് G/9. ഇപ്പം ഇത് കണക്ട് ചെയ്യാണ്ട് 10 മൈക്രോആംപിയർ പാസ് ചെയ്താൽ ഫുള്ള് കാണിക്കും. പക്ഷേ ഇത് കണക്ട് ചെയ്തിട്ട് ഇനി ഞാനൊരു 10 മൈക്രോആംപിയർ കടത്തി വിട്ട് വിചാരിക്കുക. ഇവിടെ 10 മൈക്രോആംപിയർ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? ആ കറണ്ട് നോക്കൂ, റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 1:9 ഇതിൻ്റെ 9 ടൈംസ് ആയത്. റെസിസ്റ്റൻസ് റേഷ്യോ 1:9. അപ്പോൾ കറണ്ട് വിൽ ബി ഡിവൈഡഡ് ഇൻ ദ ഇൻവേഴ്സ് റേഷ്യോ 9:1 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആകെ വരുന്ന 10നെ 9 + 1 10 ഈക്വൽ പാർട്ട് ആക്കും. അതിൽ 9 പാർട്ടും ഈ റെസിസ്റ്റൻസ് കുറഞ്ഞ വഴി കൂടെ പോകും. അതായത് 10 മൈക്രോആംപിയർ വരുമ്പോൾ 9 മൈക്രോആംപിയർ ഇവിടെ പോകും, 1 മൈക്രോആംപിയർ ഇതുവഴി പോകും.
അപ്പോൾ ഇത് റീഡ് ചെയ്യുന്ന ഇത് റീഡ് ചെയ്യുന്നത് ഇങ്ങനെ 1 റീഡ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ 20 പാസ് ചെയ്താൽ നോക്കൂ, 18 ഇതുവഴി പോവും, 2 ഇതുവഴി പോവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് റീഡ് ചെയ്യുന്നത് 2 ആയിരിക്കും 20 പാസ് ചെയ്താൽ. ഇനി 30 പാസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇതുവഴി പോവും, 27 ബൈപ്പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ റീഡ് ചെയ്യുന്നത് എന്താവും? 3 ആവും. അതായത് 30 പാസ് ചെയ്ത് ഇവിടെ റീഡ് ചെയ്യുന്നത് 3 ആവും. മനസ്സിലായില്ലേ? 27 ബൈപ്പാസ് ചെയ്യും. 40 പാസ് ചെയ്ത് കഴിഞ്ഞാലോ 4 റീഡ് ചെയ്യും, 36 ബൈപ്പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നോക്കൂ, ഈ ഗാൽവനോമീറ്ററിൻ്റെ ആ ഡയൽ ഉണ്ടല്ലോ, ആ ഡയലിൽ മാത്രം നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുക്കുക. നോക്കൂ, ഇതാ ഇങ്ങനെ 0 ആഡ് ചെയ്ത് കൊടുക്കുക. 70, 80, 90, 100. അപ്പോൾ നോക്കൂ, നമ്മൾ 10 പാസ് ചെയ്ത് കഴിഞ്ഞാൽ 9 ബൈപ്പാസ് ചെയ്ത് 1 ആണ് ഇതുവഴി പോവുക. 1 പോകുമ്പോൾ ഇങ്ങനെ ഇതാവും. പക്ഷേ അവിടെ എഴുതിയിരിക്കണം എന്താ? 10 അതായത് 10 കയറുന്നു, റീഡ് ചെയ്യുന്ന 10. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 20 അതുവഴി വന്നു കഴിഞ്ഞാൽ 2 ഇതുവഴി പോവും, 2 തന്നെ റീഡ് ചെയ്യുക. പക്ഷേ എഴുതിയിരിക്കണം എന്താ? 20 ആണ്, അതാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് ഈ ഡയൽ മാത്രം കാണുന്നുള്ളൂ വിചാരിക്കുക. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് എന്താണ്? നോക്കൂ, 20 കയറി കഴിഞ്ഞാൽ 20 റീഡ് ചെയ്യും, റെഡിയാണ്. മീൻസ് ദിസ് നൗ ഗോട്ട് കൺവേർട്ടഡ് ഇൻ ടു അൻ അമ്മീറ്റർ കേപ്പബിൾ ഓഫ് മെഷറിങ് 100 മൈക്രോ ആംപിയർ. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിത് ഇവിടെ ഒരു G/99 കണക്ട് ചെയ്തു വിചാരിക്കുക. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ഇതിൻ്റെ 99 ടൈംസാണ് ഇവിടെ. റെസിസ്റ്റൻസ് റേഷ്യോ ഈസ് 1:99. സോ കറണ്ട് വിൽ ബി ഇൻ ദ റേഷ്യോ 99:1. അതായത് ഈ റെസിസ്റ്റൻസ് ഇല്ലാതെ നമ്മൾ 10 മൈക്രോ ആംപിയർ പാസ് ചെയ്താൽ തന്നെ ഫുൾ സ്കെയിൽ കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാൻ G/99 കണക്ട് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇവിടെ 100 മൈക്രോ ആംപിയർ പാസ് ചെയ്തു. 100 മൈക്രോ ആംപിയർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 99:1. അതായത് ആകെയുള്ള 100നെ 99:1 പറഞ്ഞാൽ 99 + 1 100 ഈക്വൽ പാർട്ട് ആക്കുക. ഓക്കെ, അതിൽ 99 പാർട്ട് ഇതുവഴി പോകും, 1 പാർട്ട് ഇതുവഴി പോകും. ഓക്കെ, 100 വരുമ്പോൾ ഇവിടെ 1 കടന്നു പോകും, 1 റീഡ് ചെയ്യും. പക്ഷേ അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടാവുക 100 എന്നാണ്, അതായത് 0 ഇട്ട് കൊടുക്കുക. ഇനി 200 വരുമ്പോൾ 2 ഇതുവഴി പോകും, 198 ബൈപ്പാസ് ചെയ്യും. അപ്പോൾ ഇത് റീഡ് ചെയ്യുക 2 ആണ്, പക്ഷേ അവിടെ എഴുതിയിട്ടുണ്ടാവുക എന്താ? 200 എന്നാ. നമ്മൾ 300 പാസ് ചെയ്യുക, അപ്പോൾ എത്രയാണ്? 297 ബൈപ്പാസ് ചെയ്യും, 3 ഇതുവഴി പോവും, അപ്പോൾ ഇത് 3 റീഡ് ചെയ്യും, പക്ഷേ അവിടെ എഴുതിയിട്ടുണ്ടാവുക 300 എന്നാ. ശരിക്കും ഇവിടെ 1 ആയിരുന്നു, 2 zeros നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വന്നു ഇവിടെ G/99 ആയപ്പോൾ. 1 0 ഇട്ട് കൊടുക്കേണ്ടി വന്നു ഇവിടെ G/9 ആയപ്പോൾ. അപ്പോൾ when G/9 is connected, it will become 10 times current capacity. When G/99 is connected, it will become 100 times. ഒന്നുകൂടെ പറയാം. When G/9 is connected, current capacity will become 10 times. When G/99 is connected, current capacity will become 100 times. When G/24 is connected, current capacity will become 25 times. When G/3 is connected, current capacity will become 4 times. Okay, അപ്പോൾ in order to increase the current capacity, okay, increase. അപ്പോൾ suppose we want to increase the current capacity of a galvanometer by n times. അതായത് ഇപ്പോൾ it is capable of measuring a maximum current Ig. Now we have to convert it into an ammeter capable of measuring a maximum current of I. അതായത് ഇപ്പോൾ മാക്സിമം കറണ്ട് IG ആണ്, അത് മാക്സിമം കറണ്ട് I ആയിട്ട് മാറ്റണം. അതായത് മാറ്റേണ്ടത് I ആണ്, ഇപ്പോൾ ഉള്ളത് IG ആണ്. ഓക്കെ, അപ്പോൾ I/IG ഇതാണ് n എന്ന് പറയുന്നത്, n. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ 10 ടൈംസ് ആക്കാൻ G/9, 100 ടൈംസ് ആക്കാൻ G/99. അപ്പോൾ n ടൈംസ് ആക്കാൻ എന്താ വേണ്ടത്? G/n-1. ഇതാണ് ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഗാൽവനോമീറ്റർ ഇവിടെ ഉണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് G ആണ്. നമ്മൾ പാരലൽ ആയിട്ട് ഒരു സ്മോൾ റെസിസ്റ്റൻസ് വിൽ ബി കണക്റ്റഡ് ഇൻ പാരലൽ. ഇറ്റ് ഈസ് കോൾഡ് ഷണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ പറയുക ഷണ്ട് എന്നാണ് പറയുക. ഓക്കെ, സ്മോൾ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ, ഷണ്ട്. അപ്പോൾ ഇപ്പോൾ മെഷർ ചെയ്യേണ്ട മാക്സിമം കറണ്ട് ക്യാപിറ്റൽ I ആണ്. ഓക്കെ, ഇതുവഴി IG പോവും, ബാക്കിയുള്ളത് ബൈപ്പാസ് ചെയ്യും. ദീസ് 2 ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ രണ്ടിലെയും വോൾട്ടേജ് സെയിം ആവണം. ഇവിടെ എന്താ വരിക? IG/G ഈക്വൽ ടു, അടിയിൽ എന്താ വരിക? I - IG × S. വോൾട്ടേജ് ഇതേ I - IG × S ഈക്വൽ ടു IG × G.
അപ്പോൾ അവിടുന്ന് എസ് എന്താ വരിക? ഐ ജി ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഐ മൈനസ് ഐ ജി. ഈ ഐ ജിയെ നമ്മൾ താഴോട്ട് കൊണ്ടുവരുമ്പോൾ ഐ ബൈ ഐ ജി മൈനസ് ഐ ജി ബൈ ഐ ജി എന്താ 1 വരും. ഓക്കെ, അപ്പോൾ അതേ ഇങ്ങനെ വരും. എസ് ഈക്വൽ ടു ജി ഡിവൈഡ് ബൈ ഐ ജി മൈനസ് 1. ഈ ഐ ബൈ ഐ ജി പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ. അപ്പോൾ ജി ഡിവൈഡ് ബൈ എൻ മൈനസ് 1. അപ്പോൾ 25 ടൈംസ് ആക്കണമെങ്കിൽ ജി ഡിവൈഡ് ബൈ 24 പാരലായിട്ട് കണക്ട് ചെയ്യണം. 4 ടൈംസ് ആക്കണമെങ്കിൽ ജി ബൈ 3 പാരലായിട്ട് കണക്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം ഇവിടെ പറയാം. നമ്മൾ വെൻ 2 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് എന്നാ. ഒരു ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0യാ. അത് നമുക്ക് ആക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണ് വേണ്ടത്. 0 ആക്കുകയാണ് ശരിക്കും വേണ്ടത്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ വി വിൽ മേക്ക് ഇറ്റ് ആസ് സ്മോൾ ആസ് പോസിബിൾ. അതിനെന്ത് ചെയ്യേണ്ടി വരും? സീരീസ് ആയിട്ടല്ല കണക്ട് ചെയ്യേണ്ടേ, റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പാരലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ചെറിയ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിനേക്കാൾ ചെറുതാവും. ഓക്കെ, അപ്പോൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. മാത്രമല്ല ചെറിയ റെസിസ്റ്റൻസ്, അപ്പോൾ ജി ബൈ എൻ മൈനസ് 1 ആണ്. ഓക്കെ, പാരലായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് കോൾഡ് ഷണ്ട്. ഓക്കെ, സി കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻ ടു വോൾട്ട് മീറ്റർ. അതിൽ അമ്മീറ്ററിന് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എ സ്മോൾ റെസിസ്റ്റൻസ് ഈസ് ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ and that resistance is called shunt, because for an ideal ammeter resistance is 0. For an ideal voltmeter resistance is infinite. അത് പോസിബിൾ അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി റെസിസ്റ്റൻസ് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടി വരും, പാരലായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ? എ ഹൈ റെസിസ്റ്റൻസ് വിൽ ബി കണക്റ്റഡ് ഇൻ സീരീസ്. ആ ഹൈ റെസിസ്റ്റൻസിനെ ഇവിടെ പറയാം മൾട്ടിപ്ലയർ എന്നാ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ഈ ഗാൽവനോമീറ്റർ ഇപ്പോൾ ഈ കണക്ട് ചെയ്ത എക്സ് ഇല്ല, ഇതിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വോൾട്ടേജ് ഇപ്പോൾ 10 മൈക്രോ വോൾട്ട് വിചാരിച്ചോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതായത് 10 മൈക്രോ വോൾട്ട്, ഈ റെസിസ്റ്റൻസ് ഇല്ല കേട്ടോ. 10 മൈക്രോ വോൾട്ട് നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ സ്കെയിൽ കാണിക്കും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇവിടെ ഞാൻ ഒരു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ജി ആണെങ്കിൽ ഞാനിവിടെ 9G കണക്ട് ചെയ്യാം. ഓക്കെ, 9G കണക്ട് ചെയ്യാം. ഈ 9G കണക്ട് ചെയ്തിട്ട് നമ്മൾ 10 മൈക്രോ വോൾട്ട് അപ്ലൈ ചെയ്താൽ, ഈ റെസിസ്റ്റൻസ് ഇല്ലാതെ 10 മൈക്രോ വോൾട്ട് അപ്ലൈ ചെയ്താൽ ഫുള്ള് കാണിക്കും. ഈ റെസിസ്റ്റൻസ് വെച്ചിട്ട് 10 മൈക്രോ വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻ ദ റേഷ്യോ 9:1. അപ്പോൾ വോൾട്ടേജ് ഓൾസോ വിൽ ബി ഡിവൈഡഡ് ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ ആകെയുള്ള 10 മൈക്രോ വോൾട്ടിനെ 9:1 10 ഈക്വൽ പാർട്ട് ആക്കും. 9 മൈക്രോ വോൾട്ട് ഇവിടെ, 1 മൈക്രോ വോൾട്ട് ഇവിടെ. അതായത് ഈ കോമ്പിനേഷൻ അക്രോസ് ഞാൻ 10 മൈക്രോ വോൾട്ട് കണക്ട് ചെയ്താൽ ഇവിടെ 1 കാണിക്കൂ. മനസ്സിലാവുണ്ടോ? ഈ റെസിസ്റ്റൻസ് ഇല്ലാതെ 10 കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് കാണിക്കും. ഈ 9G ഇവിടെ കണക്ട് ചെയ്തിട്ട് 10 കൊടുത്താൽ 9 മൈക്രോ വോൾട്ട് ഇവിടെയും 1 മൈക്രോ വോൾട്ട് ഇവിടെയും. എന്നിട്ട് അപ്പോൾ ഇത് 1 റീഡ് ചെയ്യും, ദേ ഇവിടെ 1 റീഡ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 20 മൈക്രോ വോൾട്ട് ഇവിടെ കണക്ട് ചെയ്തു. അപ്പോൾ 18 ഇവിടെ വരും, 2 ഇവിടെ വരും. സോ ഇറ്റ് വിൽ റീഡ് 2. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്തത് 20 റീഡ് ചെയ്യുന്നത് 2 ആണ്. അറിയാലോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്? നമ്മൾ 9G ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ എല്ലായിടത്തും ഒരു 0 ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കൂ, മൊത്തത്തിൽ ഇതെന്താവും? അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ 10 ടൈംസ് കൂട്ടി. കാരണം 20 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 18 ഇവിടെ പോകും, 2 ഇതിനെ ക്രോസ് വരും, 2 റീഡ് ചെയ്യും. പക്ഷെ നമ്മൾ കാണുന്നത് എന്താവും? 20 എന്നാവും. അപ്പോൾ ഈ ഡിസ്പ്ലേ മാത്രം പുറത്താക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം കവർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഒരാൾക്ക് കൊടുക്കാം. See, this is a voltmeter capable of measuring 100 microvolt. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് 1000 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ 9Gക്ക് പകരം നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എന്താ? 99G കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ 100 മൈക്രോ വോൾട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 99 മൈക്രോ വോൾട്ട് ഇവിടെയും 1 മൈക്രോ വോൾട്ട് ഇവിടെയും വരും. ഓക്കെ, കൊടുത്തത് മൊത്തം 100 ഒന്നേ ഇവിടെ വരുള്ളൂ. അപ്പോൾ ആ 1 റീഡ് ചെയ്യുമ്പോൾ നമ്മളെന്താ 100 ഇവിടെ കൊടുത്ത് മൊത്തം കൊടുത്ത് 100. ഇവിടെ റീഡ് ചെയ്യുന്നത് എന്താ? റീഡ് ചെയ്യുന്നത് 1ലാണ് പോയി നിൽക്കുക, പക്ഷെ നമ്മൾ കാണുന്നത് 100 ആവും. 200 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 198. 2 ഇവിടെ വരും, 2ൽ പോയി നിൽക്കും, പക്ഷെ അവിടെ എഴുതി കാണിക്കുന്നത് എന്താവും? 200 എന്നാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കൺവേർട്ട് ചെയ്യാൻ ഒന്നും ചെയ്യണ്ട. 100 ടൈംസ് ആക്കണമെങ്കിൽ 99G ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഓരോന്നിൻ്റെയും കൂടെ 2 zeros ഇട്ട് കൊടുക്കുക. ഇറ്റ് വിൽ ബിക്കം 100 ടൈംസ്. ഓക്കെ, നൗ സി, suppose we have a galvanometer of resistance capital G capable of
measuring a maximum voltage V with suffix G, or full scale deflection voltage is V with suffix G. It is to be converted into a voltmeter capable of measuring a maximum voltage capital V. അപ്പോൾ ഇപ്പോൾ galvanometer മാത്രമാണെങ്കിൽ it can measure only up to Vg. It is to be converted, or its range is to be extended into capital V. അപ്പോൾ നമ്മൾ capital V അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ Vg യെ പറ്റൂ, ബാക്കിയുള്ളത് ഇവിടെ വരണം, ഈ മൾട്ടിപ്ലയറിനെ ക്രോസ് വരണം, V minus Vg. These two are connected in series. So current through both the element, അതായത് ഇതിലെ കറണ്ടും സെയിം ആവണം. ഗാൽവനോമീറ്ററിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിലെ വോൾട്ടേജ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ്, അതാണ് ദേ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഗാൽവനോമീറ്ററിലെ വോൾട്ടേജ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് എന്താ? ദാറ്റ് ഈസ് ദ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ. ഈ മൾട്ടിപ്ലയറിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് V minus Vg by X. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ മൾട്ടിപ്ലയർ X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? V minus Vg by Vg into G. അതിൽ V by Vg എന്താ? V by Vg പറഞ്ഞാൽ നമ്മൾക്ക് Vg ഉണ്ടായിരുന്നു, അത് V ആക്കണം എന്ന് പറഞ്ഞാൽ V equal to N times Vg. ഓക്കെ, അപ്പോൾ V by Vg പറഞ്ഞാൽ അതിന് N കൊടുക്കാം, Vg by Vg പറഞ്ഞാൽ 1 കൊടുക്കാം, അപ്പോൾ N minus 1 into G. So if you want to increase the voltage capacity of a galvanometer by 3 times, അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എന്താ? 3 minus 1 2G ആണ് കണക്ട് ചെയ്യേണ്ടത്, where G is the galvanometer resistance. If you want to improve the voltage, a maximum voltage that can be measured by using that galvanometer by say 5 times, അപ്പോൾ 4G കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വോൾട്ടേജ് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ടു 10 times. അപ്പോൾ നിങ്ങൾ എന്താ? 10 minus 1 into G, 9G നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്നറിയോ? ആംപിയർ സർക്യൂട്ട് ലോ. അതായത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച ഗോസസ് ലോ ഉണ്ടല്ലോ, ഏകദേശം അതുപോലെയൊക്കെ വരും മാഗ്നറ്റിസത്തിൽ ആംപിയർ സർക്യൂട്ട് ലോ പറഞ്ഞാൽ. അതായത് ഇത് വെച്ച് വേരിയസ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ദി ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ് എലോങ് എനി ക്ലോസ്ഡ് പാത്ത് ഈസ് mu0 times the current threading through the path. അതായത് B dot dl ഒരു ക്ലോസ്ഡ് പാത്തിൽ ചെയ്താൽ ആ പാത്തിലൂടെ ത്രെഡ് ചെയ്ത് പോകുന്ന കറണ്ട് ഇൻറ്റു mu0, അതാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. B dot dl equal to mu0I. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് പറയാം അതിൻ്റെ പ്രൂഫ്? അതായത് this is a long straight conductor carrying a current I. Okay, it is kept in vacuum at a perpendicular distance r from it. The intensity of magnetic field, നോക്കൂ, ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആറിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി mu0I ഡിവൈഡ് ബൈ 2πr ആണ്. mu0I by 2πr. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r around the conductor with the conductor as the axis. കണ്ടക്ടർ, ഈ ഒരു സർക്കിളിൻ്റെ ആക്സിസ് ആണ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ പ്ലെയിന് ഈ കണ്ടക്ടറിന് നോർമൽ ആവണം എന്നാ. അതായത് ഇപ്പോൾ ഇതാണ് കണ്ടക്ടർ എങ്കിൽ ഇങ്ങനെ പറ്റൂല, മനസ്സിലായി? ഇതാണ് കണ്ടക്ടർ, ഇങ്ങനെ ചരിഞ്ഞു പറ്റില്ല, എങ്ങനെ നോർമൽ ആവണം സർക്കിള്, മനസ്സിലാവുണ്ടോ? അതേ പറ്റൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ആർ നോർമൽ വിത്ത് ദ കണ്ടക്ടർ ആസ് ദി ആക്സിസ്. ഓക്കെ, അപ്പോൾ നോക്കൂ, കണ്ടക്ടർ ആക്സിസ് ആയിട്ട് ഒരു സർക്കുലർ ലൂപ്പ് എടുക്കുക. അപ്പോൾ all the points on this circular loop are equidistant from the current carrying conductor. അപ്പോൾ ആ സർക്കുലർ ലൂപ്പിൽ എല്ലാ പോയിന്റിലും നമുക്ക് ഒരേ മാഗ്നറ്റിക് ഫീൽഡാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. സോ എവരിവെയർ ഓൺ ദിസ് ലൂപ്പ് നോക്കൂ, ബിയും ഡി എല്ലും ഒരേ ഡിറക്ഷനിൽ, അവിടെ ബി അങ്ങോട്ടാണ് ഡി എല്ലും അങ്ങോട്ടാണ്. ബി ആൻഡ് ഡി എൽ ആർ അലോങ് ദ സെയിം ഡിറക്ഷൻ. അപ്പോൾ ബി ഡോട്ട് ഡി എൽ പറഞ്ഞാൽ ബി ഡി എൽ വരും. ബി ഡി എൽ കോസ് 0 എന്നാ, കോസ് 0 1. ഓക്കെ, ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്, പിന്നെന്താ ഡി എൽ. ഓക്കെ, നമ്മൾ when you take this element, next element അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ എലിമെൻറ്റിലും ബി സെയിമാ, ബിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ബി പുറത്തെടുത്തു കഴിഞ്ഞാൽ DL1 DL2 DL3 DL4 അങ്ങനെ പോകും. അതെല്ലാം കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് ദ സർക്കംഫറൻസ്, ദാറ്റ് ഈസ് 2πr വരും. 2πr ഇതാ. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ബിക്ക് പകരം ഞാനിവിടെ കൊടുത്ത്, ഇത് രണ്ടും കൂടെ നമുക്ക് എന്താ കിട്ടുക? അത് രണ്ടും കൂടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ mu0I എന്ന് വരും. ഓക്കെ, mu0I, ഇതും കട്ട് ചെയ്യാം, ഇതും കട്ട് ചെയ്യാം, mu0I. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dot dl equal to mu0I വരും. ദാറ്റ് ഈസ് the proof of Ampere circuit law.
ഇനി നമുക്ക് Gauss's law applications പറഞ്ഞ പോലെ തന്നെ Ampere circuit law applications can be used to find the magnetic field due to various current distributions. അപ്പോൾ first let us find the magnetic field due to a straight current carrying conductor. അതായത് ആ പ്രൂഫ് നേരെ തിരിച്ച് ചെയ്യാണ്, അത്രയേ ഉള്ളൂ. അതായത് ഇവിടെ കൺസിഡർ എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് എ കറണ്ട് ക്യാപിറ്റൽ ഐ വിചാരിച്ചോളൂ. ഓക്കെ, ക്യാരിയിങ് കറണ്ട് ക്യാപിറ്റൽ ഐ. We have to find the intensity of magnetic field at a perpendicular distance r from the conductor. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് r ഡിസ്റ്റൻസ് അകലെ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി b ആണെന്ന് വിചാരിച്ചോ, അതാ കണ്ടുപിടിക്കേണ്ടത്. ഫോർ ദാറ്റ് you have to consider a circular loop of radius r with the conductor as the axis എന്ന് പറഞ്ഞാൽ എല്ലാം ആയി. കണ്ടക്ടർ ആസ് ദി ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ സെന്റർ കണ്ടക്ടറിലാവണം, ഈ സർക്കിളിന്റെ പ്ലെയിന് കണ്ടക്ടറിന് നോർമൽ ആവണം. A circular loop with the conductor as the axis എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ആയി. See, all points on this circular loop are equidistant from the conductor. ഒരേ അകലത്തിലാണ്. So everywhere on the circle we can expect only a magnetic field of uniform intensity in magnitudes. അല്ലെ, മാഗ്നിറ്റ്യൂഡ് എല്ലായിടത്തും എന്താ ഒരേ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക, കാരണം എല്ലാ പോയിന്റ്സും ഒരേ അകലത്തിലാണ്. ഇനി everywhere on this loop b, vector b and vector dl are along the same direction. b യും dl ഉം ഒരേ ഡിറക്ഷനിലാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, b ഇങ്ങോട്ടാണ്, dl ഉം ഇങ്ങോട്ടാ. b and dl are along the same direction. അപ്പോൾ b dot dl എന്താ വരിക? b dot dl will be b dl. b has a constant magnitude, so it can be taken out. അപ്പോൾ ഇനി dl നെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. See, this circular loop is divided into, or circular path divided into a large number of small elements, each of length dl. And see, this is an elongated s and stands for summation. So if you sum the length of all such elements into that circular path is divided, എന്താ നിങ്ങൾക്ക് കിട്ടുക? നിങ്ങൾക്ക് ആ സർക്കുലർ പാത്തിന്റെ സർക്കംഫറൻസ് കിട്ടും. ഇറ്റ് ഈസ് 2πr. ഇനി ബൈ ആംപിയേഴ്സ്, ഇപ്പോൾ ബി ഡോട്ട് ഡി എല്ലിന്റെ വാല്യൂ നമ്മളവിടെ കണ്ടുവച്ചു. ഇനി നിങ്ങൾ ബൈ ആംപിയർ സർക്യൂട്ട് ലോ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് ദ കറന്റ് ത്രെഡിങ് ത്രൂ ദ പാത്ത്. ഓക്കെ, ആ പാത്തിലൂടെ തുളച്ച് കടന്നു പോകുന്ന കറണ്ടാണ് വേണ്ടേ. അപ്പം നമുക്ക് നോക്കൂ, ബി ഡോട്ട് ഡി എൽ നമ്മൾ കണ്ടുവച്ചു, ബി ഇൻറ്റു 2πr. ദിസ് ഈസ് ഈക്വൽ ടു, നോക്കൂ, ഈ പാത്തിലൂടെ പോകുന്ന ഐ ആണ്, അപ്പോൾ μ0 ഐ വരും. അവിടെ നിന്ന് ബി ഈക്വൽ ടു μ0 ഐ ബൈ 2πr വരും. ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവുക. അതിൽ r is to be plotted along the x-axis and b magnetic field along the y-axis. ഏത് ഫോർമുല നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യണോ എന്താ ചെയ്യേണ്ടത്? ഏത് ഇക്വേഷൻ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യണോ എന്താ ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റി ടു ബി പ്ലോട്ടഡ് along the x-axis is to be replaced by x. y-axisൽ നിങ്ങൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്ന ക്വാണ്ടിറ്റിക്ക് പകരം നിങ്ങൾ y എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ ആറിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 6 x-axisലാണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ y-axisലാണ്. ഓക്കെ, അപ്പോൾ ആർ ബി റൈറ്റ് സൈഡിൽ എന്താ വരിക? μ0 i ഡിവൈഡഡ് ബൈ 2π വരും. μ0 i ബൈ 2π. അതായത് ഇതിൻ്റെ അർത്ഥം ഇപ്പം എന്താണെന്നറിയോ? xy ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ്. കാരണം ഈ റൈറ്റ് സൈഡിലേക്ക് കിടക്കുന്ന സാധനം കോൺസ്റ്റന്റാണ്. ജസ്റ്റ് ലൈക്ക് പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഗ്രാഫ് ഇതാ. ഓക്കെ, ഇതിന് നമ്മൾ പറയുക റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ this shows the variation of magnetic field intensity due to a long straight current carrying conductor. ഇനി അടുത്തത് field due to a current carrying cylindrical pipe ആണ്. ഓക്കെ, പൈപ്പ് എന്ന് പറഞ്ഞാൽ ഹോളോയാ, ഷെല്ലാ, സിലിണ്ടറിക്കൽ ഷെല്ല്. അപ്പോൾ ഈ സർഫസിലൂടെ മാത്രമേ കറണ്ട് പോവുള്ളൂ. ഓക്കെ, ഉള്ളിൽ കറണ്ട് ഇല്ല. ഓക്കെ, ഇവിടെ നമ്മളെന്താ ഈ കറണ്ട് ഡിസ്ട്രിബ്യൂഷന് സിമെട്രിക്കൽ ആയിട്ടാണ് നമ്മൾ ആംപിയർ സർക്യൂട്ടിലോ അപ്ലൈ ചെയ്യാനുള്ള പാത്ത് എടുക്കേണ്ടത്. സോ എ സർക്കുലർ പാത്ത് കോആക്സിയൽ വിത്ത് ദ കറന്റ് ക്യാരിയിങ് പൈപ്പ്. അതായത് നമ്മളുടെ സർക്കുലർ പാത്തിൻ്റെ ആക്സിസും ഈ പൈപ്പിൻ്റെ ആക്സിസും സെയിം ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു ബി ഇൻറ്റു 2πr വരും. നേരത്തെ ചെയ്ത പോലെ തന്നെ everywhere on the circle b and dl will be along the same direction and b will have a constant magnitudes. പറഞ്ഞ തന്നെ വീണ്ടും പറയണ്ട, എല്ലാ പോയിന്റിലും ബിക്ക് ഒരേ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക, ബിയും ഡി എല്ലും ഒരേ ഡിറക്ഷനിലാവും. അപ്പോൾ ബി ഡോട്ട് ഡി എൽ ചെയ്ത് അങ്ങനെ കിട്ടും, ബി ഇൻറ്റു 2πr. ഓക്കെ, ഇഫ് വി വാണ്ട് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ്സ്, അപ്പോൾ നമ്മളിതേ ഇങ്ങനെ ഉള്ളിൽ ഒരു ലൂപ്പ് എടുക്കണം. അപ്പോൾ ആ ലൂപ്പിലൂടെ ത്രെഡ് ചെയ്യുന്ന കറണ്ട് 0 ആണ്. നോ കറണ്ട് ഈസ് ത്രെഡിങ് ത്രൂ ദ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ഇൻറ്റു കറണ്ട് 0 ആണ്.
ഓക്കെ, അതായത് ഇതിലൂടെ പോകുന്ന കറണ്ട് 0 ആണെന്ന്. ഇല്ലല്ലോ, ഈ സർഫസിലൂടെ മാത്രമല്ലേ കറണ്ട് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, B × 2πr = 0, B = 0. അതായത് ഇൻസൈഡ് ദ പൈപ്പ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഇനി ഔട്ട്സൈഡ് കാണാൻ നമുക്ക് ഇങ്ങനെ, we have to consider a circular path of radius greater than the radius of the pipe. B.dl നേരത്തെ പോലെ തന്നെ B × 2πr വരും. കറണ്ട് എന്താ, ഈ ലൂപ്പ് എടുക്കുമ്പോൾ the whole current is threading through the path μ0I. അപ്പോൾ അവിടുന്ന് B = μ0I/2πr. അപ്പോൾ അത് നമ്മൾ സർഫസിൽ കാണണമെങ്കിൽ എന്തോ വേണം, when r = a on the surface, അപ്പോൾ B = B with suffix x എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ സർഫസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ, μ0I/2πa വരും. ഓക്കെ, അപ്പോൾ B = 0 / r less than a, μ0I/2πr, r greater than or equal to a. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർഫസിൽ എത്തുന്നത് വരെ ഫീൽഡ് 0 ആയ, അവിടം വരെ ഫീൽഡ് 0 ആയ, സർഫസിൽ എത്തിയ പെട്ടെന്ന് ഇത്രയും ഫീൽഡ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഡിക്രീസസ് വിത്ത് 1/r. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്താണെന്നറിയോ, സി ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് ക്യാരിങ് സോളിഡ് സിലിണ്ടറിക്കൽ കണ്ടക്ടർ, ഹോളോ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, റേഡിയസ് എ ഉള്ള ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടർ ഉണ്ട്. ഇറ്റ് ക്യാരീസ് എ കറന്റ് ക്യാപിറ്റൽ I and the current is distributed uniformly over its cross section. Okay, അപ്പോൾ നമുക്ക് എന്താ പറയുക, കറന്റ് ഡെൻസിറ്റി J = I/πa² പറയാം, I/πa². അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl. ഇവിടെ നമ്മൾ എന്താ, we have to find the intensity of magnetic field at a perpendicular distance r from the axis of the conductor. നോക്കൂ, കണ്ടക്ടറിന്റെ ആക്സിസിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഫീൽഡാണ് കാണേണ്ടത്. ആ r can be less than a when the point of observation is inside. It can be more than a when the point of observation is outside. Okay, here also the loop or the closed path must be a circle coaxial with the cylindrical conductor. അതായത് കണ്ടക്ടറിന്റെ ആക്സിസും സർക്കിളിന്റെ ആക്സിസും സെയിം ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ everywhere on the circular path B will be having constant magnitudes. Okay, and B and dl will be along the same direction. അപ്പോൾ B.dl = BdL വരും. BdL cos 0 എന്നാ വരിക. ഓക്കെ, അതിൽ B പുറത്തെടുത്ത് dl മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ B × 2πr വരും. ഓക്കെ, when r less than a, അതായത് ഈ കേസ് ഇത്. ഓക്കെ, അപ്പോൾ എന്താ, r less than a പറഞ്ഞു കഴിഞ്ഞാൽ the point of observation is inside. ഓക്കെ, അപ്പോൾ നമുക്ക് B.dl = μ0 പിന്നെന്താ, J പറഞ്ഞാൽ കറന്റ് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻറ്റു നമ്മളുടെ ഇവിടെ എന്താ, ഇവിടെ ഇത് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ പറഞ്ഞാൽ πr² ഉണ്ടാവും. അപ്പോൾ കറന്റ് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻറ്റു ഏരിയ πr². ഓക്കെ, അത്രയും കറണ്ടാണ് നമ്മളുടെ ഈ പാത്തിലൂടെ ത്രെഡ് ചെയ്യണത്, കടന്നു പോകുന്നത്. അപ്പോൾ നോക്കൂ, B × 2πr μ0, J ഇതാ ഇവിടെ കിടക്കുന്നത് J. ഓക്കെ, കറന്റ് ഡെൻസിറ്റി, കറന്റ് ത്രൂ യൂണിറ്റ് ഏരിയ. ഓക്കെ, അത് ഞാനിത് ഇവിടെ കൊടുത്തു I/πa² ഇൻറ്റു നമ്മളുടെ ഇപ്പോഴത്തെ ഏരിയ എത്രയാ, πr². അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. ദിസ് ഈസ് വെൻ r less than a. ഓക്കെ, അതായത് എന്താ, നമ്മളുടെ പൈപ്പ് സിലിണ്ടറിക്കൽ കണ്ടക്ടറിന്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ ആയത്. ഓക്കെ, വെൻ r is greater than or equal to a means on the surface or outside. Okay, B.dl = μ0, മുഴുവൻ കറണ്ടും എന്താ നമ്മളുടെ ഈ യെല്ലോ ഉണ്ടല്ലോ സർക്കിള്, അതാ അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകും. ഓക്കെ, B × 2πr = μ0I. അപ്പോൾ അവിടെ നിന്ന് എന്താ വരിക, B = നമുക്ക് കിട്ടും μ0I/2πr വരും. ഓക്കെ, 2πr. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുകയാണെങ്കിൽ, ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ക്യാപിറ്റൽ B = μ0I. ഇത്രയും സാധനം ഉണ്ടല്ലോ, ഇത് കോൺസ്റ്റന്റാ. അപ്പോൾ ദിസ് ഈസ് വാലിഡ് ഓൺലി വെൻ r ഈസ് ലെസ് ദാൻ a, ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പോൾ B എന്താ, മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്ന y ആക്സിസിൽ, അപ്പോൾ അതിന് പകരം y കൊടുത്തു. ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഒരു കോൺസ്റ്റന്റ്, അപ്പോൾ ഞാൻ m എന്ന് കൊടുത്തു വിചാരിക്കുക. r ഈസ് ദ ക്വാണ്ടിറ്റി അലോങ് ദി x ആക്സിസ്, mx പ്ലസ് ഒന്നുമില്ല, 0. So that is of the form y = mx + c and it represents a straight line passing through origin. And it's valid as long as r is less than or equal to the radius of the cylindrical conductor. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതാണ് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ബിയോണ്ട് ദി സർഫസ് ഓഫ് ദി കണ്ടക്ടർ, അവിടെ നമ്മൾക്ക് എന്താ, അവിടെ നമുക്ക് ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് യൂസ് ചെയ്യുമ്പോഴെന്താ,
അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സി ബി ഈസ് അലോങ് ദ വൈ ആക്സിസ്, പിന്നെ അത് ഇത്രയും സാധനം കോൺസ്റ്റന്റ് ആണ് സി വിചാരിച്ചോളൂ, ഡിവൈഡ് ബൈ ആർ ഈസ് ദ ക്വാണ്ടിറ്റി അലോങ് ദി എക്സ് ആക്സിസ്. അപ്പം എന്താ കിട്ടുക, എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ഓക്കെ, എന്താ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് പോലെ വരും അല്ലേ. പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഓക്കെ, അതിന് ഒരു മാരക ഐറ്റം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്റർ എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് സി ഫോഴ്സ് ഓൺ ടു പാരലൽ സ്ട്രീം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ മേലെ ഇവിടെ നോക്കൂ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ പ്രോട്ടോൺസാണ് വിചാരിച്ചു. ഓക്കെ, താഴെ ഇപ്പോൾ ആൽഫ പാർട്ടിക്കിളാണ് വിചാരിച്ചു, എന്തു ആവാം. ഓക്കെ, ഇനി സ്ട്രീം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, രണ്ട് പാരലൽ സ്ട്രീംസാണ്. മേലുള്ള സ്ട്രീമിൻ്റെ ചാർജ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ ഈസ് Q1 ആൻഡ് ദേ ആർ മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് V1. ഓക്കെ, ഇവിടെയുള്ളത് എന്താ, ഗ്രാവിറ്റി നമ്മൾ നെഗ്ലക്ട് ചെയ്തു കേട്ടോ. ഇവിടെയുള്ളത് സി അനദർ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് ചാർജ് Q1 ആൻഡ് ദേ ആർ മൂവിങ് വിത്ത് സ്പീഡ് V1. ഓക്കെ, അപ്പോൾ നമുക്ക് സി ഇവിടെ നമ്മൾ സി വെൻ ഈച്ച് പാർട്ടിക്കിൾ മൂവ്സ് ത്രൂ എ ഡിസ്റ്റൻസ് എത്ര മൂവ് ചെയ്യും, ഡി ടി ടൈമിൽ എത്ര മൂവ് ചെയ്യും, ഡി ടി ടൈമിൽ മൂവ് ചെയ്യുന്നത് വെലോസിറ്റി V1 ആണ്. അപ്പോൾ ഡി ടി ടൈമിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ V1 dt ആവും, V1 dt. അപ്പോൾ ഈ V1 dt ഉണ്ടല്ലോ, ഈ V1 dt പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം, അതെന്താ, അത് ലെങ്താ. അപ്പോൾ ദേ ഈ ഡി എല്ലിന് പകരം നമ്മൾ V1 dt കൊടുത്തേ. ഇനി അതിൽ ഈ കറണ്ട് ഇൻറ്റു ടൈം എന്താ, കറണ്ട് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ചാർജാ. അപ്പോൾ ഈ I1 dt ഈസ് റീപ്ലേസ്ഡ് ബൈ I1 dt ഈസ് റീപ്ലേസ്ഡ് ബൈ Q1. അപ്പോൾ Q1 V1 വരും. അതായത് ഐ ഡി എല്ലിന് പകരം നിങ്ങൾക്ക് Q1 V1 കൊടുക്കാം എന്നർത്ഥം. അപ്പോൾ കൺസിഡർ ദിസ് കറണ്ട് എലിമെന്റ്സ്. ആ കറണ്ട് എലിമെന്റ് നോക്കൂ, ഇവിടെ ആർ ഡിസ്റ്റൻസ് അകലെ, രണ്ടാമത്തെ സ്ട്രീമിൽ ഫസ്റ്റ് സ്ട്രീമിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയാണ്. അവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടുപിടിക്കാൻ പോവുക. μ0/4π IDL sin θ by r square. അതിൽ സൈൻ തീറ്റ അവിടെ തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്, π/2 ആണ്. μ0/4π B1 മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫസ്റ്റ് സ്ട്രീം B1, μ0/4π IDL sin θ by r square. അതിൽ തീറ്റ 90 ആണ്, സൈൻ 91 ആണ്. ഓക്കെ, I1 dl എന്ന് പറഞ്ഞാൽ അതിന് തീരുമാനമായിട്ടുണ്ട് ഇവിടെ Q1 V1. ഓക്കെ, സോ ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് produced at the position of the second stream of particles by the first stream of particles. Okay, അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇനി what is the force experienced by each particle of the second stream, because they are moving through the magnetic field produced by the first stream. Okay, അപ്പോൾ നമുക്ക് എന്താ പറയാം, force on each particle of the second stream F2 equal to Q2. പിന്നെ എന്താ, V cross B ആണ്. രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി V2, they are moving in the magnetic field produced by the first stream B1. ആ B1ന്റെ എക്സ്പ്രഷൻ നമ്മൾക്ക് ഇത് എവിടെ ഉണ്ട്, μ0 Q1 V1/4π r square, അത് ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, അതിൽ V ആൻഡ് B, V ക്രോസ് B പറയുമ്പോൾ VB sin 90 ആണ് വരിക. ഓക്കെ, ഇവിടെ sin 90 ബിക്കോസ് വെലോസിറ്റി ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ ഇങ്ങനെ കിട്ടി, ദിസ് ഈസ് ദ ഫോഴ്സ് ഓൺ ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദി സെക്കൻഡ് സ്ട്രീം. ഇവിടെ നോക്കൂ, രണ്ട് സ്ട്രീം ഉണ്ട്. ഈ ഒരെണ്ണത്തിന് ഞാൻ Q1 V1 കൊടുത്തു, മറ്റേതിന് Q2 V2 കൊടുത്തു. ഇത് തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല. മീൻസ് ദാറ്റ് ചോയ്സ് ഈസ് പ്യുവർലി ആർബിട്രറി. ഓക്കെ, മാത്രമല്ല വി ഹാവ് ഗോട്ട് അൾട്ടിമേറ്റ്ലി എ സിമെട്രിക് ഫോർമുല. നോക്കിക്കേ ഇവിടെ എന്താ, Q1 V1 ഉം Q2 V2 ഒരുപോലെ ഉണ്ട്. ഇഫ് ദിസ് ഈസ് ദ ഫോഴ്സ് ഓൺ ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദ സെക്കൻഡ് സ്ട്രീം, ഹൗ ഡു വി ഗെറ്റ് ദ ഫോഴ്സ് ഓൺ ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദ ഫസ്റ്റ് സ്ട്രീം? എങ്ങനെ കിട്ടും? ഫസ്റ്റ് സ്ട്രീമിൽ കിട്ടുന്നത് ഓക്കെ, ആ F2 നമ്മൾ എഴുതി, F1 എന്താ, F1 ഞാനിത് ഇവിടെ എഴുതി. ഈ F1 കിട്ടാൻ എന്താണോ, ഫോഴ്സ് ഓൺ ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദ ഫസ്റ്റ് സ്ട്രീം. എവിടെയൊക്കെ 2 ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുക്കുക, എവിടെയൊക്കെ 1 ഉണ്ടോ അവിടെയൊക്കെ 2 കൊടുക്കുക. അപ്പോൾ F2ന് പകരം ഞാൻ F1 കൊടുത്തു. μ0/4π വ്യത്യാസമല്ല, Q1 V1ന് പകരം Q2 V2, Q2 V2ന് പകരം Q1 V1 കൊടുത്തു. കിട്ടിയത് എന്താ, കിട്ടിയത് രണ്ടും ഒരേ ഫോർമുലയാണ്. അപ്പോൾ വാട്ട് എവർ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഫസ്റ്റ് സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ്, unequal force or a force of equal magnitude will be experienced by the second stream of particles. എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻട്രാക്ഷൻ ആണ്. ഈ മ്യൂച്വൽ ഇൻട്രാക്ഷൻ ആകുമ്പോൾ നിങ്ങളത് 1, 2 എന്നൊക്കെ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ഈച്ച് സ്ട്രീം എന്താ, μ0/4π Q1 V1 Q2 V2 ഡിവൈഡഡ് ബൈ R square.
ഓക്കെ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പറയാം, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആ രണ്ട് ചാർജഡ് പാർട്ടിക്കിൾസിനിടയ്ക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട് ഓൺലി ബിക്കോസ് ദീസ് ടു സ്ട്രീംസ് ആർ ഇൻ മോഷൻ. മൂവ് ചെയ്യുന്നത് കൊണ്ട് മാത്രം. ഈവൻ ദേ ആർ അറ്റ് റെസ്റ്റ്, റെസ്റ്റിലാണെങ്കിൽ പോലും, ഇനി മൂവ് ചെയ്താലും ഉണ്ടാവും റെസ്റ്റിലാണെങ്കിലും ഉണ്ടാവും, എന്ത്? ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫോഴ്സ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫോഴ്സ് എന്താ? ഇവിടെ നോക്കൂ, 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അവിടെ ഇപ്പോൾ പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിളുമാണ്, രണ്ട് പോസിറ്റീവ് സ്ട്രീമാണ് വിചാരിക്കുക. സോ ദർ വിൽ ബി ഇലക്ട്രിക് റിപ്പൽഷൻ. ഓക്കെ, ഇനി എന്താണോ, കറണ്ട് ഒരേ ഡിറക്ഷനിലാവുമ്പോൾ മാഗ്നറ്റിക് അട്രാക്ഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാം, ദേ ഇവിടെ നോക്കിക്കേ, ഇതിപ്പോൾ പോസിറ്റീവ്ലി ചാർജഡ് പാർട്ടിക്കിൾസ്, ഇതും പോസിറ്റീവ്ലി ചാർജഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങോട്ട്, കറണ്ട് ഇങ്ങോട്ട്. അപ്പം മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടാവുക. ഇലക്ട്രിക്കോ, ഇലക്ട്രിക് റിപ്പൽഷൻ ഉണ്ടാവുക. രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ അട്രാക്ഷനും ഉണ്ട്, റിപ്പൽഷനും ഉണ്ട്. റിസൾട്ടന്റ് ഫോഴ്സ് എന്താവും? അട്രാക്റ്റീവ് ആവുമോ, റിപ്പൽസീവ് ആവുമോ? മാഗ്നറ്റിക് അട്രാക്ഷൻ, ഇലക്ട്രിക് റിപ്പൽഷൻ. ഇഫ് ബോത്ത് ദ സ്ട്രീംസ് ആർ സിമിലർ ടൈപ്പ് ഓഫ് ചാർജസ് മൂവിങ് അലോങ് ദ സെയിം ഡിറക്ഷൻ. അത് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ദ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സസ്. ഇതിൽ ഏത് ഫോഴ്സാണ് വലുതെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ ഇവിടെ ഒക്കെ എന്താ, അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഇലക്ട്രിക് ഫോഴ്സ് ഇതാണ്, Fe = 1/4πε0 Q1 Q2 by R square. ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ടു ദ മാഗ്നറ്റിക് ഫോഴ്സ്. എന്താ കിട്ടുന്നത്? 1/ε0 μ0 1/v1 v2. ഈ 1/ε0 μ0 ഉണ്ടല്ലോ, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം പറഞ്ഞാൽ 1/√ε0 μ0 എന്നാണ്. ഓക്കെ, ε0 μ0. അപ്പോൾ ഇത് എന്താ, ഇതിന് പകരം നമുക്ക് സി സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താ വരിക എന്നറിയോ? സി ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താ, സി ദിസ് വിൽ ബി സി സ്ക്വയർ ബൈ v1 v2. ഓക്കെ, അതിന് എനിക്ക് എങ്ങനെ എഴുതാം? Fe/Fm = c/v1 × c/v2. ഓക്കെ, അതിൽ v1 പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ velocity of the first stream of particles. No material particle can attain the speed of light in vacuum. So the denominator will be definitely less than the numerator. Idum adu thenne. So this is a quantity greater than 1. This is another quantity greater than 1. So the product of these two will be greater than 1. So numerator will be more than the denominator. Adana njan ivide ezhudiyirikkunathu. So electric force will be always greater than the magnetic force. Okay, അപ്പോൾ രണ്ട് stream of similarly charged particles ആണെങ്കിൽ electric force will be stronger. അതായത് റിപ്പൽഷൻ അവിടെ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ പറയാത്ത ഒരു കാര്യം ഒരു പരീക്ഷയ്ക്കും ചോദിക്കില്ല. ഓക്കെ, താങ്ക് യു.